ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്ടൊരു 10-12,000 വർഷമായി ഭൂമിയിൽ മനുഷ്യനെ തീറ്റിപ്പോറ്റുകയാണ്. അത്രയേ ഉള്ളൂ. വലിയ കാലമൊന്നുമായിട്ടില്ല. മനുഷ്യനൊരു ഫ്രഷ് സൃഷ്ടിയാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ. ഏറി വന്നാൽ ഒരു 12,000 അല്ലെങ്കിൽ ഒരു 15,000. എൻസൈക്ലോപീഡിയക്കാരൻ പറഞ്ഞത് 15,000 എന്നാണ്. അതിനപ്പുറത്ത് ഏതായാലും ആയിട്ടില്ല. ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട് ഈ മനുഷ്യന് എന്നത് ജഹാലത്താണ്. അത് സയൻസിൻ്റെ പേരിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ ഉണ്ടാക്കിയെടുത്ത ഒരു വിഡ്ഢിത്തമാണ്. മനുഷ്യൻ്റെ പ്രായം മനസ്സിലാക്കാൻ ഒരുപാട് കാലമൊന്നുമില്ല. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു 4-5 മാസം മുമ്പ് മസ്കത്തിൽ വെച്ച് പറഞ്ഞതിൻ്റെ ബാക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അന്ന് നാം പറഞ്ഞു വെച്ചിടത്തുനിന്ന് ഇന്ന് തുടങ്ങാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അതൊന്ന് പൂർത്തിയാവുമല്ലോ. അന്ന് ഈ സമയം ഒരു വലിയ വിഷയമാണ്. 1.5 മണിക്കൂർ കൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. നമുക്ക് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് പിറകോട്ട് സഞ്ചരിക്കുക, ചരിത്രം പഠിക്കാൻ. 1450 കൊല്ലം പിറകോട്ട് പോയാൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെത്തൂലേ? അത്രയല്ലേ കൊണ്ടുള്ളൂ. തൊട്ട് മുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകൻ ആരാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. എത്ര കൊല്ലം പിറകോട്ട് പോകണം ഈ 2000-ൽ നിന്ന്? 2000 കൊല്ലം. 2023 കൊല്ലം പിറകോട്ട് പോയാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലെത്തും. തൊട്ടുമുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. BC 2000 മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന കാലഘട്ടം. AD 2 കൂടി കൂട്ടിയാൽ 4000 കൊല്ലം. 2000-ൽ നിന്ന് 4000 കൊല്ലം പിറകോട്ട് പോയാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലെത്തും. തൊട്ടുമുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകൻ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. BC 4000 ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം. AD 2 കൂടി കൂട്ടിയ 6000. ആര്യവർഷം 6000 ആര്യവർഷം എന്ന് വെച്ചാൽ വർഷമുണ്ട് ആര്യന്മാർക്ക്. അത് ഇബ്രാഹിം നബീൻ്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിസ്തു വർഷം എന്ന് പറയും പോലെ ആര്യവർഷം ഇറാനികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറാൻ്റെ ഭാഗമാണല്ലോ ആര്യന്മാർ ഇന്ത്യയിലെ. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരാണ് ആര്യന്മാർ. അപ്പോൾ എത്ര കൊല്ലം? 6000 കൊല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് എത്തും. തൊട്ടുമുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകൻ ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. BC 7000. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ സംസ്കാരം എന്നും പറഞ്ഞ് മോഡേൺ ഹിസ്റ്ററിക്കാരൻ പഠിപ്പിക്കുന്ന ചരിത്രമുണ്ട്. BC 7000. അതിനൊക്കെ 2000 കൂടി കൂട്ടിയാൽ, AD 2000 കൂടി കൂട്ടിയാൽ 9000 കൊല്ലം. ഇനി നമുക്ക് ആരെയാണ് കിട്ടേണ്ടത്? നൂഹ് നബിക്ക് മുമ്പുള്ള ചരിത്രസന്ധിയിലെ പ്രവാചകൻ ആരാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പം നൂഹിൽ നിന്ന് ആദമിലേക്കുള്ള വഴിദൂരം കൃത്യമായ കണക്ക് കിട്ടൂല നമുക്ക്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ആദം നബിയിലേക്ക് അത്ര കാലമൊന്നും പോകാൻ പറ്റൂലല്ലോ. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 1ാമത്തെ നബിയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 4ാമത്തെ നബിയാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങളോ എത്രാമത്തെ നബിയാണ്? 1,24,000-ാമത്തെ നബി. നമ്മൾ വെറുതെ കണക്ക് പഠിച്ചിട്ടങ്ങ് വിട്ടാൻ പറ്റില്ലല്ലോ. നമുക്കും ചില കാൽക്കുലേഷനൊക്കെ വേണ്ടേ ചരിത്രപരമായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1,24,000-ാമത്തെ നബിയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അഷ്റഫുൽ ഖൽക്കിലേക്കുള്ള 1,23,996 പ്രവാചകന്മാർ വന്നത് വെറും 9000 കൊല്ലത്തിനുള്ളിലാണ്. നൂഹ്, ഷീസ്, ഇദ്രീസ്. നൂഹ് നബിൻ്റെ ആദം നബിൻ്റെ ഇടയിൽ ആകെ 2 പ്രവാചകന്മാരേ ഉള്ളൂ. ആദം നബി ഒരു നബി, ഷീസ് നബി, ഇദ്രീസ് നബി, നൂഹ് നബി. 4ാമത്തെ നബിയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 1ാമത്തെ റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ 1,23,996 നബിമാർ വരാൻ ആകെ എടുത്ത കൊല്ലം 9000 കൊല്ലം. 4 നബി വരാനാണോ ലക്ഷക്കണക്കിന് കൊല്ലം? വിഡ്ഢിത്തം പറഞ്ഞൊരു കണക്ക് വേണ്ടേ? സയൻസിൻ്റെ പേരും പറഞ്ഞിട്ട്. ജഹാലത്താണത്.
നാട്ടിൽ നിന്ന് എന്നോട് ചില ഇസ്ലാം പാർട്ടിക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെന്ത് വിഡ്ഢിത്തേ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാനെല്ലാം വിഡ്ഢിത്തം പറഞ്ഞു, നിങ്ങളല്ലേ ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ടി മനുഷ്യനെന്നും പറഞ്ഞിട്ട് ആദമിൻ്റെ പൂർവികനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിമ്പാൻസിയെയും ദിനോസറിനെയും അന്വേഷിച്ച് പോയവരല്ലേ നിങ്ങളൊക്കെ? ശാസ്ത്ര സാഹിത്യത്തൊക്കെ പരിഷത്തുകാരൻ്റെ പിറകെ പോയിട്ട്. നമുക്ക് പ്രമാണം ഖുർആനും ഹദീസും അല്ലേ? മാക്കാലല്ലാ ഒമാക്കാല റസൂലുള്ള, അള്ളീൻ റസൂലും പറഞ്ഞ അനുസരിച്ച് ചരിത്രത്തെ ഒരിക്കലും ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്നാമത്തെ ചരിത്രം ഇന്നല്ലാഹ അസ്തഫ ആദം വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ചരിത്രത്തിൻ്റെ 4 മേഖലകളെപ്പറ്റി നമുക്ക് വിശദീകരിച്ച് തന്നില്ലേ? ഒന്നാമത്തെ ചരിത്രം മനുഷ്യൻ്റെ ശൈശവഘട്ടമാണ്. ഇന്നല്ലാഹ അസ്തഫ ആദം, അള്ളാഹു ആദമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ഒന്നാം ഭാഗം, ഒന്നാം അധ്യായം അതാണ് ശൈശവഘട്ടം. നൂഹൻ, രണ്ടാമത്തെ ഘട്ടം നൂഹ് നബി മുതൽ തുടങ്ങുകയാണ്, ബാല്യഘട്ടം. മൂന്നാമത്തെ ഘട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങുകയാണ്, ഇമ്രാൻ്റെ കുടുംബത്തിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. 4ാമത്തെ ഘട്ടം വാല ഇബ്രാഹിമ വാല ഇമ്രാൻ അലൽ ആലമീൻ. വളരെ കൃത്യമല്ലേ ഖുർആൻ്റെ ഭാഷ? ഇതൊന്നും അറിയാത്ത മാതിരി പൊട്ടം കളി കളിച്ചിട്ട് ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ടി ഭൂമിയിൽ മനുഷ്യൻ എന്ന പറഞ്ഞ കള്ളത്തരം ആര് പ്രചരിപ്പിച്ചതാണ്? ഇതിന് നമ്മളെല്ലാം അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ തന്നെയും ഒരു കളവ് 1000 നാവുകളെ കൊണ്ട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ആ കളവ് സത്യമാണെന്ന് ആവർത്തിക്കുന്ന കൂട്ടത്തിലാണല്ലോ നമ്മളുള്ളത്, ഏത് വിഷയം എടുത്തു നോക്കിയാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏറി വന്നാൽ ഒരു 15,000 കൊല്ലം അത്രയും ഫ്രഷാണ് മനുഷ്യൻ. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അതുവരെ നാം അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എന്നുള്ള നിലക്കല്ല, രണ്ടാമത്തെ വിഷയം എന്നുള്ള നിലക്ക് തലക്കുന്ന തുടങ്ങിയാൽ പിന്നെയും അവിടെ തന്നെയാണ് എത്തുക. അത് എപ്പം തുടങ്ങിയാലും പിന്നെ അവിടെ തന്നെയാണ് എത്തുക, ബാക്കി പറയലേ ഉണ്ടാവില്ല ഒരിക്കലും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെത്തിച്ചു മനുഷ്യനെ ആകാശത്തിൽ നിന്ന്. മനുഷ്യൻ ആകാശ സൃഷ്ടിയാണെന്ന് നാം അന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കാറുണ്ട്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണം ആകാശത്തിലും പ്രത്യുൽപാദനം ഭൂമിയിലുമാണ്. ഇതാണ് ഖുർആന്റെ നസ്. ഉൽപ്പത്തി നിർമ്മാണം ആകാശത്തിൽ. ഇന്നാ ഖലഖ്ന, അല്ലാഹു തആല പറഞ്ഞു, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വ ഖലഖ മിൻഹാ സൗജഹ. ഒരു ശരീരം, അത് ആദമിൻ്റെ ശരീരം. സൗജഹ, അത് ഹവ്വാൻ്റെ ശരീരം. സൂറത്തുൻ നിസാ. അപ്പോൾ ആദ്യത്തെ 2 മനുഷ്യനെ അള്ളാഹു നിർമ്മിക്കുന്നത് ആകാശത്തിൽ വെച്ചാണ്. ആകാശത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് രൂപം നൽകുന്നത്. സൃഷ്ടിച്ചതിന് ശേഷം വഅല്ലമ ആദമൽ അസ്മാ, ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകിയത് ആകാശത്തിൽ വെച്ചാണ്. അതേപോലത്തെ സുമ്മ അറല്ലഹും അലൽ മലായിക്ക, മലക്കുകളുടെ മഹാസമ്മേളനത്തിൽ വെച്ച് ആദമിൻ്റെ പാണ്ഡിത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശനത്തിന് വെച്ചത് ആകാശത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം ആകാശത്തിൽ വെച്ചാണ്. അതേപോലെ തന്നെ ഖലഖ മിൻഹാ സൗജഹ, അത് കഴിഞ്ഞിട്ട് ആദമിന് വേണ്ടി ഒരു ഇണയെ നിർമ്മിച്ചത് ആകാശത്തിൽ വെച്ചാണ്. അങ്ങനെ 1ാം ഘട്ടം പൂർത്തിയായി. 2ാമത്തെ ഘട്ടം സ്വർഗത്തിലേക്കായി. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. ആദമും ഹവ്വാവും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സ്വർഗത്തിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഭൂമിയിലേക്ക് വരാനുള്ള റിഹേഴ്സൽ നടക്കുന്നത്, പരിശീലനം നടക്കുന്നത്, തർബിയത്ത് നടക്കുന്നത് സ്വർഗത്തിൽ വെച്ച്. ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭൂമിയിലേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അല്ലാഹു തആല. എന്താണ് യോഗ്യത? പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളതാണ് യോഗ്യത. 2 പേപ്പർ, 1 കൽപ്പനകൾ പൂർത്തിയാക്കുക, 2 നിരോധനം ഒഴിവാക്കുക. അല്ലാഹു തആല ഭൂമിയിൽ വന്നാൽ മനുഷ്യർ കേൾപ്പിക്കാൻ പോകുന്ന ജോലി അതാണ്. ഭൂമിയിൽ വന്നാൽ മനുഷ്യർ കേൾപ്പിക്കാൻ പോകുന്ന ജോലി അതാണ്. ഉഅ്ബുദൂ റബ്ബക്കും യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. നിങ്ങൾ നിങ്ങളെ റബ്ബിന് മാത്രമായിരിക്കണം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത്. എന്താണ് ചെയ്യുക? ഇംതിസാലു അവാമിരിഹി, 1 അള്ളാൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുക, 2 വജിത്തിനാബു നവാഹിഹി, അള്ളാഹു നിരോധിച്ചതിനെ ഒഴിവാക്കുക. ഇതാണ് ഭൂമിയിൽ വന്നിട്ട് ചെയ്യേണ്ട ജോലി. അതിൻ്റെ പരിശീലനമായിരുന്നു സ്വർഗത്തിൽ വെച്ച് നടന്നത്. അല്ലാഹു തആല കൽപ്പിച്ചു, കുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ. ഒരു ഏരിയ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇഷ്ടം പോലെ തിന്നോ, ആ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, ഇഷ്ടം പോലെ കുടിക്കാം, സൗകര്യം പോലെ. റഗദൻ ഹൈസു ശിഅ്തുമ, ഉദ്ദേശിക്കുന്ന രീതിയിൽ തിന്നോ. കൽപ്പന, ഓർഡറാണ്. ഉടൻ തന്നെ നിരോധനം വന്നു ഇപ്പുറത്ത്. ഫലാ തഖറബ ഹാദിഹി ഷജറ, ഈ ഏരിയയിലേക്ക് പോകണ്ട, ആ മരത്തിനടുക്കണ്ട, ആ പഴം തിന്നണ്ട, അത് തിന്നോ, ഇത് തിന്നണ്ട. രീതി മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ് സ്വർഗത്തിൽ അല്ലാഹു തആല ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിലേക്ക് അയച്ചത് പ്രതിഫലം കൊടുക്കാനൊന്നുമല്ല, സൽക്കർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ടൊന്നുമല്ല. ഭൂമിയിലേക്ക് വന്നാൽ ചെയ്യേണ്ട ജോലിക്ക് പരിശീലനം നൽകാനാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതൊക്കെ അല്ലാഹു നന്നായിട്ട് അറിയുന്നവനാണ്. ഹക്കമുൽ ഹാക്കിമീനാണ് അവൻ. അല്ലാഹുവിൻ്റെ ഹിക്മത്ത് ഭയങ്കരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരെ അതിന് യോഗ്യത ഉണ്ടാക്കിയെടുക്കുകയാണ്, ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്താ ഉത്തരവാദിത്വം? കൽപ്പന പൂർത്തിയാക്കി, അതിൽ അനുസരണം പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പൂർത്തിയാക്കി. തിന്നണ്ടെന്ന് പറഞ്ഞതും തിന്നു, തിന്നോളി എന്ന് പറഞ്ഞതും തിന്നു, തിന്നണ്ടെന്ന് പറഞ്ഞതും തിന്നു. എന്നുവെച്ചാൽ നിരോധനം ഒഴിവാക്കുന്നതിൽ ഫെയിലായി.
0 മാർക്കിൽ പൊട്ടി രണ്ടാമത്തെ പരീക്ഷയിൽ. ഫസ്റ്റ് പേപ്പറിൽ 100 മാർക്കിൽ ജയിച്ചു ആദം ഹവ്വ, രണ്ടാമത്തെ പേപ്പറിൽ 0 മാർക്കിൽ പൊട്ടി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു ഇഹ്ബിതു ഫിൽ അർള്, അടുത്ത ജോലി ഭൂമിയിലാണ്. രണ്ടാമത്തെ പേപ്പർ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എഴുതിയെടുത്താൽ മതി. ഇത്ര കൃത്യമാണ് ഭൂമിയിലേക്ക് മനുഷ്യൻ വന്ന ചരിത്രം. നമ്മളെന്തിനാ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് കുടിക്കാൻ പോകുന്നത്? ഇസ്ലാം പാർട്ടിക്കാർക്ക് അത് ആവശ്യമാണ്. അവർക്ക് ദീനുൽ ഇസ്ലാമിനെ രാഷ്ട്രീയ പാർട്ടിയാക്കണമെങ്കിൽ കള്ളത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിപ്പിച്ചിട്ട് സമൂഹത്തിൻ്റെ തലച്ചോറിൻ്റെ അകത്ത് വിഡ്ഢിത്തം കയറ്റിയെടുക്കണം. എന്നാലേ സമൂഹം കൊടി പിടിക്കാൻ നിൽക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സെൽഫികളെ സംബന്ധിച്ചിടത്തോളം ആരും കൊടി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബൗദ്ധികതയെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് അതിൻ്റെ ഇടയിൽ ബുർഹാനാത്തുകൾ, അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾ, ഖുർആനും നസ്സുകൾ അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത് നാളത്തേക്ക് വേണ്ടി ഒരുങ്ങുക. അതെ, ആദം ഹവ്വ ദമ്പതിമാർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ ഒരുക്കം പൂർത്തിയായി. ഇതാണ് സലഫിയത്ത്. സലഫിയത്തിന് ദുനിയാവുമായിട്ടല്ല ബന്ധം, ഖബർ മുതലങ്ങോട്ടാണ് ബന്ധം. ദീനുൽ ഇസ്ലാമിൻ്റെ ബന്ധം ഖബർ മുതലങ്ങോട്ടാണ് തുടങ്ങുന്നത്. ഇസ്ലാമിക സമൂഹത്തിന് അതിൻ്റെ ആനുകൂല്യം പറ്റുന്നത് ഖബർ മുതലങ്ങോട്ടാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാമില്ലാത്തവനിക്ക് നഷ്ടം എവിടെയാണ്? ആഖിറത്തിലാണ്. ദുനിയാവിൽ എന്താണ് നഷ്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, ഭാര്യയെയും കൂട്ടിയിട്ട് ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ഇഹ്ബിതു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ പോയിക്കൊള്ളുക. ലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ. ഓ ആദം, താമസിക്കാനുള്ള സൗകര്യവും തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാടും നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മെനക്കെടേണ്ട, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ ജോലിക്കയക്കുകയാണ് ഞാൻ. ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മുതലാളിൻ്റെ ഉത്തരവാദിത്തമാണ്. താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മുതലാളിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അല്ലാഹു തആല വളരെ കൃത്യമായി ആദം ഹവ്വ ദമ്പതിമാരെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലക്കും ഫിൽ അർളി മുസ്തഖർ, താമസിക്കാനുള്ള സൗകര്യം. മത്താ, തിന്നാനും കുടിക്കാനുള്ള ഏർപ്പാട്. മത്താ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ്? മത്താ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ്? സാധ്യത കുറവാണ്. വലിൽ മുത്തല്ലഖാത്തി മത്താഉം ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. ഒരു ശരീഅത്ത് സംവാദം കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ? കേട്ടിട്ടില്ലേ? അതിൽ മത്താ ആണ് വിഷയം. സുപ്രീം കോടതി വിധിച്ചു, തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിന് മരിക്കുന്നത് വരെ ചെലവ് കൊടുക്കണം. ജീവനാംശത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാണ് മത്തായ്. മത്തായ് എന്ന് വെച്ചാൽ തിന്നാനും കുടിക്കാനുള്ള സാധനത്തെ അർത്ഥമുള്ളൂ. അത് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കണം. അതിൽ ശരീഅത്തിലില്ലാത്ത നിയമം സുപ്രീം കോടതി അന്ന് പറഞ്ഞു. മരിക്കുന്നത് വരെ കൊടുക്കണമെന്ന് ഇല്ല. 3 മാസത്തേക്ക് കൊടുക്കാനേ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളൂ. ഇദ്ദ പീരീഡ്, ഇദ്ദ കഴിയുന്നത് വരെ കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് പിന്നെ മരിക്കുന്നവരെ കൊടുക്കണം, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കുന്നവരെന്ന് പറഞ്ഞപ്പോഴാണ് ശരീഅത്ത് സംവാദം ഉണ്ടായത്, പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പം മത്തായ് ഖുർആനിൽ ഉപയോഗിച്ച വാക്കാണ്. അദ്ദുന്യ മത്തായ്, ഈ ദുനിയാവ് തൽക്കാലത്തേക്ക് തിന്നാനും കുടിക്കാനുള്ള സ്ഥലമാണ്. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറഞ്ഞു അദ്ദുന്യ മത്തായ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ് മനുഷ്യന്റെ തുടക്കക്കാരെ. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി, നിർമ്മാണവും പരിശീലനവും ആകാശത്തിലാണ്. പിന്നെ എങ്ങനെയാ ഭൂമിയുടെ സൃഷ്ടിയാണെന്ന് മനുഷ്യനെ സംബന്ധിച്ച് പറയുക? ഭൂമിയുടെ സൃഷ്ടിയാണ് മനുഷ്യരെന്ന് പറയുന്നത് ഖുർആന്റെ നസ്സിനെതിരാണ് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആന്റെ നസ്, നമുക്ക് ഖുർആൻ, പരിശുദ്ധ ഖുർആനും സുന്നത്തുമാണ് നാം ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനെയും സുന്നത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഏത് വിഷയത്തെയാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കിതാബുകളെ മാറ്റിവെച്ചുകൊണ്ട് സ്വയം ചർച്ച ചെയ്യാൻ മെനക്കെട്ടപ്പോഴല്ലേ ഈസ നബിന്റെ ആൾക്കാർ ക്രിസ്ത്യാനികളായത്? അതുകൊണ്ടല്ലേ മൂസ നബിന്റെ ആൾക്കാർ ജൂതന്മാരായത്? അതുകൊണ്ടല്ലേ ദാവൂദ് നബിന്റെ ആൾക്കാർ മജൂസികളായത്? അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആൾക്കാർ ആര്യന്മാരായത്? അതുകൊണ്ടല്ലേ നൂഹ് നബിന്റെ ആൾക്കാർ ദ്രാവിഡന്മാരായത്? കിതാബുകളെയും സുഹഫുകളെയും മാറ്റിവെച്ച് സ്വന്തം താല്പര്യമനുസരിച്ച് ദീനിനെ അളക്കാൻ തുടങ്ങിയപ്പോഴല്ലേ അവരെല്ലാം അപ്പുറത്തേക്ക് പോയത്? മുഹമ്മദ് നബിന്റെ ആൾക്കാർ ഷിയാക്കളുമായി. എന്താ കാര്യം? പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മാറ്റിവെച്ച് പുരോഹിതന്മാരുടെ താല്പര്യം അനുസരിച്ച് ദീൻ പറയാൻ തുടങ്ങിയപ്പോൾ ഷീഈ മതമുണ്ടായി. അതൊരു മതമാണ്. ഷീയത്തൊരു മതമാണ്. ഇസ്ലാമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു മതമാണ് ഷീയത്ത്. എന്താണ് അക്കാര്യത്തിൽ സംശയം? ഇസ്ലാമിനെ മനസ്സിലാകാത്തോണ്ടല്ലേ നമുക്ക് സംശയം വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് കൊടുക്കാൻ വെച്ചതല്ല നുബുവത്ത്, അലിയിന് കൊടുക്കാൻ വെച്ചതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറഞ്ഞ് ജിബ്രീൽ മാറിപ്പോയതാണ്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ ജിബ്രീലിനെ സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അവർ ജിബ്രീലിനെ കളവാക്കി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ വിശദീകരണം നടത്തിയിട്ടില്ലേ? എന്താണ് ഇതിന്റെ കാരണം? ജിബ്രീലിന് തെറ്റിപ്പോയതാണ്, ജിബ്രീലിന് മാറിപ്പോയതാണ്, അലിയിന് കൊടുക്കേണ്ടത് മുഹമ്മദ് നബിക്ക് കൊടുത്തതാണെന്ന്. അപ്പോൾ തന്നെ കാഫിറായില്ലേ? പിന്നെ ഷീയത്തിന് എങ്ങനെയാണ് വെള്ളപൂശാൻ സാധിക്കുക?
അടിസ്ഥാനപരമായിട്ട് തന്നെ ഷിയത്ത് കുഫറിലല്ലേ? പിന്നെ വെള്ളം പൂശാൻ നിൽക്കുന്നത് എന്തിനാണ്? നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സമൂഹത്തെ നല്ലവരും മുടക്കുള്ളതാക്കുന്നതല്ല, പ്രമാണം അനുസരിച്ച് സംസാരിക്കുകയും, മാക്കാലനുസരിച്ച് സംസാരിക്കുകയും, ഒമാക്കാല റസൂലിനനുസരിച്ച് സംസാരിക്കുകയും. അതാണ് സലഫിയത്തിന്റെ രാജപാത. അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 100 കൊല്ലം നാം ചെയ്തത് അതാണ്. ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ നമുക്ക് ചെയ്യാനുള്ളതും അതാണ്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ ദമ്പതിമാരെ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടു. ജീവിക്കാൻ വേണ്ടിയിട്ട് സന്ദർഭത്തിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വഅദ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ വിഷയം ഇനി തുടരേണ്ടത്. ഭൂമിയിൽ അല്ലാഹു തആല 2 കാര്യങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഒന്ന്, ഭൂമിയിൽ മരിക്കുന്നത് വരെ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ ആവശ്യങ്ങൾ പൂർത്തിയാവണം. രണ്ടാമത്തത്, മരണത്തിന് ശേഷം രക്ഷപ്പെടണമെങ്കിൽ ആദർശം വേണം. ആ ആദർശവും ഭൂമിയിൽ പൂർത്തിയാവണം. അപ്പോൾ 2 കാര്യങ്ങൾ, ആവശ്യങ്ങളും ആദർശവും. ഇത് രണ്ടും ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല തർത്തീബാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ആവശ്യങ്ങളാണ്. ആവശ്യങ്ങളെ അല്ലാഹു തആല തർത്തീബാക്കിയത് എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്? ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളെ സപ്ലൈ ചെയ്യുന്നതിന് അല്ലാഹു തആല ഇസ്ലാമിയത്ത് നിബന്ധനയാക്കി വെച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആവശ്യങ്ങൾ മനുഷ്യർക്കുള്ളതാണ്. മതപരമായിട്ട് ഒരു മുസ്ലിമായ ദാഹം എന്നാരും പറയാറില്ല, ക്രിസ്ത്യാനിയായ വിശപ്പ് എന്നാരും പറയാറില്ല, ഹിന്ദുവായ രോഗം എന്നാരും പറയാറില്ല. ആവശ്യ പൂർത്തീകരണവും ആവശ്യങ്ങളും മനുഷ്യനുമായിട്ടാണ് ബന്ധം, ഇൻസാനിയത്തുമായിട്ടാണ് ബന്ധം. അതിന് ഇസ്ലാമിയത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എന്തിനാണ്? ഇൻസാനിയത്തുമായിട്ടാണ് എനിക്ക് ബന്ധം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ അല്ലാഹു തആല സംവിധാനിച്ചു. ഖുർആനല്ലേ, ലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ. ആവശ്യ പൂർത്തീകരണത്തിനുള്ള മെറ്റീരിയൽസിന്റെ മാലിക് അല്ലാഹുവാണ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വമൻ ഫീഹിൻ. ഇവിടുത്തെ സകല വസ്തുവിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഒരു മാവ് അത് അല്ലാഹുവിൻ്റെതാണ്. ആ മാവിൽ കായ്ക്കുന്ന മാങ്ങ അല്ലാഹുവിൻ്റെതാണ്. നിഷേധിക്കാൻ ഒക്കുമോ? അല്ലെങ്കിൽ പിന്നെ ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ എന്നുള്ള ആയത്തിന്റെ അർത്ഥം എന്താണ്? സൂറത്തു യാസീന്റെ അവസാനത്തെ ആയത്ത് എന്താണ്? ബിയദിഹി മലക്കൂത്തു കുല്ലി ഷൈ. കുല്ലി ഷൈ. അറബി രാജ്യത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് കൂടുതലൊന്നും അറബീന്റെ അർത്ഥം അങ്ങനെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കുല്ലി ഷൈ, സകലത്തിന്റെയും മാലിക് അല്ലാഹുവാണ്. വ ഇലൈഹി തുർജഊൻ, എല്ലാം മടങ്ങിച്ചെല്ലുന്നതും അല്ലാഹുവിലേക്കാണ്. ഇല്ലേ, ഇവിടുത്തെ ഈച്ചയും പാറ്റയും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാവൂലേ? നാളെ എല്ലാറ്റിനെയും അള്ളാഹു തആല ഹാജരാക്കൂലേ? എന്താണ് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്നുള്ള ആയത്തിന്റെ അർത്ഥം? യൗമൈദിൻ, അന്നത്തെ ദിവസം, ഖിയാമത്ത് നാളിന്റെ ദിവസം, വിചാരണന്റെ ദിവസം. തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിക്ക് പറയാനുള്ളത് ഭൂമിയെ അള്ളാഹു തആല പറയിപ്പിക്കും. സഹാബാക്കൾ ചോദിച്ചു, മാ അഖ്ബാറുഹ യാ റസൂലല്ലാഹ്, ഭൂമിക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ജീവിച്ചൊരു മനുഷ്യനായ അടിമ, അല്ലെങ്കിൽ ഒരു അടിയാത്തി, അവൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുപയോഗിച്ചു, അവിടെ ഈച്ചയും പൂച്ചയും അതേപോലെ തന്നെ വണ്ടി ജന്തു ജീവി പ്രാണികളും പക്ഷി പർവ്വജാതികളും സസ്യലതാദികളും ഉണ്ടാകും. അതിന് മുഴുവനും അല്ലാഹു നാളെ ആഖിറത്തിൽ സാക്ഷിയായിട്ട് വിസ്തരിക്കും. അന്നാ ഈച്ച പറയും, ഇന്ന സ്ഥലത്ത് വെച്ച് ഇവൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ എന്ന്. ആ പൂച്ച പറയും, അല്ലെങ്കിൽ ആ പ്രാണി പറയും, ആ ഉറുമ്പ് പറയും, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന്. നിസ്സാരമല്ല കൂട്ടരെ അള്ളാഹുവിന്റെ സംവിധാനം. ഇവിടെ ഒമാനിൽ വന്ന്, സീബ് വർക്കസിൽ വന്ന്, സീബിൽ സെന്ററിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ഇവിടുത്തെ ഈച്ച പൂച്ച, ഇവിടുത്തെ വണ്ടി ജന്തു പ്രാണികൾ, ഈ വസ്തുക്കൾ മുഴുവനും സാക്ഷിയാണ്. ഇതൊക്കെ നാളെ ആഖിറത്തിൽ അള്ളാഹിനോട് പറയും, ഇന്നാള് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നവരെ കൂട്ടിയിട്ട് ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഹാദിഹി അഖ്ബാറുഹ, അതാണ് ഭൂമിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറ എന്നുള്ള ആയത്തിന്റെ തഫ്സീറായിട്ട്. അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ തമാശയാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞതല്ലേ, ഇതൊന്നും തമാശയായിട്ട് സൃഷ്ടിച്ചതല്ല ഞാൻ. മാ ഖലഖത ഹാദാ ബാത്തില, ഈ ദുനിയാവിന്റെ സംവിധാനങ്ങളൊന്നും തമാശയല്ല, എല്ലാം കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുക നാളെയാണ്. അന്ന് മനസ്സിലാകും ഇത് എന്തിനു തുടങ്ങി എന്തിനു അവസാനിച്ചു എന്ന്. അതല്ലേ അല്ലാഹു തആല പറഞ്ഞ കാര്യം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ, ഭക്ഷണം വേണം, വിശക്കുന്നവനിക്ക് ഭക്ഷണം വേണം, ദാഹിക്കുന്നവനിക്ക് വെള്ളം വേണം, മാനം മറക്കാൻ വസ്ത്രം വേണം, പ്രായമെത്തിയാൽ കല്യാണം വേണം, കല്യാണം കഴിച്ചാൽ മക്കൾ വേണം, മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു വീട് വേണം, വീടും താമസമൊക്കെ ആയാൽ ജീവിക്കാൻ ഒരു ജോലി വേണം, ഒരു കച്ചവടം വേണം. ഇതൊക്കെയാണ് ആവശ്യങ്ങൾ.
ഈ ആവശ്യങ്ങളെ ഭൂമിയിൽ അല്ലാഹു തആല പരിഗണിക്കുന്നത് ഇസ്ലാമിനെ അംഗീകരിച്ചുകൊണ്ടാണോ ഇൻസാനെ അംഗീകരിച്ചുകൊണ്ടാണോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വിഷയം. ആദർശത്തെ അംഗീകരിച്ചുകൊണ്ടാണോ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണോ? ഇത് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമും ദുനിയാവെല്ലാം കൂടി അവിടെ കൂട്ടിക്കൊളങ്ങിയിട്ട് നമ്മളെല്ലാം കൂടി കൊളാക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അന്നും ഇന്നും ചോദിക്കുന്ന വിഷയം ഇതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നത് അള്ളാഹുവാണ്, ആണോ അല്ലയോ? സംശയം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. പിന്നെ ഞാൻ പോയതിനു ശേഷം അങ്ങനെ തോന്നിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, അല്ലെങ്കിൽ അല്ലാന്ന് പറ. ആണെങ്കിൽ സമ്മതിച്ചേ പറ്റൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിന് എന്താണ് അർത്ഥം? ആണ്, തീർച്ചയായിട്ടും ആണ്. ഈ വസ്തുക്കളെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മനുഷ്യർക്കിടയിൽ സപ്ലൈ ചെയ്യുന്നത് അള്ളാഹുവാണ്. എന്താണ് തെളിവ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട് നമ്മളോട് ഓരോ കാര്യവും അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നത് അള്ളാഹുവാണ്. മുസ്ലിമിന് വേണ്ടിയാണോ മനുഷ്യന് വേണ്ടിയാണോ? ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി തന്നിട്ടുണ്ട്. മുസ്ലിമിന് വേണ്ടിയോ അതോ മനുഷ്യർക്ക് വേണ്ടിയോ? അല്ലാഹു തആല ആകാശത്തെ മേൽക്കൂരയാക്കിയത് ഇസ്ലാമിയത്തിനെ പരിഗണിച്ചുകൊണ്ടാണോ ഇൻസാനിയത്തിനെ പരിഗണിച്ചുകൊണ്ടാണോ? പ്രയോഗം മനസ്സിലാകുന്നുണ്ടല്ലോ. ഇസ്ലാമിയത്ത് മീൻസ് ആദർശം നോക്കിയിട്ട്, ഇൻസാനിയത്ത് മീൻസ് അസ്തിത്വം നോക്കിയിട്ട്. അല്ലാഹു തആല വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് മഴയിറക്കുന്നവൻ അല്ലാഹുവാണ്. ഇസ്ലാമിയത്ത് നോക്കിയിട്ടാണോ ഇൻസാനിയത്ത് നോക്കിയിട്ടാണോ? മുസ്ലിങ്ങൾക്ക് മാത്രമാണോ മഴക്ക് ബാധകം? മഴ പെയ്യുമ്പോൾ കായ്കനികൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി, പച്ചക്കറികൾ ഉണ്ടാകാൻ തുടങ്ങി, സസ്യജലാദികളൊക്കെ വളരാൻ തുടങ്ങി. റിസ്ഖല്ലക്കും, നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാനിയത്തിനെ പരിഗണിച്ചിട്ടാണോ അതോ ഇസ്ലാമിയത്തിനെ പരിഗണിച്ചിട്ടാണോ? ഇൻസാനിയത്തിനെ പരിഗണിച്ചിട്ടാണ്. സംശയമുണ്ടോ അക്കാര്യത്തിൽ ആർക്കെങ്കിലും? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ചെയ്തൊത്ത സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഉദാഹരണമായിട്ട് പറയാറുണ്ടല്ലോ. ബിസ്മി ചൊല്ലി വിവാഹം കഴിക്കുന്നു ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, ഒരു മുവഹിദ്. ബിസ്മി ചൊല്ലി ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് കല്യാണം കഴിക്കുന്നു. സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ അള്ളാഹു നൽകുന്നു. അള്ളാഹു ഇവർക്ക് സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ നൽകുന്നത് ശരീഅത്തനുസരിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിലാണോ അതോ ഇവന്റെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണോ? ഞാൻ എന്റെ ചോദ്യം മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് ഒരു മുസ്ലിമായ ഒരുത്തൻ ശരീഅത്തനുസരിച്ചാണല്ലോ കല്യാണം കഴിക്കുക, ബിസ്മി ചൊല്ലിയിട്ടാണല്ലോ കല്യാണം കഴിക്കുക. അവർക്ക് നല്ല സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ അല്ലാഹു തആല കൊടുക്കുന്നു. ഇവൻ ശരീഅത്തനുസരിച്ച് കല്യാണം കഴിച്ചവനാണ്, ഇസ്ലാമിയത്തനുസരിച്ച് കല്യാണം കഴിച്ചവനാണ്. അതുകൊണ്ടാണ് അവനിക്ക് സൗന്ദര്യമുള്ള മക്കളെ കിട്ടിയത് എന്ന് അള്ളാഹുവിനെ പറ്റി പറയാൻ പറ്റുമോ? അത് അള്ളാഹുവിനെ പറ്റി പറയുന്ന കളവായിരിക്കും. ഒരു ക്രിസ്ത്യാനി കല്യാണം കഴിക്കുന്നത് യേശുവിനെ വിളിച്ചിട്ട് കല്യാണം കഴിക്കുന്നത് ചർച്ചിൽ വെച്ച്. അവനിക്കും സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. നമ്മൾ എന്നും സമൂഹത്തോട് പറയുന്ന വിഷയം ഇതാണ്. ഒരു ക്രിസ്ത്യാനി യേശുവിനെ വിളിച്ചിട്ട് കല്യാണം കഴിക്കുന്നു. യേശുവാണോ എനിക്ക് മക്കളെ കൊടുക്കുന്നത്? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഈച്ചയെ നിർമ്മിക്കാൻ കഴിവുള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ? നബി ആയാലും ശരി, റസൂലായാലും ശരി, വലിയായാലും ശരി, ശൈഖായാലും ശരി, ഒരു ഈച്ചയെ നിർമ്മിക്കാൻ കഴിവുള്ളവനുണ്ടോ? വെല്ലുവിളിച്ചല്ലോ അല്ലാഹു തആല. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യ സമൂഹമേ, ളുരിബ മസലുൻ, നിങ്ങൾക്ക് ഞാനൊരു ഉപമ പറഞ്ഞു തരാം. ഫസ്തമിഊല, ശ്രദ്ധിച്ച് കേട്ടോളണം. എന്നിട്ട് അല്ലാഹു തആല വിഷയം പറയുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമൂഹമുണ്ടല്ലോ, നബിമാര്, റസൂലുകള്, വലിയകള്, ഷെയ്ഖുകള്, മരിച്ചുപോയ മനുഷ്യര്, ജീവിച്ചിരിക്കുന്ന ജിന്നുകള്, അങ്ങനെ നിങ്ങൾ ആവശ്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഖുർആൻ ലൻ യഖ്ലുഖൂ, അവരെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയില്ല. ദുബാബ അറിയാലോ, ഒരു ഈച്ചയെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരാളല്ല, എല്ലാ നബിമാരും 1,24,000 നബിമാരും ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി. അതിന് 313 മുർസലീങ്ങളും ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി. അവരെ കൂട്ടത്തിൽ കോടിക്കണക്കിന് വരുന്ന ഔലിയാക്കളും കൂടി, എല്ലാ മലക്കുകളും കൂടി അങ്ങനെ ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി. എന്നാലും
ഒരു ഈച്ചയെ നിർമ്മിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും സാധിക്കൂല അവരെ കൊണ്ടൊരു ഈച്ചയെ നിർമ്മിക്കാൻ. നിർമ്മിക്കലിരിക്കട്ടെ കൂട്ടരെ, നിങ്ങൾ നിങ്ങളെ തങ്ങള് മരിച്ചു കിടന്നിടത്ത് നിങ്ങൾ പായസം കൊണ്ട് കൊടുക്കുന്നു, നിങ്ങൾ പഴം പൂങ്ങിക്കൊണ്ട് കൊടുക്കുന്നു, നിങ്ങൾ അപ്പം ചുട്ടുകൊണ്ട് കൊടുക്കുന്നു ജാറത്തില്. ആ ജാറത്തിൽ കൊണ്ടുവച്ച് കൊടുക്കുന്ന അപ്പം ഈച്ച വന്നിട്ട് തിന്നുന്നു. ആ ഈച്ചയെ ഒന്ന് തട്ടാനും കൂടി നിങ്ങളെ ഈ തങ്ങന്മാർക്ക് കഴിയില്ല. ഖുർആനാണ് കൂട്ടരെ. അതിൽ നിന്നൊരു വസ്തു ഈച്ച തട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ഈച്ചയെ ഒന്ന് പിടിച്ചു വെക്കാനും കൂടി ഈ മരിച്ചു കിടക്കുന്ന തങ്ങൾക്ക് കഴിയില്ല. പിന്നെയാണോ നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ തങ്ങൾക്ക് കഴിയുക? ആരാ ചോദിക്കുന്നത്? ഏതെങ്കിലും മൊല്ലയല്ല ചോദിക്കുന്നത്, അള്ളയാ ചോദിക്കുന്നത് നമ്മളോട്. അള്ളാഹു അല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, ഷെയ്ഖുകളെ, വലിയുകളെ, ബീവികളെ, ബാവകളെ, ജിന്നുകളെ, മലക്കുകളെ, നബിമാരെ, മുർസലീങ്ങളെ, ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒന്നിക്കിൽ നിദ്ദൻ അള്ളാഹ്ക്ക് പകരക്കാരായിട്ട്, ഔ ശരീക്കൻ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട്, ഔ ലഹീറൻ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സഹായിയായിട്ട്, ഔ ഷഫീൻ അല്ലെങ്കിൽ അള്ളാഹിനോട് ശുപാർശ പറയുന്നവരായിട്ട്, ഔ വസീലൻ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇടയാളായിട്ട് ഈ ഏതെങ്കിലും രീതിയിൽ ഒരു ഈച്ചയെങ്കിലും നിർമ്മിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നു അല്ലാഹു തആല. അപ്പൊ ഉറപ്പാണ്, യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. സംശയിച്ചാൽ അപ്പം കാഫിറാവും. ഒരു മുസ്ലിം സംശയിച്ചു, ഓനിക്ക് അള്ളാഹ് തന്നെ ആയിരിക്കോ, യേശു ആയിരിക്കോ, സംശയിച്ചാൽ അപ്പം തന്നെ കാഫിറാവും, അപ്പം ഈമാൻ ബാത്തിലാവും. തൊട്ടടുത്ത് ഒരു ഹിന്ദു മതസ്ഥൻ അമ്പലത്തിലോ കാവിലോ ചെന്നിട്ട് ദേവീദേവന്മാർക്ക് പ്രസാദം നൽകിയിട്ടാണ് കല്യാണത്തിൽ ഏർപ്പെടുന്നത്. അവനിക്കും സൗന്ദര്യമുള്ള മക്കളെ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. എത്ര വലിയവനാണ് അള്ളാഹു! നിങ്ങൾ ആലോചിച്ചൊക്കെ. എന്താ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാത്തെ? വല്ലപ്പോഴും അള്ളാഹു അക്ബർ എന്ന വാക്കിന്റെ ഉള്ളകം മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാനല്ലേ പഠിച്ചിട്ടുള്ളൂ. അള്ളാഹുവിൽ അക്ബറിന്റെ ആ അക്ബരിയത്ത്, ആ കിബിരിയാ, അതിനെപ്പറ്റി വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ആരാണ് അള്ളാഹ്? വലിയവൻ. എന്ത് വലിയവൻ? മലയാളത്തിൽ വലിയവൻ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഉറുദുക്കാർ പിന്നെയും അല്ലാഹ് സബ്സെ ബഡാഹെ എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു പെസർമയുണ്ട്. വലിയവൻ എന്ന് പറയുമ്പം അളന്ന് നോക്കാൻ വേണ്ടിയിട്ട് മീറ്റർ പോലും കൊടുത്ത് വരും പിള്ളേർ. തൊട്ടപ്പുറത്തൊരു നിരീശ്വരവാദി. ഹെൽത്തിലും വെൽത്തിലുമാണ് അവന്റെ വിശ്വാസം, സമ്പത്തിലും അധികാരത്തിലുമാണ് അവന്റെ വിശ്വാസം. സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടുമാണ് കാര്യങ്ങൾ നടക്കുക എന്ന് വിശ്വസിച്ച് സമ്പത്തും അധികാരവും ഉണ്ടാക്കിയെടുക്കാൻ പാവപ്പെട്ട സാധാരണക്കാരനെ പുരോഹിതന്മാര് വലം വെച്ച് അധികാരി വർഗത്തിന്റെ കീഴിൽ അടിമകളാക്കി നിർത്തുന്നവരാണ് നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ. ഏറ്റവും വലിയ അടിമത്വം അതാണ്. ഏറ്റവും വലിയ അടിമത്വം അധികാരി വർഗത്തിന്റെ കീഴിൽ അടിമകളാക്കി വെക്കുക എന്നതാണ് ഏറ്റവും വലിയ അടിമത്വം. ആ അടിമത്വം വിശ്വസിക്കുന്ന ഒരാൾ പാർട്ടി ഓഫീസിലെ മാലയിട്ട് കല്യാണം കഴിക്കുന്നു, നിരീശ്വരവാദി അല്ലേ? ഏത് ദൈവം എന്ത് ദൈവം എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഓഫീസിന്റെ മാലയിട്ടിട്ടല്ല കല്യാണം കഴിക്കാവൻ. രജിസ്റ്റർ കല്യാണം ഇല്ലേ? അത് അഹമ്മദ് ആയാലും ശരി, കുഞ്ഞിരാമൻ ആയാലും ശരി, വർഗീസ് ആയാലും ശരി, മുഹമ്മദ് ആയാലും ശരി, ആരായാലും ശരി, അവനിക്കും സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. ആണോ അല്ലയോ? എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? അഷ്റഫുൽ ഖൽഖും സഹാബാക്കളും പഠിപ്പിച്ചെന്ന അഖീദ എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്? ഈ നിരീശ്വരവാദിക്കും സൗന്ദര്യമുള്ള ആൺപെൺമക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. അത് അംഗീകരിച്ചു കൊടുക്കൽ നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. തൊട്ടപ്പുറത്ത് ഷീഈ മതക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ ബാത്തിലാക്കിയവൻ, തരീഖത്തുകളെ കൊണ്ടും സൂഫി ഷെയ്ഖുകളെ കൊണ്ടും മുഹമ്മദുർ റസൂലിനെ കൊടുത്ത ഷഹാദത്തിനെ ബാത്തിലാക്കിയവൻ, അവനെയാണ് നാം ഷിയാക്കൾ എന്ന് പറയുന്നത്. ആ ബാത്തിലാക്കൽ പ്രക്രിയ വ്യത്യസ്ത ഘട്ടത്തിലാണ്. കേരളം തൊട്ടങ്ങ് ഇറാൻ വരെ നീണ്ടു കിടക്കുകയാണ് ഷീഇയ്യത്തിന്റെ മതശൃംഖല. 40,000-ഓളം വരുന്ന ജാറങ്ങൾ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവരാണ് ഭൂലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന് പേര് പറയപ്പെടുന്നവർ. ആയിരക്കണക്കിന് തരീഖത്തുകളെ വെച്ചുകൊണ്ട് മുഹമ്മദി റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഷിയാക്കൾ. അതങ്ങ് ഇറാൻ തൊട്ടിന്ന് കേരളം വരെ. ഇനിയും കൂടി വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതെ, കാരന്തൂർ തൊട്ട് ടെഹ്റാൻ വരെ നീണ്ടു കിടക്കുന്ന ഷീഇയ്യത്ത്, അതേപോലെ തന്നെ ചേളാരി തൊട്ട് യമൻ വരെ നീണ്ടു കിടക്കുന്ന ഷീഇയ്യത്ത്, അതേപോലെ തന്നെ മൂത്തേടം തൊട്ട് ടെല്ലവീവ് വരെ നീണ്ടു കിടക്കുന്ന ഷീഇയ്യത്ത് നിഷേധിക്കാൻ ഒക്കുമോ? ഈ ഷീഇയ്യത്തിന്റെ ശൃംഖല നിഷേധിക്കാൻ ഒക്കുമോ കൂട്ടരെ?
ഭൂലോകത്ത് നീണ്ട് പരന്ന് ഹോട്ട്ലൈൻ കിടക്കുകയല്ലേ. ആർക്കും വിഷയമല്ല. അള്ളാഹിനെ ചീത്ത പറഞ്ഞാലും വിഷയമല്ല, അള്ളാഹ് റസൂലിനെ ചീത്ത പറഞ്ഞാലും വിഷയമല്ല, സഹാബാക്കളെ ചീത്ത പറഞ്ഞാലും വിഷയമല്ല. ഞാൻ ഒരുത്തരോട് ചോദിച്ചു, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിനെ ചീത്ത പറയുന്നവർ അഷ്റഫുൽ ഖൽക്ക് എത്രത്തോളം പറഞ്ഞു? ഷിയാക്കള്, ഇറാനിയൻ ഷിയാക്കൾ എത്രത്തോളം പറഞ്ഞു? അഷ്റഫുൽ ഖൽക്കിന്റെ ശരീരത്തിലെ സ്വകാര്യ ഭാഗം സ്വർഗത്തിൽ കിടക്കൂല. എന്തുകൊണ്ടെന്നറിയോ? കാഫിറായ അബൂബക്കറിന്റെയും കാഫിറായ ഉമറിന്റെയും പെമ്മക്കളെ കല്യാണം കഴിച്ചത് കൊണ്ട് എന്ന്. ഇവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ്? അഷ്റഫുൽ ഖൽക്കായ മുത്തായ മുസ്തഫാനെ കാഫിറാക്കിയില്ലേ ഇവൻ? ഇവനെയാണോ നാം അംഗീകരിക്കേണ്ടത്? ഇവൻ അപകടകാരിയാണ്. ജൂതനേക്കാൾ, നസാറയേക്കാൾ, കമ്മ്യൂണിസ്റ്റുകളെക്കാൾ, സയണിസ്റ്റുകളെക്കാൾ, ഫാസിസ്റ്റുകളെക്കാൾ അപകടകാരി ഇവിടുത്തെ ഷിയാക്കളാണ്. ഇവൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട 2 മക്കള് സൈനബയും റുഖയ്യയും അത് റസൂലുള്ളാഹിന്റെ മക്കളല്ല, ഖദീജ ബിബിക്ക് നേരത്തെ ഉള്ള പുതിയാപ്പളിന്റെ മക്കളാണ്. എന്താ കാരണം എന്നറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അവരെ കെട്ടിയത്. മുഹമ്മദ് നബിന്റെ മക്കളാണെങ്കിൽ കാഫിറായ ഉസ്മാൻ അവർ കെട്ടിച്ചു കൊടുക്കൂല. റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളല്ലാത്തതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുത്തത്. ഈ ഭ്രാന്തന്മാര് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ ക്രൂരന്മാരായ കേരളത്തിലെ ഉലമാക്കളും പങ്കുകൂടിയില്ലേ? ക്രൂരന്മാരായ കേരളത്തിലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ജാഹിലികളും പങ്കുകൂടിയില്ലേ? അവരെ വെള്ളപൂശാൻ സഹിക്കുമോ ഒരു സത്യവിശ്വാസിക്ക്? താങ്ങുമോ ഒരു സത്യവിശ്വാസിക്ക്? എന്തി നിങ്ങൾ ഈ ഉമ്മാനെ സാനിയത്ത് എന്ന് വിളിച്ചാൽ നമ്മൾ സഹിക്കോ? എങ്കിൽ ആയിഷത്തു സിദ്ദീഖ് നമ്മുടെ ഉമ്മയല്ലേ? അള്ളാഹ് പറഞ്ഞല്ലേ ഉമ്മയാണെന്ന്. ആ ആയിഷത്തു സിദ്ദീഖാനെ എന്താണ് ഖുമൈനി പ്രസംഗിച്ചത്? അന്ന് ഷീഈ വിപ്ലവം വിജയിച്ചപ്പോൾ ഖുമൈനി പ്രസംഗിച്ചത്, നമുക്കൊരു ദൗത്യം പൂർത്തിയായി, നമുക്കൊരു രാജ്യം കിട്ടി, ഇവിടെ നിന്നുകൊണ്ട് വേണമെന്ന് നാം പൊരുതാൻ. നാം വരുന്ന ഭാവിയിൽ മക്കയിലേക്ക് കടക്കും, മദീനയിലേക്ക് കടക്കും. ആ മദീനയിൽ മുഹമ്മദ് നബിയെ കബറടക്കിയിരിക്കുന്ന കബർ, ആ കബർ നാം പൊളിക്കും. എന്നിട്ട് അബൂബക്കറിനെയും ഉമറിനെയും നാം ഓടിയെടുക്കും. എന്നിട്ട് രണ്ടാക്കും ജീവൻ കൊടുക്കും. കുഫറിന്റെ പേരിൽ അവർ രണ്ടാളെയും നാം കത്തിച്ചു കൊല്ലും. പറഞ്ഞില്ലേ ഖുമൈനി? താങ്കണോ ഈ മുസൽമാൻ? അങ്ങോട്ട് കിടക്കുകയല്ലേ കേരളം വരെ, കാരന്തൂർ വരെയും, അതേപോലെ തന്നെ കോഴിക്കോട് വരെയും, അതിന്റെ അപ്പുറത്ത് നീണ്ടു പരന്ന് കിടക്കുകയല്ലേ സമൂഹം, ലക്ഷോപലക്ഷം അല്ലേ? എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഷീഈ മതക്കാരൻ, ആ ഷീഈ മതക്കാരൻ തൊട്ടടുത്തുള്ള ജാറത്തിൽ ചെന്ന് ഇലാഹ നടത്തി പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു. ഇലാഹ നടത്തി പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നു ഷീഈ മതക്കാരൻ. ക്രിസ്ത്യാനി കല്യാണം കഴിക്കുന്ന പോലെ, കമ്മ്യൂണിസ്റ്റുകാരൻ കല്യാണം കഴിക്കുന്ന പോലെ, ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്ന പോലെ ജാറത്തിൽ ചെന്നുള്ള കല്യാണം ഹിന്ദു കല്യാണത്തെക്കാൾ അപകടമാണ്, ക്രിസ്ത്യൻ കല്യാണത്തെക്കാൾ അപകടമാണ്, കമ്മ്യൂണിസ്റ്റ് കല്യാണത്തെക്കാൾ അപകടമാണ്. കാരണം ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റുകാരനോ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരല്ല. ജാറത്തിൽ പോകുന്നവൻ അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെട്ടവനല്ല ഇവിടുത്തെ ജൂതൻ. ഇവിടുത്തെ ക്രിസ്ത്യാനി അള്ളാഹുമായിട്ട് കരാറിലല്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ അള്ളാഹുമായിട്ട് കരാറിലല്ല. ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയാറുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജൂത പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മൂസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയാറുണ്ടോ? ആര്യന്മാരെ അമ്പലത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഇബ്രാഹിം റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയാറുണ്ടോ? ദ്രാവിഡന്മാരെ അമ്പലത്തിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയാറുണ്ടോ? അതേപോലെ സിയാക്കളെ പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വിളിച്ചു പറയാറുണ്ട് മൈക്കില്. അതുകൊണ്ടാണ് അവർ ഒന്നാം പ്രതിയാകുന്നത്. മറ്റുള്ളവരെക്കാൾ അപകടകാരികളാണ്. അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും എന്നിട്ട് ആ ഷഹാദത്തിനെ പിൻവലിക്കുകയും ചെയ്തവരാണ് ഷിയാക്കൾ. എന്താണ് ഷഹാദ? കരാർ. എന്താണ് ഷഹാദ? കരാർ, ഉടമ്പടി. അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടുക. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് ഞാൻ അള്ളാഹ് ഉറപ്പ് കൊടുക്കുന്നു. അതാണ് അശ്ഹദുവിന്റെ മാന. എന്ത് തെളിയിക്കും ഞാൻ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്റെ ദൈനംദിന ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ അള്ളാനെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ. അല്ലാത്ത ഒന്നിനെയും എന്തിനെയും ഞാൻ ഇടപെടിപ്പിക്കുകയില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ആരോടാ പറയുന്നത്? ആർക്കാ ഉറപ്പ് കൊടുക്കുന്നത്? എന്നിട്ട് ഉറപ്പ് പാലിച്ചോ? 40,000 ജാറങ്ങളെ കൊണ്ട് ഈ ഉറപ്പ് ലംഘിച്ചില്ലേ? ആയിരക്കണക്കിന് സൂഫി തരീക്കത്തുകൾ കൊണ്ട് ഈ ഷഹാദത്ത് ലംഘിച്ചില്ലേ? ആരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ലാലിമീങ്ങൾ, ഏറ്റവും വലിയ അപകടകാരികൾ, ഏറ്റവും വലിയ നാശകാരികൾ, ഏറ്റവും വലിയ ശാപകാരികൾ? ആരാണ്? അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തിട്ട് ആ ഷഹാദത്തിനെ പിൻവലിച്ചവരാണ് നാം സലഫികൾ. അള്ളാഹുവിന് ഷഹാദത്ത് കൊടുത്തിരിക്കുന്നു, അത് ജീവിച്ച് തെളിയിക്കാൻ നാം തയ്യാറും ആണ്. അതാണ് സലഫികളുടെ പ്രത്യേകത. അതാണ് സലഫികളുടെ പ്രത്യേകത.
ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ കൊടുക്കുന്നു, ദൈനംദിന ജീവിതത്തിൽ അവർ അണപ്പൈ തീർത്ത്, അഥവാ ഒരു സലഫിക്ക് അത് സാധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ സലഫിയത്ത് ബാത്തിലാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളയാണ് ഇരിക്കട്ടെ, അള്ളാഹ് റസൂലാണ് ഇരിക്കട്ടെ, ഒന്നും ഇപ്പം പറയേണ്ടതല്ല. ഒരു സെലഫിക്കാരൻ, ഒരു പണ്ഡിതനായ ഒരുത്തൻ എന്നോട് പറഞ്ഞത്, ഇപ്പാണ് അള്ളാഹും റസൂലും പറയേണ്ട സമയം, ഇപ്പം പറയേണ്ടത് ഫലസ്തീനും ഹമാസിനല്ലേ പറയേണ്ടത്. ഓന്റെ വിധി എന്താണ്? ഓനപ്പം കാഫിറാവൂല്ലേ? പിന്നെ എപ്പോഴാണ് അള്ളാഹുവിനെ പറ്റി, അള്ളാഹു റസൂലിനെ പറ്റി പറയേണ്ടത്? അള്ളാഹിനെ പറ്റി, റസൂലിനെ പറ്റി ശാന്തമായി എല്ലാം അടങ്ങി ഒതുങ്ങി നിന്റെ പുരക്ക് കിടന്നുറങ്ങുമ്പോഴാണോ അള്ളാഹു റസൂലിനെയും പറയേണ്ടത്? അതാണോ 313 മുർസലീങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചത്? അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അവിടുത്തെ 23 കൊല്ലക്കാലം അതാണോ ചെയ്തത്? എല്ലാം സ്വസ്ഥമായി എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. ഇതാണോ റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ച രീതി? അപകടമാണ് സമുദായം. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഞാൻ തിന്നുന്നില്ല. അവർക്കും സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. ആദർശം നോക്കിയിട്ടാണോ, ആവശ്യം നോക്കിയിട്ടാണോ? ആവശ്യം നോക്കിയിട്ടാണ്. അപ്പൊ ആവശ്യത്തിന് അല്ലാഹു തആല ആവശ്യത്തിന് അസ്ബാബുകളെ, നിങ്ങൾക്ക് നിങ്ങൾ അറബി രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ അറബി ഭാഷ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നില്ല. അസ്ബാബുകൾ മീൻസ് മെറ്റീരിയൽസ്, ജീവിതോപാധികൾ. അതാണ് അസ്ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന് ആവശ്യമായ അസ്ബാബുകളെ അല്ലാഹു തആല സപ്ലൈ ചെയ്യുന്നത് ആദർശത്തെ പരിഗണിച്ചുകൊണ്ടല്ല. വളരെ കൃത്യമാണ് കാര്യം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒമാൻ ഒരു അറബ് രാജ്യം, ഒരു കട, മുസ്ലിമിന്റെ കട, ഓൻ ബിസ്മി ചൊല്ലിയിട്ടാണ് കട തുറക്കാറ്. വൈകുന്നേരമാകുമ്പോൾ 1000 1500 ലാഭമായിട്ട് അല്ലാഹു തആല അവനിക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആരാണ് അതിന്റെ മാലിക്ക്? ആ ലാഭം ആരുടെ ഖജനാവിൽ നിന്നാണ്? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്നാണ്. ഒരു ഹിന്ദു കട തുറക്കുന്നത് രാമനെയോ കൃഷ്ണനെയോ വിളിച്ചുകൊണ്ടാണ്. അവനിക്കും വൈകുന്നേരമാകുമ്പോൾ 1000 1500 നൽകുന്നത് ആരാണ്? അല്ലാഹുവാണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. വരെ പറ്റി ഉസ്താദ് പറഞ്ഞത് ശരി തന്നെയാണോ എന്ന് പരക്കോയി കിടന്നിട്ട് ചിന്തിച്ച സംഗതി നടക്കൂല. ഈമാൻ കൊളാവും. യക്കീൻ ഉറപ്പിച്ചേ പറ്റൂ. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം യക്കീനാണ്. എന്താണ് ഈമാൻ? അത്തസ്ദീഖു ബിൽ ഖൽബ്, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 100% സത്യപ്പെടുത്തുക. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, അത് സത്യമാണെന്ന് നാവുകൊണ്ട് പ്രസ്താവിക്കുക. വൽ അമലു ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് ജീവിച്ച് തെളിയിക്കുക. അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് മലയാളത്തിൽ അർത്ഥം വെച്ച് കൊളാക്കിയത് നമ്മളാ. ഈമാൻ വിശ്വാസം എങ്ങനെയാ പറയാ? വിശ്വാസം എന്ന് പറഞ്ഞത് കൽബിന്റെ ജോലി മാത്രമാണ് വിശ്വാസം. നാവും ശരീരവും പ്രവർത്തിക്കുന്നില്ല വിശ്വാസത്തിന്. ഈമാൻ എങ്ങനെയാണ് വിശ്വാസം എന്ന് പറയുക? വേണമെങ്കിൽ മലയാളത്തിൽ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയാം. അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിനെ അംഗീകരിച്ചു കൊടുക്കുക. വമലായികത്തി, മലക്കുകളെ അംഗീകരിച്ചു കൊടുക്കുക. അംഗീകരിക്കൽ എന്താ? ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, നാവ് കൊണ്ട് അംഗീകരിക്കണം, തടി കൊണ്ട് അംഗീകരിക്കണം. വിശ്വാസം എന്നതിന് അതൊന്നും വേണ്ട. ഹൃദയവും വേണ്ട, നാവും വേണ്ട, ശരീരവും വേണ്ട. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവനിക്കും വൈകുന്നേരമാകുമ്പോൾ 1000 1500 നൽകുന്ന അള്ളാഹുവാണ്. യേശുവിനെ വിളിച്ച് കട തുറക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും വൈകുന്നേരമാകുമ്പോൾ 1000 1500 നൽകുന്നത് അള്ളാന്റെ ഖജനാവിൽ നിന്നാണ്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ജാറത്തിൽ ചെന്ന് ഇലാഹ നടത്തി പറഞ്ഞ് തങ്ങൾക്ക് കൈമടക്കം കൊടുത്തിട്ട് എന്നൊരു ഷീഈ മതക്കാരൻ കട തുറക്കുന്നു. അവനിക്കും വൈകുന്നേരമാകുമ്പോൾ 1000 1500 കൊടുക്കുന്നത് അള്ളാന്റെ ഖജനാവിൽ നിന്നാണ്. തൊട്ടപ്പുറത്തൊരു ഷീഈ മതക്കാരൻ, തൊട്ടപ്പുറത്തൊരു നിരീശ്വരവാദി, ഹെൽത്തിലും വെൽത്തിലും വിശ്വസിക്കുന്നവൻ, ദൈവവും പഠിച്ചവനൊക്കെ എന്തിനാ കച്ചവടം ചെയ്താൽ പൈസ ഉണ്ടാക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് കട തുറക്കുന്നവൻ, അവനിക്കും വൈകുന്നേരമാകുമ്പോൾ 1000 1500 കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഇതല്ലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? നിങ്ങൾക്ക് കടുപ്പം തോന്നുന്നുണ്ടോ? ഇത്രയും കടുപ്പം അള്ളാഹിനെ ചീത്ത പറയുന്നവനിക്കും. അതേ കൂട്ടരെ ഫാസിസ്റ്റുകളെ കയ്യിൽ അധികാരം നൽകുന്നവൻ അള്ളാഹുവാണ്. സയനിസ്റ്റുകളെ കയ്യിൽ അധികാരം നൽകുന്നവൻ അള്ളാഹുവാണ്. കമ്മ്യൂണിസ്റ്റുകളെ കയ്യിൽ അധികാരം നൽകുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ഭരിക്കാനുള്ള അധികാരം ഇസ്ലാമിന്റെ അഡ്രസ്സിലാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അഹ്ലുസുന്നത്തി വൽ ജമാഅ പറഞ്ഞത് അധികാര രാഷ്ട്രീയത്തിന് ഇസ്ലാമിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല, ഇസ്ലാമിക രാഷ്ട്രം എന്നൊരു തത്വമില്ല. അതുകൊണ്ടല്ലേ അഹ്ലുസുന്നയുടെ ഉലമാക്കള് അങ്ങ് ഈജിപ്തിലെ ഇഖ്വാൻ മുതൽ ഇവിടുത്തെ ഇസ്ലാം പാർട്ടിക്കാർ വരെയുള്ളവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന വാദം ഇസ്ലാമികമല്ല. ഇസ്ലാമിക രാജ്യം എന്നൊരു സംവിധാനം ഇസ്ലാമിക സമൂഹത്തിനില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ചരിത്രവുമില്ല. ഒരു റസൂലിനെയും അല്ലാഹു തആല രാജ്യം ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുമില്ല. സുലൈമാൻ നബിനെ ഏൽപ്പിച്ചിരിക്കുന്നത് വസ്തുക്കളുടെ ആധിപത്യം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, മനുഷ്യനെന്ന തർബിയത്ത് കൊടുക്കാനാണ്. അവസാനം അല്ലാഹു പരീക്ഷിക്കുകയും ചെയ്തു. നാളെ ആഖിറത്തിൽ പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരിക സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്.
നാളെ ആഖിറത്തിൽ വളരെ ചെറിയ സമയം മാത്രം വിചാരണ ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടുത്തെ അസ്ബാബുകളെ കൈകാര്യം ചെയ്ത ഭരണാധികാരിയായിരുന്നു. മുഹമ്മദ് മുസ്തഫ തങ്ങൾ അസ്ബാബുകളെ കൈകാര്യം ചെയ്തിട്ടില്ല. ദീനാറും ദിർഹമും കൈകാര്യം ചെയ്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രമേ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന് കൂടുതൽ സമയം ആശ്രയിൽ നിൽക്കേണ്ടി വരൂല. അതല്ലേ നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് തത്വം. അധികാര രാഷ്ട്രീയത്തിന് അല്ലാഹു തആല ആദർശം നോക്കാറുണ്ടോ? ആര് രാജ്യം ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു അല്ലേ? എന്താണ് ഖുർആൻ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. എന്താ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾ തൊട്ടടുത്തുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾക്കെതിരെ പരാതി പറഞ്ഞപ്പോൾ അല്ലാഹു തആല നബി തങ്ങളെ അറിയിച്ചതാണ്, ഓ നബിയെ, അവരാരും അവരെ സാമർത്ഥ്യം കൊണ്ട് അധികാരത്തിന് വന്നതല്ല, അവരാരും അവർ വിശ്വസിക്കുന്ന ദൈവത്തെ കൊണ്ട് അധികാരത്തിന് വന്നതല്ല, നിങ്ങളുടെ അള്ളാഹുവാണ് അവരുടെ കയ്യിൽ അധികാരം കൊടുത്തിരിക്കുന്നത്. റോം ഭരിക്കാൻ ക്രിസ്ത്യാനികളെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. പേർഷ്യ ഭരിക്കാൻ മജൂസികളെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. അതെ റഷ്യ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റുകളെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. ഇന്ത്യ ഭരിക്കാൻ ഫാസിസ്റ്റുകളെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. കേരളം ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റുകളെ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. സംശയമുണ്ടെങ്കിൽ ഇപ്പം പറയണം. അതിൽ അള്ളാഹ്ക്ക് ബന്ധമില്ല, അത് അള്ളാഹ് അറിയുന്നില്ല, അതായത് അള്ളാഹുമായിട്ട് കണ്ടില്ല. അള്ളാഹ്ക്ക് ഇങ്ങനെ മീസാൻ കല്ല് മുതൽ കഫൻ തുണി മുതൽ മുങ്കണ്ണക്കീറിന്റെ അടി മുതൽ അങ്ങോട്ടുള്ള കാര്യം അള്ളാഹ്ക്കുള്ളൂ. ഇവിടുത്തെ ഈ കാര്യമൊന്നും അള്ളാഹ് തീരുമാനിക്കേണ്ടല്ല, അതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഇവിടുത്തെ ഇസ്ലാം പാർട്ടിക്കാരൻ പറയും പോലെ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് നിർത്താം, ആവശ്യം ചർച്ചയെ നിർത്താം. നമുക്ക് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണകർത്താക്കൾക്ക് അസ്ബാബുകളെ പ്രദാനം ചെയ്ത അല്ലാഹു അല്ലേ? ഫിറഔൻ രാജ്യം ഭരിച്ചു, നാട് ഭരിക്കാൻ വേണ്ടി മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത അല്ലാഹു അല്ലേ? അള്ളാഹിന്റെ കയ്യിലല്ലേ ഭൂമിയിലെ വസ്തുക്കൾ മുഴുവനും? സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉടമസ്ഥൻ അല്ലാഹു അല്ലേ? അതേപോലെ തന്നെ ഭൂമിയിലെ സകല സംവിധാനങ്ങളിൽ നൈൽ നദിന്റെ ഉടമസ്ഥൻ അല്ലാഹു അല്ലേ? ചെങ്കടലിന്റെ ഉടമസ്ഥൻ അല്ലാഹു അല്ലേ? ഒരു വേള ജനങ്ങളെ ബോധിപ്പിക്കാൻ, ജനങ്ങളെ വോട്ട് കിട്ടാൻ, രാഷ്ട്രീയ പാർട്ടിയിൽ ആളെ കൂട്ടാൻ, സംഘടനയിൽ ആളെ കൂട്ടാൻ എന്ത് ചെയ്തു ഫിർഔൻ? എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തി. ഫിർഔൻ വനാദാ ഫിർഔനു ഫീ ഖൗമി, ഫിർഔൻ തന്റെ ജനങ്ങളെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ഫിർഔൻ മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ വെച്ച് എന്താ പ്രസംഗിച്ചത്? അലൈസലി മുൽക്കു മിസ്ര, ഈജിപ്തിന്റെ ഭരണാധികാരം എന്റെ കയ്യിലല്ലേ ജനങ്ങളെ? മൂസ പറയുന്നു അള്ളാന്റെ കയ്യിലാണ് എന്ന്. വഹാദിഹിൽ അൻഹാറു, ഈ ചെങ്കടലും നൈൽ നദിയും തജ്രി, അത് ഒഴുകുന്നത് മിൻ തഹ്തി, എന്റെ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ ചോട്ടിലാണ്. മൂസ പറയുന്നു അള്ളാന്റെ കയ്യിലാണ് ചെങ്കടലും നൈൽ നദിയും എന്ന്. അഫലാ തുബിസിറൂൻ, നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ എന്ന്. ഇന്ത്യയിലെ ഇസ്ലാം പാർട്ടി മുതൽ ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിം വരെ പറഞ്ഞത് അങ്ങനെയാ, നമ്മളാണ് രാജ്യം ഭരിക്കേണ്ടത്, നമ്മുടെ കയ്യിലാണ് അധികാരം. അള്ളാഹ് പറയുന്നു ഫിറൗനായാലും നമ്രൂദായാലും എവനായാലും ഞാനാണ് അവരുടെ കയ്യിൽ അധികാരം നൽകിയത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയൂ പ്രവാചകരെ, അധികാരത്തിന്റെ അധികാരിയായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക, നീയാണ് ഭരണം നൽകുന്നത്, മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ. അവിടെ അല്ലാഹു തആല ആദർശം നോക്കിയിട്ടല്ല ഭരണം നൽകാറ്. ചരിത്രത്തിൽ ഒരിടത്തും ആദർശം നോക്കി ഭരണം നൽകിയ ചരിത്രമില്ല. അതേപോലെ തന്നെ കാറൂന് പണം നൽകിയ അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞത് വആതൈനാഹു മിനൽ കുനൂസ്, ഞാനാണ് അവനിക്ക് പണം നൽകിയതല്ലേ ഖുർആൻ സൂറത്തുൽ ഖസസിലുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് കാറൂന് അല്ലാഹു തആല പണം നൽകിയത്? അതേപോലെ തന്നെ വലീദിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, വലീദിനെ സംബന്ധിച്ച് ഓ മുഹമ്മദ് നബി, വലീദാകുന്ന പണക്കാരൻ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ, വലീദാകുന്ന പണക്കാരൻ നിങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ടല്ലേ, എനിക്ക് വിട്ടേക്കിൻ, അവന്റെ കാര്യത്തെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങളെ ഏൽപ്പിച്ച ജോലി, ദഅവത്തിന്റെ ജോലി നിങ്ങൾ നടത്തിക്കോ, വലീദിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? വലീദിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, വലീദിനെ സംബന്ധിച്ച് ഞാനാണ് അവനിക്ക് കൊടുത്തിരിക്കുന്നത് പണമായ പണം മുഴുവനും. വമഹത്തു ലഹു തംഹീദ, ഭൂമി വീട്ടി പരത്തി ഭൂമിയും കൊടുത്തിരിക്കുന്നു അവനിക്ക് ഞാൻ. വബനീന ശുഹൂദ, 50 ഗടാഗടിയന്മാരായ ആമക്കളെയും ഞാൻ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ തോട്ടം, മക്ക മുതൽ തായിഫ് വരെ തോട്ടവും ഞാൻ കൊടുത്തിരിക്കുന്നു. യത്മഉ അൻ അസീദ്, വർദ്ധിച്ചു വിട്ടാൻ വേണ്ടി അവൻ എന്നോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാനാണ് വലീദിന്റെ കയ്യിൽ ഈ പണം കൊടുത്തത്. അതുകൊണ്ട് മുഹമ്മദ് നബി, അവന്റെ പണം കണ്ടിട്ടോ അവന്റെ ദൗത്യം കണ്ടിട്ടോ നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യണ്ട, ഞാൻ കണ്ടോളെ ഇതാളാം, നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ചെയ്തോളീൻ. എന്താണ് നിങ്ങളെ ഏൽപ്പിച്ച ജോലി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ദഅവത്ത് ചെയ്തോളീൻ. അല്ലേ? അബൂജഹൽ അഷ്റഫുൽ ഖൽഖിനെ പീഡിപ്പിച്ചു. അബൂജഹൽ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിക്കൊണ്ട് വന്നിട്ടു. ഫാത്തിമക്ക് സഹിച്ചില്ല, എടുത്തു മാറ്റി. ഫാത്തിമ എന്തൊക്കെയോ പറഞ്ഞു. അഷ്റഫുൽ വേണ്ട മോളെ, മിണ്ടണ്ട മോളെ, ഇതൊക്കെ പ്രവാചകന്മാർക്ക് പറഞ്ഞതാണ് മോളെ.
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് അതൊക്കെ വൃത്തിയാക്കി ദാ വരുന്നു പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, അടിമ നിസ്കരിക്കുന്ന സമയത്ത് അവൻ ഇടങ്ങാറാക്കിയല്ലേ മുഹമ്മദ് നബിയെ. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ, ഈ മുഹമ്മദ് നബി സത്യത്തിലും ഹക്കിലുമാണ്, ആ കാര്യം അവൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ ഇത് ചെയ്യുമായിരുന്നില്ല. അവൻ കളവാക്കുകയും അവൻ തിരിഞ്ഞു നടക്കുകയും ചെയ്തു അല്ലേ. ഓരോ മുഹമ്മദ് നബിയെ വിഷമിക്കണ്ട കല്ല ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ മുടിക്കുത്ത് ഞാൻ പിടിക്കും, അവന്റെ കഴുത്ത് ഞാൻ പിടിക്കും മുഹമ്മദ് നബിയെ. കല്ല കല്ല ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, അവന്റെ കള്ളത്തരത്തിന്റെ മുടിക്കുത്ത്, അവന്റെ തോന്നിവാസത്തിന്റെ മുടിക്കുത്ത് ഞാൻ പിടിക്കുക തന്നെ ചെയ്യും. ഫൽയദു നാദിയ, അവന്റെ പോലീസിനെ അവൻ വിളിക്കട്ടെ, അവന്റെ പട്ടാളത്തെ അവൻ വിളിക്കട്ടെ, അവന്റെ അധികാരത്തെ അവൻ വിളിക്കട്ടെ, അവന്റെ ഉദ്യോഗസ്ഥന്മാരെ അവൻ വിളിക്കട്ടെ. സനദുഉ സബാനിയ, എനിക്ക് വിളിക്കാനുള്ള ആളെ ഞാനും വിളിക്കും. ഇതല്ലേ ഖുർആൻ? ഇതൊക്കെ ചാമോത്തോതാനുള്ളതല്ല കൂട്ടരെ, എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാനുള്ളതാ. ഭൂലോകത്ത് സംഭവങ്ങൾ നടക്കുമ്പോൾ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാനാ ഖുർആൻ. അതിനാണ് ചരിത്രം പറഞ്ഞു തന്നിരിക്കുന്നത്. സെൽഫിയത്തിന്റെ അഡ്രസ്സിൽ പറയുന്നവൻ പോലും, അതിൽ പണ്ഡിതൻ എന്ന് പറയുന്ന ജാഹിൽ പോലും പറയുന്നത് ഇപ്പൊ അല്ലാഹനെ പറയേണ്ട സമയമല്ല, ഇപ്പം റസൂലിനെ പറയേണ്ട സമയമല്ല, ഇപ്പം ഖുർആൻ ഹദീസും പറയേണ്ട സമയമല്ല. പിന്നെ എന്താണ് ഇപ്പൊ സമയം? ഇപ്പൊ സമയം പ്രശ്നം പരിഹരിക്കേണ്ട സമയമാണ്. ആര് പരിഹരിക്കണം? ഇവന്റെ ഒക്കെ ആരൊക്കെ പരിഹരിക്കണം? ആര് പരിഹരിക്കണം? പ്രശ്നം ആര് പരിഹരിക്കണം? ആരതാണ് പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കുന്നവൻ അല്ലാഹ്, പരിഹരിക്കുന്നവൻ അല്ലാഹ്, പരിഹരിക്കാൻ അസ്ബാബുകളെ തർത്തീബാക്കുന്നവൻ അല്ലാഹ്. അതല്ലേ നൂഹ് നബി തൊട്ടിങ്ങോട്ട് ശഫറുകൾക്ക് വരെയുള്ള 313 മുർസലികളുടെ കാലഘട്ടത്തിൽ അല്ലാഹ് കാണിച്ചു തന്നത്. എന്നിട്ടും നാം പറയുന്നു ഇപ്പൊ അല്ലാഹനെ പറയേണ്ട സമയമല്ല. എങ്ങനെ സഹിക്കും കൂട്ടരെ? ഒരു മുഅ്മിൻ എങ്ങനെ സഹിക്കാൻ പറ്റും? ഒരു മുവഹിദിന് എങ്ങനെ സഹിക്കാൻ പറ്റും? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ തുടങ്ങിയത് ഒക്ടോബർ 7 ശേഷമാ. ചൊയ്ലി അബ്ദുള്ള മൗലവി തൗഹീദും റിസാലത്തും ജൂദായിസവും നസാറായിസവും ഫാസിസവും സൈനിസവും പറയാൻ തുടങ്ങിയത് 1977 മുതലാ. ചുരുങ്ങിയത് 50 കൊല്ലം മുമ്പ്. അന്ന് മുതൽ ഇന്ന് വരെ ഒന്നിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയും നാം അതിന് സാക്ഷികളാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തിനൊക്കെയാണ് സാക്ഷികളാകേണ്ടി വരിക? ഇൻഷാ അല്ലാഹ് ജീവിതം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. ആരൊക്കെയാണ് ലോകത്ത് ഭായി ആകാൻ പോകുന്നത്? വരാനിരിക്കുന്നേ ഉള്ളൂ. സംഭവങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ആരൊക്കെയാണ് ഭായി ആകാൻ പോകുന്നത് കാണാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് അടങ്ങാം, നമുക്ക് നമ്മുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാം. എന്താണ് നമ്മുടെ ജോലി? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൻ അബ്ദുല്ലാഹി വ റസൂലുഹു. അതാണ് നമ്മുടെ ജോലി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരവും പണവും നൽകിയത് ആദർശം നോക്കിയിട്ടാണോ? അല്ല, ഇൻസാനിയത്ത് നോക്കിയിട്ടാണ്, മനുഷ്യൻ എന്ന പരിഗണന വെച്ചുകൊണ്ടാണ്. ഏത് കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലായി ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അമേരിക്ക ഭരിക്കുന്ന ബൈഡന്റെ കയ്യിൽ അധികാരം കൊടുത്തത് അല്ലാഹുവാണ്. ഭരിക്കാൻ വസ്തുക്കളെ ഏൽപ്പിച്ചതും അല്ലാഹുവാണ്. പിറകെ ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, പിറകെ നമ്മുടെ അടുത്തേക്കാണ് അവൻ തിരിച്ചു വരിക. അവരെ വിചാരണ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അല്ലാഹു തആല പറഞ്ഞല്ലേ. പുട്ടിന്റെ കയ്യിൽ റഷ്യ ഭരിക്കാൻ ഏൽപ്പിച്ചതും അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുത്തതും അല്ലാഹുവാണ്. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ഇന്ത്യ ഭരിക്കാൻ നരേന്ദ്രമോദിയെ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുത്തതും അല്ലാഹുവാണ്. ഇന്ന ഇലൈന ഇയാബഹും, നമ്മുടെ അടുത്തേക്കാണ് അവൻ മടങ്ങി വരിക. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, അവനെ ഹിസാബ് ചെയ്യേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. അല്ലാഹു തആല പറഞ്ഞു. കേരളം ഭരിക്കാൻ പിണറായി വിജയൻ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. കൂട്ടരെ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് എന്ന് പറയുകയും ചെയ്യുക. ഇതൊക്കെ നമ്മളെ സാമർത്ഥ്യം കൊണ്ടാണ്. നിങ്ങൾ എന്താണ് പഠിച്ചത് അല്ലാഹുവിനെ സംബന്ധിച്ച്? ഞാൻ ചോദിക്കുന്നത് സെൽഫികൾ എന്ന് പറയുന്ന ചിലരോടാണ്. മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഷിയാക്കൾ ദീൻ ബാത്തിലാക്കിയവരാണ്. നമുക്ക് അവരെയല്ല, തിരിച്ചറിഞ്ഞത് ഇവരെയാണ്. ഉള്ളകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. KNM അതിന്റെ രാജപാത ഒരിക്കലും കൈവിട്ടു പോകരുത്. ജൂദാസുക്കൾ ഉള്ളിൽ കയറാൻ വേണ്ടി ശ്രമിക്കും. അബ്ദുല്ലാഹിബ്നു സബഉമാർ ഉള്ളിൽ കയറി കളിക്കാൻ മെനക്കെടും. അതേപോലെയുള്ള ഒരുപാട്
ഒരുപാട് ജൂത ഏജൻസികളുടെ ഉള്ളിൽ കയറി കളിക്കും. എന്തിനെന്നറിയുമോ? ഈ ചെയ്യുന്ന 100 കൊല്ലമായിട്ട് ചെയ്യുന്ന ദഅവത്തിന്റെ, തൗഹീദി ദഅവത്തിന്റെ, റിസാലത്തി ദഅവത്തിന്റെ പൊലിമ നഷ്ടപ്പെടുത്തി അസ്ബാബുകളിലേക്ക് മനസ്സിനെ തിരിച്ച് പ്രവർത്തകന്മാരെ നിർജീവമാക്കി കളയാൻ ജൂതന്മാര് പല കളിയും കളിക്കും. അതിൽപ്പെട്ട ഒരുപാട് ജൂദാസിക്കളെയും അബ്ദുല്ലാഹിബ്നു സബഅമാരെയും ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ആകെ കുളം കലക്കും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ് സുമ്മാ അൽഹംദുലില്ലാഹ്. ഇന്നലെ ഞാനൊക്കെ കേട്ട റിപ്പോർട്ട് അനുസരിച്ച് KNM ആ കുടുക്കിൽ കുടുങ്ങാതെ അല്ലാഹു തആല KNM-നെ കാത്തു, ജൂദാസിക്കളെ അകത്തടുപ്പിക്കാതെ. മറ്റ് പലരും ജൂദാസുക്കളെ അടുപ്പിച്ചു. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു സബഅമാരെ അടുപ്പിച്ചു. സംഭവിച്ചതോ അതിന്റെ തിക്തഫലം ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അല്ലാഹു തആല നമ്മളെ കാത്തിട്ടുണ്ട്. അത്രയും ജൂദാസിക്കളെ കണ്ടറിഞ്ഞ് KNM വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്തരക്കാരൊക്കെ വളരെ ശ്രദ്ധയോടെ 100 കൊല്ലം പാരമ്പര്യമുള്ള അതിന്റെ തുടക്കക്കാരായ മുഖ്ലിസീങ്ങളായ ദായികളുടെ ഇഖ്ലാസിന്റെ ബറക്കത്തെങ്കിലും തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അതിൽ തന്നെ മുന്നോട്ട് പോകും. വരാനിരിക്കുന്ന കാഴ്ച കാണാനിരിക്കുന്നേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായാലും അത് അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ, അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയാണ് പരിഗണിക്കുക. ഇസ്ലാമിനെ പരിഗണിച്ചുകൊണ്ടല്ല ഇതൊന്നും അല്ലാഹു തആല ചെയ്യുക. മനുഷ്യന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ വിഷയം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ അല്ലാഹു എടുക്കുന്ന നടപടിക്രമങ്ങളുടെ ഒന്നാമത്തെ വിഷയം അതാണ്. മനുഷ്യന്റെ ഇൻസാനിയത്തിനെ പരിഗണിക്കുക. എന്തടിസ്ഥാനത്തിലാണ് ഇൻസാനിയത്ത്? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ മനസ്സിലാകായിക വലിയൊരു വിഷയം തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ മനസ്സിലാകില്ലെന്ന് പറഞ്ഞാൽ അത് ഈ ഇൽമിലല്ല കാര്യം, അറിവിലല്ല കാര്യം, തിരിച്ചറിവിലാണ് കാര്യം. തൗഹീദും റിസാലത്തും തിരിച്ചറിവുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാഹ് പറഞ്ഞ വിഷയമാണ്. ഖലീലമ്മാ തദക്കറൂൻ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷത്തിന് മനസ്സിലാവില്ല ഈ വിഷയമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. പിന്നെ നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കാൻ മെനക്കേണ്ട ആവശ്യമില്ല. 2% ഉള്ളൂ ലോകത്ത് സലഫികൾ എന്ന് പറഞ്ഞപ്പോൾ ചില മൊല്ലമാർക്ക് ദഹിച്ചില്ല. എന്താ സംശയം അക്കാര്യത്തിൽ? നിങ്ങൾ നമ്മളെ ഗ്രാമം മുതൽ അങ്ങോട്ട് കണക്കൂട്ടി നോക്കുക, സർവേ നടത്തി നോക്കരുതോ? എത്ര ശതമാനമാണ് സലഫികൾ ലോകത്തുള്ളത്? ഷിയാക്കൾ നമ്മളെ മഹല്ലുകൾ മാത്രം സർവേ നടത്തിയൊക്കെ പോരെ? നമ്മൾ ഓരോരുത്തരുടെയും നാട്ടിലെ മഹല്ലുകൾ, ഗ്രാമങ്ങളെ സർവേ നടത്തിയാൽ മനസ്സിലാവൂലേ എത്ര ശതമാനമാണ് സലഫിയത്ത്, എത്ര ശതമാനമാണ് ഷിയത്ത് എന്ന് മനസ്സിലാവൂലേ? വളരെ കൃത്യമല്ലേ കാര്യം? മഹാഭൂരിപക്ഷത്തിന് മനസ്സിലാവും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം മെനക്കെട്ടു. ലക്ഷക്കണക്കിന് മനുഷ്യൻ ഇറാഖിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് 950 കൊല്ലം കൊണ്ട് കിട്ടിയത് 70-80 പേരെയാണ്. എന്താ നൂഹ് നബിക്ക് സാമർത്ഥ്യക്കുറവുകൊണ്ടാണോ? നൂഹ് നബി റസൂലല്ലേ, ഒന്നാമത്തെ റസൂലല്ലേ? എന്നിട്ട് എന്തേ അല്ലാഹു തആല ഭൂരിപക്ഷത്തെ കൊടുത്ത് അനുഗ്രഹിച്ചില്ല? ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നവരുടെ ചരിത്രം പരിശോധിച്ചാൽ ആകെയുള്ളത് 4 പേരാണ്. ഒന്ന് ഹാജറാന്റെ മോൻ ഇസ്മായിൽ, രണ്ടാമത്തത് സാറാന്റെ മോൻ ഇസാഖ്, അഞ്ചാമത്തൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും ഇബ്രാഹിം നബിന്റെ ചരിത്രത്തിൽ? മുസ്ലിമായ ഒരു മനുഷ്യന്റെ ചരിത്രത്തിൽ ഖുർആനിലോ ഹദീസിലോ ഇബ്രാഹിം നബിന്റെ കാലവുമായിട്ട് ബന്ധപ്പെട്ട അഞ്ചാമത്തെ ഒരു മുസ്ലിമിനെ പറ്റിയുള്ള ചർച്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്തുകൊണ്ടില്ല? എന്താ? നൂഹ് നബി ഇബ്രാഹിം നബിക്ക് യോഗ്യത ഇല്ലാത്തതുണ്ടോ? പ്രസംഗിക്കാൻ അറിയാത്തതുണ്ടോ? സാമർത്ഥ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇബ്രാഹിം നബിക്ക് ആളെ കൂട്ടാൻ കഴിയാതിരുന്നത്. ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമല്ലേ ആ ചരിത്രം തിരുത്തിയത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തിരുത്താൻ കാരണം എന്താണ്? ഇസ്രായേലി സമൂഹം മൂസ നബിന്റെ കുടുംബക്കാരാണ്. ഫറോവ അധിനിവേശ ഭരണാധികാരികളാണ്. ആ ഫറോവാന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലി സമൂഹം മൂസ നബിയോടൊപ്പം കൂടി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനൊപ്പം കൂടി. അതുകൊണ്ട് ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഉണ്ടായി. ആ മുസ്ലിമീങ്ങളുടെ തൗഹീദ് പരിശോധിച്ചു അല്ലാഹു തആല ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞു, മൂസ, ഇവരെ ആരെയും അടക്കിയിരിക്കാൻ സമയമായിട്ടില്ല. ഇവരെയും കൊണ്ട് നിങ്ങൾ മരുഭൂമിയിൽ 40 കൊല്ലം മരുഭൂമിയിൽ കറങ്ങണം, ഇവരെ തൗഹീദ് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നറിയാൻ. അല്ലേ? അങ്ങനെ കറങ്ങുന്നതിനിടയിലല്ലേ ബഹുമാനപ്പെട്ട മൂസ നബി വജാവസിനാ ബിബനി ഇസ്രായീൽ അൽ ബഹറ, ഇസ്രായേൽ സന്തതികളെ നാം കടല് കടത്തി. അങ്ങനെ മൂസ നബിയും ഹാറൂൻ നബിയും ഇവരെയും കൂട്ടി സഞ്ചരിക്കുകയാണ്. ഫലസ്തീനിലേക്ക് പോകാനാണ് ഇവർ കടല് കടന്ന് അപ്പുറം പോയത്. ഫലസ്തീനിലേക്ക് കയറാനായിട്ടില്ല. തൗഹീദ് പരിശോധിക്കണം.
ബൈത്തുൽ മുഖദ്ദസിൽ കയറാനായിട്ടില്ല, തൗഹീദ് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല മൂസ നബിയെയും ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിപ്പിച്ചില്ല, ഹാറൂൻ നബിയെയും ഫലസ്തീനിൽ പ്രവേശിപ്പിച്ചില്ല. അവർ ഈ 1,00,000 ലക്ഷങ്ങൾ വരുന്ന മുസ്ലിമീങ്ങളെയും കൂട്ടി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മരുഭൂമിയിൽ കറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു രാജ്യത്തെത്തി, ഒരു നാട്ടുകാരടുത്തേക്ക് ഒരു രാജ്യത്തിലെത്തി, ഒരു ഗ്രാമത്തിലൂടെ കടന്നുപോയി. ആ അവർക്ക് വേണ്ടി അവരുണ്ടാക്കിയ ജാറത്തിന് ചുറ്റും ഭജനം ഇരിക്കുന്ന ഒരു നാട്ടുകാരെ കണ്ടു. ആ സമയത്ത് ഇവര് ചോദിച്ചു മൂസ നബിയോട്, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഓ മൂസ ഞങ്ങൾക്കൊരു ജാറ ഉണ്ടാക്കിത്താ, ഒരു തങ്ങളെ പേരിൽ ഒരു വർക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താ ഇവർക്കുള്ളതുപോലെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിത്തെറിച്ചു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, വിഡ്ഢികൾ, പരമവിഡ്ഢികൾ, വിവരമില്ലാത്തവർ. ആരെ പറ്റി പറഞ്ഞത്? മന്ന് സൽവ തിന്നിട്ട് അപ്പുറത്തേക്ക് പോയവരാണ് അവര്, ചെങ്കടല് കടന്നിട്ട് അപ്പുറം പോയവരാണ് അവര്. ജാറം കണ്ടപ്പോഴേക്കും സംഗതി പോയി. അപ്പുറത്ത് ഫലസ്തീൻ വരുമ്പോഴേക്കും ഇപ്പുറത്തെ കള്ളിയും വേണ്ട, റസൂലും വേണ്ട. ഇത് തന്നെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്. അള്ളാഹുവിനെ അറിയേണ്ടത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഖലഖൽ മൗത വൽ ഹയാത, ജീവിത മരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്നത് എന്തിനാണെന്നറിയുമോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദ് പൂർത്തിയാക്കിയവർ എത്ര പേരുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇഹ്സാൻ പൂർത്തിയാക്കുന്നവരാരാണ്? എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറീ. ഒരു ഫ്ലാസ്ക് കൊണ്ടുവന്നിരുന്നല്ലോ, അതാണ് ഇഹ്സാൻ, അതാണ് അല്ലാഹ് അറിയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് തൗഹീദിന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. അല്ലാഹു തആല ഫലസ്തീൻ കാണിച്ചു കൊടുത്തില്ല, ബൈത്തുൽ മുഖദ്ദസ് പ്രവേശിപ്പിച്ചില്ല, മൂസ നബിക്കും തൗഫീഖ് കിട്ടിയില്ല. സമൂഹത്തിന്റെ തൗഹീദ് ബാത്തിലായപ്പോൾ ഉഹുദിൽ വെച്ച് അഷ്റഫുൽ ഖൽഖിനെ പറ്റിയതുപോലെ മൂസ ഹാറൂൻ പ്രവാചകന്മാരെ അല്ലാഹു തആല കയറ്റിയില്ല. വഴിയിൽ വെച്ച് യാത്രാമധ്യേ മൂസ നബിയും ഹാറൂൻ നബിയും വഫാത്തായി. അതിനുശേഷം വന്ന യൂശൈ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വീണ്ടും ഇസ്രായേലി സമൂഹം തൗഹീദിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് പ്രവേശിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തത്. ഇതല്ലേ ഖുർആൻ? എന്നിട്ടും നമ്മൾ പറയുന്നത് നമ്മളെ സാമർത്ഥ്യം കൊണ്ടാണ്, നമ്മളെ കയ്യൂക്ക് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ. ഇല്ല, ഒരിക്കലുമില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മ ഷഹാദത്ത് തെളിയിച്ചെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഷഹാദത്ത് തെളിയിക്കാൻ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? കേരളം തൊട്ട് ഇറാൻ വരെയുള്ള 40,000-ഓളം വരുന്ന ജാറങ്ങൾ അടച്ചുപൂട്ടുക, എന്നിട്ട് അള്ളാഹുവിന്റെ കോപത്തിന് ശമനമുണ്ടാക്കുക, എന്നിട്ട് പ്രശ്നത്തിൽ അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുക. നൊടിയുടെ കൊണ്ട് അള്ളാഹു തആല പ്രശ്നം പരിഹരിച്ചു തരും. ഏതുപോലെ നൂഹ് നബിന്റെ ഖൗമിനെ കൈകാര്യം ചെയ്തതുപോലെ, ഇബ്രാഹിം നബിന്റെ ഹൂദ് നബിന്റെ ഖൗമിനെ കൈകാര്യം ചെയ്തതുപോലെ, സാലിഹ് നബിന്റെ ഖൗമിനെ കൈകാര്യം ചെയ്തതുപോലെ, അള്ളാഹു തആല മൂസ നബിന്റെ ഖൗമിനെ കൈകാര്യം ചെയ്തതുപോലെ, ആ കഅബ പൊളിക്കാൻ വേണ്ടി വരുന്ന അബ്രഹത്തിന്റെ പട്ടാളത്തെ കൈകാര്യം ചെയ്തതുപോലെ, ലോകത്തുള്ള ജൂതനസാറാക്കളെയും മുശ്രിക്കീങ്ങളെയും ഫാസിസ്റ്റുകളെയും സയനിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും അള്ളാഹു നൊടിയിട കൊണ്ട് കൈകാര്യം ചെയ്തു തരും. അള്ളാന്റെ വാഴ്തയാണ്. മുഅ്മിനീങ്ങളെ സഹായിക്കൽ എന്റെ ഹക്കാണ്. ഇത് അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. അതിന് നാം ചെയ്യേണ്ട ജോലി ആദ്യം അള്ളാഹുവിന്റെ വെറുപ്പ് തീർക്കുക, അള്ളാന്റെ അരിശം തീർക്കുക. എന്താണ് അള്ളാന്റെ അരിശം? അള്ളാഹുവിന്റെ പകരക്കാരെ വെച്ചുകൊണ്ടുള്ള ജാറങ്ങൾ. അത് ലോകത്തുണ്ടാകാൻ പാടില്ല. ധൈര്യമുണ്ടോ? കൂട്ടത്തിൽ ഞാൻ അതും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താരും ചർച്ച ചെയ്യാതെ പോയത്, എന്താരും മിണ്ടാതെ പോയത്? സെലഫികൾ എന്ന് പറയുന്നവർ പോലും മിണ്ടിയില്ലല്ലോ. അതല്ലേ പരിഹാരം? ഇവിടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു തആല മരുഭൂമിയിൽ കറക്കിയത് തൗഹീദ് ബാത്തിലായപ്പോഴല്ലേ? ജാറത്തിൽ ചെന്നിട്ട് ഞങ്ങൾക്കും ജാറം വേണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവരെ തെണ്ടികളാക്കിയില്ലേ? അങ്ങനെയല്ലേ ജൂതന്മാരെ ലോകം മുഴുവനും തെണ്ടികളായി ജീവിച്ചത്? മൂസ നബിയുടെ ഖൗമിന്റെ മേൽ അല്ലാഹു തആല ദാരിദ്ര്യം അടിച്ചേൽപ്പിച്ചു, നില്ലിത്രം അടിച്ചേൽപ്പിച്ചു. അല്ലാഹു തആല ദേഷ്യം വന്നു. അവർ ലോകത്തൊരു രാജ്യം പോലും ഇല്ലാതെ ലോകത്ത് തെണ്ടികളായി. അവസാനം അവർ തിരിച്ചു വന്നത് എപ്പോഴാണ്? അവരെക്കാൾ മോശം മുസ്ലിമീങ്ങളായപ്പോൾ. എപ്പോഴാണ് ജൂതന്മാർ തിരിച്ചു വന്നത്? 1890 ശേഷമുള്ള ചരിത്രം പഠിക്കരുതോ? 1890 ശേഷമല്ലേ ഫലസ്തീനിലേക്ക് ജൂതന്മാര് കടന്നു വരാൻ തുടങ്ങിയത്? 1910-20 കാലഘട്ടങ്ങളിലല്ലേ ലോകത്ത് തെണ്ടികളാക്കി അല്ലാഹു തആല ആർക്കും വേണ്ടാത്ത സാധനങ്ങളാക്കി കഞ്ഞി കാച്ചി കുടിക്കാൻ നിവൃത്തിയില്ലാതെ ഭൂലോകം മുഴുവനും കുത്തുപാളയെടുത്തിട്ട് തെണ്ടി നടന്ന ജൂതന്മാര് എപ്പോഴാണ് സ്വന്തത്തിലേക്ക്, സ്വന്തം നാട് എന്ന് പറഞ്ഞിട്ട് അധികാരത്തിലേക്ക് വന്നത്? അതിനേക്കാൾ മോശക്കാരായിട്ട് മുസ്ലിമീങ്ങൾ ഷിയാക്കളായി മാറിയപ്പോൾ എന്തായാലും മിണ്ടാത്ത, എന്തായിരിക്കും ചർച്ചയിൽ വരാത്തത്? അത് ഞമ്മേന്റെ ആളല്ലേ?
ഞമ്പേൻ്റെ ആളാകെ എന്താ ഷർത്ത് തുണി പൊക്കി നോക്കിയാൽ മുറിച്ചിട്ടുണ്ടോ നോക്കുക, നെറ്റിക്ക് തയമ്പുണ്ടോ നോക്കുക, തലക്കിട്ടുണ്ടോ താടിയുണ്ടോ നോക്കുക. ഇല്ല, ഒരിക്കലുമില്ല. അതൊന്നും ഇതിന്റെ ഷിയാറല്ല. ഇതിന്റെ ഷിയാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ കൃത്യമായി പാലിക്കുക, മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ കൃത്യമായി പാലിക്കുക. അതാണ് സലഫികൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ജൂതന്റെ തലവേദന. ജൂതന്റെ തലവേദന എപ്പോഴും, നസാറാക്കളുടെ തലവേദന എപ്പോഴും ഷിയാക്കൾ ലോകത്ത് നിലനിന്നാൽ ഒരിക്കലും ആകാശം തുറന്നു കിട്ടൂല എന്നവർക്കറിയാം. ജാറങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ആകാശത്തിന്റെ ഒരു ആനുകൂല്യവും മുസ്ലിമീങ്ങൾക്ക് കിട്ടൂല എന്ന് ജൂതൻ അറിയാം. അതുകൊണ്ട് തന്നെ ലോകത്തെ സലഫിയത്താണ് അവർക്ക് ഏറ്റവും വലിയ ശത്രു. കാരണം സലഫികൾ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള തൗഹീദും മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ റിസാലത്തും പൂർത്തിയാക്കലോടെ ആകാശത്തിന്റെ കവാടം മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി വരും. മുസ്ലിമീങ്ങൾക്ക് എങ്ങാനും ആകാശത്തിന്റെ നടപടി അനുകൂലമാകാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കാന്ന് ജൂതന്മാർക്ക് നന്നായിട്ട് അറിയാം, നസാറാക്കൾക്കും നന്നായിട്ട് അറിയാം. അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്, അവരുടെ കയ്യിൽ ഇഞ്ചീലുണ്ട്. പൂർവ്വ പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ അല്ലാഹ് എന്തെല്ലാം ഏർപ്പാടാണ് ചെയ്തത് നന്നായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സലഫികൾ ലോകത്ത് ജീവിക്കാൻ പാടില്ല എന്ന് ജൂതന് നിർബന്ധമുണ്ട്. അതിനുവേണ്ടിയാണ് ജൂതൻ ഷിയത്ത് ഉണ്ടാക്കിയത്. ഷിയാക്കളെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കൊല്ലാൻ ജൂതന് കഴിയും. ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കാൻ അവർ ജാറം നിർമ്മിച്ചു കൊടുത്തു. മുഹമ്മദ് റസൂലുള്ളാഹിയെ ബാത്തിലാക്കാൻ അവർ സൂഫികളെയും നിർമ്മിച്ചു കൊടുത്തു. ജൂതന്റെ നിർമ്മിതിയാണ് രണ്ടും. ജാറങ്ങളും സൂഫി തരീക്കത്തും ജൂതന്റെ നിർമ്മിതിയാണ്. ഒക്ടോബർ അതിനുശേഷം ജൂതനോട് വെറുപ്പെന്ന് മൈക്കേട്ടി പ്രസംഗിച്ച സംഗതി നടക്കൂല. അടുക്കള തൊട്ട് അങ്ങാടി വരെ തെളിയിക്ക് ജൂതനോടുള്ള വെറുപ്പ്. അടുക്കള തൊട്ട് അങ്ങാടി വരെ തെളിയിക്ക് കൂട്ടര ജൂതനോടുള്ള വെറുപ്പ്. ജൂതൻ ഇവിടുത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹിയും കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയല്ലേ ജൂതൻ. അത് ജീവിപ്പിക്ക്. അതാണ് വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി. അടുക്കള തൊട്ട് അയാത്താക്ക്. അടുക്കളയില് ജൂതന്റെ സംസ്കാരം, കല്യാണത്തിൽ ജൂതന്റെ സംസ്കാരം, ഭക്ഷണം കഴിക്കുന്നതിൽ ജൂതന്റെ സംസ്കാരം, ജീവിതത്തിന്റെ സകല മേഖലകളിൽ വസ്ത്രവിധാനത്തിൽ ജൂതന്റെ സംസ്കാരം, പെൺകുട്ടികളെ വളർത്തുന്നത് ജൂതം പഠിപ്പിച്ചതുപോലെ, ആൺകുട്ടികളെ വളർത്തുന്നത് ജൂതം പഠിപ്പിച്ചതുപോലെ, വീടുണ്ടാക്കുന്നത് ജൂതം പഠിപ്പിച്ചതുപോലെ, കല്യാണം നടത്തുന്നത് ജൂതം പഠിപ്പിച്ചതുപോലെ. എന്നിട്ട് ജൂതനോട് വെറുപ്പ്. ഇതൊരു തരം മാനസിക രോഗമല്ലെങ്കിൽ പിന്നെ എന്താണ് കൂട്ടരെ? തെളിയിക്ക്, ജീവിച്ച് തെളിയിക്ക്, അമൽ ചെയ്ത് തെളിയിക്ക്. ജൂതനോടാണ് ഞങ്ങൾക്ക് വെറുപ്പ്. ഖാലിഫുൽ യഹൂദ് വൻ നസാറ. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ അമൽ ചെയ്തിട്ടാണ് വെറുപ്പിക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കണം, ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കണം. വൃത്തി ഉണ്ടാവും നോക്കിയാൽ മതി. ചെരുപ്പിൽ വൃത്തി ഉണ്ടോ നോക്കിയാൽ മാത്രം മതി, നജസ് ഉണ്ടോ നോക്കിയാൽ മതി. ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കാം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ജൂതന്മാർ ചെരുപ്പിട്ട് നിസ്കരിക്കൂല, അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. ജൂതന്മാര് മുഴുവനും താടി വടിക്കാൻ ഓർഡർ ചെയ്തു. ആ മുഹമ്മദ് അനുയായികളോട് താടി വെക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് താടി വടിക്കണം. താടി വടിച്ചു ജൂതന്മാര് റസൂലുള്ളാഹി തങ്ങളോട് ഇതായിട്ട്. നമ്മള് ഉടൻ തന്നെ ജൂതന്മാര് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മീശ വെട്ടുക, മീശ നീട്ടണ്ട. കാരണം ജൂതന്മാര് താടി വെക്കുകയും ക്രിസ്ത്യാനികൾ മീശ നീട്ടുകയും ചെയ്യും. രണ്ടിനും എതിരാവണം. ഖാലിഫുൽ യഹൂദ വൻ നസാറ പറഞ്ഞില്ലേ റസൂലുള്ളാഹി തങ്ങൾ? നമ്മൾ ചെയ്തത് ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ബിസ്മില്ലാ. കല്യാണത്തിന്റെ കാര്യം എടുക്കു കൂട്ടരെ. ജൂതൻ പഠിപ്പിച്ച സംസ്കാരമല്ലേ ഇന്നോടും ഡോക്ടർ ബഫെ. ആരാണ് ഡോക്ടർ ബഫെ? ജൂതനായിരുന്നില്ലേ ഡോക്ടർ ബഫെ? ഒരു ദരിദ്രനായ ശാസ്ത്രജ്ഞനായിരുന്നില്ലേ ഡോക്ടർ ബഫെ? 10,000-കണക്കിന് ശിഷ്യന്മാരുള്ളൊരു അധ്യാപകനായിരുന്നില്ലേ ഡോക്ടർ ബഫെ? ഡോക്ടർ ബഫന്റെ മകളെ കല്യാണം വന്നു. ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വരും, നാട്ടുകാരെ മുഴുവനും വിളിക്കണം, നമുക്ക് വലിയൊരു ഹാള് പണിയണം. ഡോക്ടർ ബഫെ പറഞ്ഞു ഇല്ല, എൻ്റെ ഈ കുടിലിൽ വെച്ച് മാത്രമേ ഞാൻ എൻ്റെ മകളെ കല്യാണം നടത്തുകയുള്ളൂ. എനിക്ക് ഒരു കുടിലാണുള്ളത്, ദരിദ്രനായ ആൾ. ഈ കുടിലിൽ വെച്ച് മാത്രമേ ഞാൻ കല്യാണം നടത്തുകയുള്ളൂ. കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ബിൽഡിംഗ് ഉണ്ടാക്കുകയില്ല, കല്യാണത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുകയില്ല. കല്യാണം വളരെ ലളിതമായിട്ട് ഞാൻ ചെയ്യും. അതാണ് എനിക്ക് എൻ്റെ രീതി. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു സാറേ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം നമുക്ക് പാകം ചെയ്യാം. അങ്ങനെ ഒരു ഭക്ഷണം പാകം ചെയ്തു. ആ കുടിലിന്റെ ഹാളിൽ ഭക്ഷണം മല പോലെ കൂട്ടിവെച്ചു. അങ്ങനെ കല്യാണത്തിന് ആൾക്കാർ വന്നു. മൃഗങ്ങൾ തിന്നുന്നത് പോലെ കോരിയെടുത്തിട്ട് അപ്പുറം ഇപ്പുറം പോയിട്ട് തിന്നാൻ തുടങ്ങി. ഇനി വന്യമൃഗ സംസ്കാരം. 1983 തലശ്ശേരിയിൽ ഖത്തീബാചരിക്കുന്ന സമയം അവിടുത്തെ പള്ളി പ്രസിഡന്റ് ഹജ്ജിന് പോകുന്ന സമയത്ത് ബഫേ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ആദ്യം ബഫ കാണുന്നത്. അതിനെപ്പറ്റി ഞാൻ പഠിച്ചു. ഡോക്ടർ ബഫേന്റെ സംസ്കാരം, ജൂതന്റെ സംസ്കാരം. എന്താ ചെയ്തത്? അയാള് എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് അയാൾക്ക് സൗകര്യമില്ലാത്തോണ്ട് ചെയ്തതാണ്. ആ വീട്ടിൽ വന്ന് പത്രം എടുത്തിട്ട് കോരുക, എവിടെയെങ്കിലും പോയി തിന്ന. ഞാൻ അതിന് വന്യമൃഗ സംസ്കാരം എന്ന് പേരിട്ടു. അന്ന് 1983 നിങ്ങളെ കൂട്ടത്തിൽ പലരും ജനിച്ചു കാണൂലേ ചിലപ്പോൾ. രംഗത്തെ കൊരക്കുക ഇപ്പം ഇവിടെ വന്നിട്ട്. എങ്ങനെ അത് വന്യമൃഗ സംസ്കാരത്തിന് പേരിട്ടു ഞാൻ അതിന്. എന്താ കാര്യം എന്നറിയോ? വന്യമൃഗം നിങ്ങൾ കണ്ടേ, സൂവിന് സിംഹത്തിനും മറ്റൊക്കെ ഇറച്ചി എറിഞ്ഞു കൊടുക്കുമല്ലോ ജോലിക്കാരൻ. അപ്പൊ അതെല്ലാവരും ഒന്നിച്ചു വരും.
കടിച്ച് പറിച്ച് അവനെനിക്ക് കിട്ടുന്ന കഷ്ണം എടുത്തിട്ട് ഇടയ്ക്ക് പോയി തിന്നു അല്ലേ? കണ്ടിട്ടില്ലേ? അതാണ് വന്യമൃഗ സംസ്കാരം. ഇതല്ലേ ബഫ സംസ്കാരം? ഇവിടുത്തെ ഹാജിയാക്കന്മാരും മുതലാളിമാരും ഉലമാക്കളും പണ്ഡിതന്മാരെന്ന് പറയുന്ന എല്ലാ വിഡ്ഢികളും ചെയ്തില്ലേ ബഫേ? ഇന്ന് സംസ്കാരമായി മാറിയില്ലേ ബഫേ സംസ്കാരം? എന്നിട്ട് അതിന് നന്മ പറയാൻ തുടങ്ങിയില്ലേ? അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ യാഥാസ്ഥികനാക്കി. എത്ര കൊല്ലം മുമ്പ്? നിങ്ങൾ മനസ്സിലാക്കണം, ജൂത സംസ്കാരം നമ്മുടെ അടുക്കള നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ബെഡ്റൂമിലും ജൂത സംസ്കാരം നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വല്ല തരത്തിലും ജൂതനോട് വല്ല വെറുപ്പുണ്ടെങ്കിൽ നാളെ തന്നെ തിരുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക്. കല്യാണം സുന്നത്തനുസരിച്ച് നടക്കട്ടെ, മക്കളെ വളർത്തുന്നത് സുന്നത്തനുസരിച്ചാവട്ടെ, വീടുണ്ടാക്കുന്നത് സുന്നത്തനുസരിച്ചാവട്ടെ. സകല ജൂതൻ ഏർപ്പാടാക്കിയ സകല ജോലിയും കൃത്യമായി ജീവിപ്പിച്ചു കൊടുക്കുന്ന നമ്മളല്ലേ? അതിൽ സെൽഫികൾ എന്ന് പറയുന്നവരും അതിൽ ഭാഗവാക്ക് തന്നെയല്ലേ? അല്ലേ കൂട്ടരെ? കല്യാണത്തിന്റെ കാര്യം എടുക്കും. അഷ്റഫുൽ ഖൽഖ് ആയിഷ ബീബിയെ കെട്ടിയിട്ട് കാണിച്ചു തന്നില്ലേ ആൺകുട്ടികളെ എങ്ങനെയാ കെട്ടിക്കേണ്ടതെന്ന്? റസൂലുള്ളാഹി തങ്ങളെ ഫാത്തിമ മോളെ കെട്ടിച്ചിട്ട് കാണിച്ചു തന്നില്ലേ പെൺകുട്ടികളെ കല്യാണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ്. 2 കൊല്ലം കഴിഞ്ഞു, ബദ്ർ നടന്ന കൊല്ലം. അഷ്റഫുൽ ഖൽഖിന്റെ മോളെ കല്യാണത്തിന് ദിവസം അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ആൾക്കാരെ നാളെ വരാൻ പറഞ്ഞു പള്ളിയിലേക്ക്. റസൂലുള്ളാഹി തങ്ങളെ കൽപ്പന അനുസരിച്ച് അവർ വന്നു. പിറ്റേന്ന് എല്ലാം കൂടി ഒരു 10-18 ആള്. റസൂലുള്ളാഹി തങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് അവരറിയില്ല. അവർ ചോദിച്ചു, എന്താ? റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി വന്നു വീട്ടിൽ നിന്ന് ചോദിച്ചു, നിങ്ങളെ വിളിച്ചത് എന്തിനാണെന്നറിയുമോ? ഇല്ല നബിയെ. അവർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ മോളെ നിക്കാഹാണ് ഫാത്തിമാന്റെ. അപ്പൊ എല്ലാവർക്കും അറിയണം കെട്ടുന്നത് ആരാണെന്ന്. കാരണം എല്ലാവരും കെട്ടാൻ പുതി വെച്ചിട്ട് നിൽക്കുക. പേരപ്പെട്ട പല സഹാബാക്കളും ചോദിക്കാൻ പേടിച്ചിട്ട് ആരും ചോദിക്കുന്നില്ല എന്ന് മാത്രം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ മൂത്താപ്പന്റെ മോൻ അലിയാണ് പുതിയാപ്പള എന്ന്. കല്യാണം നടന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ എൻ്റെ സമുദായത്തോട്, പ്രത്യേകിച്ചിട്ട് സെൽഫികളോടും ചോദിക്കട്ടെ ഞാൻ. ഔസ് ഗോത്രക്കാരുമായിട്ട് നല്ല ബന്ധമല്ലേ റസൂലുള്ളാഹി തങ്ങൾ? എന്തേ ഔസ് ഗോത്രക്കാരുടെ നേതാക്കന്മാരെ വിളിച്ചില്ല? ഒരു ദൈവത്വ പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? ഖസ്റജ് ഗോത്രക്കാരുമായിട്ട് നല്ല ബന്ധമല്ലേ അന്ന് റസൂലുള്ളാഹി തങ്ങൾ? എന്തേ ഖസ്റജ് ഗോത്രത്തിന്റെ നേതാക്കന്മാരെ വിളിച്ചില്ല കല്യാണത്തിന്? ജൂത ഗോത്രങ്ങളായ ബനു ഖുറൈള, ബനു നദീർ, ബനു ഖൈനുഖാ ഗോത്രവുമായിട്ട് സന്ധിയിലല്ലേ നബി തങ്ങൾ? എന്തേ അവരുടെ നേതാക്കന്മാരെ കല്യാണത്തിന് വിളിച്ചു ദൈവത്വ പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? റോമിലെ രാജാവുമായിട്ട് പരിചയമല്ലേ നബി തങ്ങൾക്ക്? എന്തേ വിളിച്ചില്ല? പേർഷ്യയിലെ രാജാവുമായിട്ട് ബന്ധമല്ലേ? കിസ്ര കൈസറുമായിട്ട് നല്ല പരിചയമല്ലേ നബി തങ്ങൾ? ഈജിപ്തിലെ മുക്കൗക്കിസ് രാജാവിന് നല്ല പരിചയമല്ലേ? അതേപോലെ തന്നെ ഹിർക്കൽ ചക്രവർത്തിയുമായിട്ട് നല്ല ബന്ധമല്ലേ? എന്തേ അഷ്റഫുൽ ഖൽഖ് മോളെ കല്യാണത്തിന് വേണ്ടി പന്തലും കെട്ടി വിളിച്ചൊരു ദൈവത്വ പ്രസംഗം കാച്ചിയില്ല? നല്ല ചാൻസ് അല്ലേ? അഷ്റഫുൽ ഖൽഖ് വിളിച്ചാൽ തീർച്ചയായിട്ടും വരൂലേ അവര്? അഷ്റഫുൽ ഖൽഖ് മോളെ കല്യാണത്തിന് വിളിച്ചാൽ തീർച്ചയായിട്ടും. കാരണം വ്യക്തി സ്നേഹം ഭയങ്കരമാണ് അവർക്ക്. ഖുറൈശികൾക്ക് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ സ്നേഹമാണ്. ഔസ് ഖസ്റജ് ഗോത്രക്കാർക്കും സ്നേഹമാണ്, ജൂത ഗോത്രക്കാർക്കും സ്നേഹമാണ്. അതേപോലെ തന്നെ കിസ്ര കൈസർ ചക്രവർത്തിമാർക്ക് നബി തങ്ങളുടെ വ്യക്തിപരമായ സ്നേഹമാണ്. ആദർശത്തോട് മാത്രമേ വിയോജിപ്പുള്ളൂ. കല്യാണത്തിന് വിളിച്ചാൽ തീർച്ചയായിട്ടും അവർ വരും. എന്തേ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിന്റെ മുറ്റത്തൊരു പന്തലും കെട്ടി ഇവരെല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ചോറും കൊടുത്ത് എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു ദൈവത്വ പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? ഇപ്പോൾ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് 10-50,000 ആൾക്കാരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് മിന്നുന്ന ബൾബ്, കളിക്കുന്ന പിള്ളേര്, ബാലിക്കാരികളും ബാലിക്കാരും എല്ലാം ഒന്നിച്ച് ഇടകളിന്ന് എല്ലാ ആണും പെണ്ണും എല്ലാം ഇടകലർന്ന് യൂണിഫോം ഇട്ട് മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പച്ച കല്യാണം, 5-8 തരത്തിലുള്ള ഭക്ഷണം വേണമെങ്കിൽ തിന്നാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. നിന്നിട്ട് മൃഗങ്ങൾ തിന്നും പോലെ തിന്ന്. എന്നിട്ട് കല്യാണത്തിന്റെ ദിവസം നിക്കാഹിന്റെ നേരം ദാ വരുന്നു സൂട്ടും കോട്ടും, ജൂതന്റെ സൂട്ടും ജൂതന്റെ കോട്ടും നസ്രാണിന്റെ കോട്ടും, മറ്റേ കഴുത്തിന് മറ്റവന്റെ കോണനും കെട്ടിയിട്ട് മൗലവി വരുന്നു ഖുതുബ പ്രസംഗം നടത്താൻ. ഉളുപ്പുണ്ടോ സഹോദര നമുക്ക്? ജൂതൻ പരിപാടി, ജൂതൻ പഠിപ്പിച്ചെന്ന സംസ്കാരം കല്യാണത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയില്ലേ നാം? അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമാന്റെ കല്യാണം കണ്ട് പഠിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് എവിടെയാ ബന്ധം നബിതങ്ങളുമായിട്ട്? അള്ളാഹുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണ്? ജീവിതം മുഴുവനും ജൂതവൽക്കരിച്ചില്ലേ? എന്നിട്ട് എന്നോട് കുരക്കുക ജൂതന്റെ പേരും പറഞ്ഞിട്ട്. ഇത് മുഴുവനും ജീവിതത്തിൽ പകർത്തിവെച്ചതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ച വിഷയം മുഴുവനും എൻ്റെ 970-80 കാലഘട്ടം മുതൽ ഇന്ന് വരെയും ഒരു വിധത്തിനും വ്യത്യാസം വരുത്താതെ നടപ്പിലാക്കി വരുത്തലാണ് ഞാൻ. എന്നെയാണോ നിങ്ങൾ ജൂതായിസം പഠിപ്പിക്കുന്നത്? എന്നെയാണോ നിങ്ങൾ സയൻസും പഠിപ്പിക്കുന്നത്? ഇന്നും ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. 15 മക്കളുണ്ട്, 10 ആമക്കൾ, 5 പൊമ്മക്കൾ, 15 ആളെ കല്യാണം കഴിഞ്ഞു. അന്ന് അഷ്റഫുൽ ഖൽഖ് ഫാത്തിമാനെ കെട്ടിച്ച പോലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കൂട്ടുകാരെ വിളിച്ചാൽ നാട്ടിൽ കാറ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ചോലിയമ്ലാമറിന്റെ കൂട്ടുകാരെ വിളിച്ചാൽ മനസ്സിലായില്ലേ? എന്നിട്ടും 15 ആൾ കൂട്ടിലെങ്കിൽ 20 ആളെ കൂട്ടത്തിൽ ഒരു കല്യാണത്തിന് ആളെ കൂട്ടിയിട്ടില്ല. എനിക്ക് ബന്ധം എൻ്റെ റസൂലുള്ളാഹി തങ്ങളോടാ, എൻ്റെ അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോള് ഫാത്തിമാനോടാ, ആ ഫാത്തിമാന്റെ പൊന്നുമക്കൾ ഹസൻ ഹുസൈനോടാ. എൻ്റെ ചെറിയ പേരക്കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്, 10-40 പേരക്കുട്ടികൾ. വന്നിട്ട് ഇങ്ങനെ പലതും പറയും ഹസൻ ഹുസൈൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കും. നിങ്ങളെപ്പോലത്തെ 2 മക്കളാണ് മക്കളെ അവരും. അതുകൊണ്ട് വേണ്ട, കുറച്ചൊക്കെ മയമാകും, സാധിക്കണം കൂട്ടരെ. കാലഘട്ടം അങ്ങനെയല്ലേ? അവിടെയാണ് നീ തോറ്റത്.
നിന്റെ തൗഹീദും റിസാലത്തും പരാജയപ്പെട്ടത് അവിടെയാണ്. കാലം അങ്ങനെയല്ലേ? കാലം നിന്റെ ഷഹാദത്തിനെ ബാത്തിലാക്കിയിരിക്കുകയാണ്. നിന്റെ ജീവിത ശൈലി നിന്റെ ഷഹാദത്തിനെ ബാത്തിലാക്കിയിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസംഗിക്കാൻ എളുപ്പം മൈക്ക് കിട്ടിയാൽ, മുഹമ്മദ് റസൂൽ പ്രസംഗിക്കാൻ എളുപ്പം, പേനയും താരും എളുപ്പ. കാസിമിമാർക്ക്, അസ്ഹരിമാർക്ക്, ബാക്കവിമാർക്ക് അതൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് അല്ലെങ്കിൽ തോന്നിയാസങ്ങൾ പറഞ്ഞ് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് സമൂഹത്തിനെ ഹരം കൊള്ളിക്കാൻ എളുപ്പമാണ്. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ സുന്നത്ത് ഹയാത്താക്കാൻ പൊതുകാര്യത്തിൽ അതാണ് ഷഹാദ. എന്തിനാണ് ഷഹാദത്തിനെ മരവിപ്പിച്ച് നിർത്തിയത് ജൂതൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ചർച്ചയിൽ വന്നാൽ ഇസ്ലാമിന്റെ മുഴുവനും ചർച്ചയിൽ വരും. രണ്ടാമത്തെ കാര്യമായ നിസ്കാരത്തിന്റെ കാര്യം മാത്രമേ ചർച്ചയിൽ വരുള്ളൂ. മൂന്നാമത്തെ കാര്യമായ നോമ്പ്, സക്കാത്തിന്റെ കാര്യമേ ചർച്ചയിൽ വരുള്ളൂ. നാലാമത്തെ കാര്യമായ നോമ്പിന്റെ കാര്യമേ ചർച്ചയിൽ വരുള്ളൂ. അഞ്ചാമത്തെ കാര്യമായ ഹജ്ജിന്റെ കാര്യം ചർച്ചയിൽ വരുള്ളൂ. ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു ജീവിതം മുഴുവനും ചർച്ചയിലേക്ക് വരിക. അതുകൊണ്ട് എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാത്ത് അൽക്കയിലും ദിക്ർ അൽക്കയിലും ബിരിയാണിയിൽ ഒതുക്കി, മുഹമ്മദ് റസൂലുള്ള സലാത്ത് അൽക്കയിലും ബിരിയാണിയിൽ ഒതുക്കി. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ അപ്പ പ്രശ്നം ഉണ്ടാവും. അതിനല്ലേ സലഫികൾ അനുഭവിക്കേണ്ടി വന്നത് തുടക്കത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങിയപ്പോഴല്ലേ പ്രശ്നം ഉണ്ടായത്. മുഹമ്മദ് റസൂൽ അവരെ അതേ അവസരത്തിൽ നിസ്കാരത്തിന്റെ ഫർദും ഷർത്തും ജനാബത്തുളിയും ഹൈദുളിയും നിഫാസുളിയും പറയാൻ തുടങ്ങിയിട്ട് 1200 കൊല്ലായില്ലേ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ. നോമ്പിന്റെ ഷർത്തും ഫർദും പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാകേണ്ടത്? അതേപോലെ തന്നെ സക്കാത്തിന്റെ ഷർത്തും ഫർദും പറഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവേണ്ടത്? ഹജ്ജിന്റെ ഷർത്തും ഫർദും പ്രസംഗിച്ചാൽ 1000 കൊല്ലം പ്രസംഗിച്ചാൽ നേരെ മറിച്ച് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദയിൽ ജാറം മുതൽ ജാറവുമായി ബന്ധപ്പെട്ട സകലതും ചർച്ചയ്ക്ക് വരും. മുഹമ്മദ് റസൂലിന്റെ ഷഹാദയിൽ അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്ത് മുതൽ സൂഫി തരീഖത്ത് മുതൽ ഇങ്ങോട്ട് സകല തോന്നിയവാസങ്ങളും ചർച്ചയിൽ വരും. അതുകൊണ്ടാണ് സലഫികളെ ഷിയാക്കൾക്ക് കാണാൻ സാധിക്കാത്തത്. സലഫികൾ ലോകത്ത് തകർക്കാൻ അവർ ശ്രമിക്കുന്നതിന്റെ കാര്യം അതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ആവശ്യങ്ങളെ അല്ലാഹു തആല ജാതിയും മതവും നോക്കിയിട്ടല്ല സപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ വിഷയം ആദർശമാണ്. എന്താണ് ആദർശം? ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പരിഗണിക്കുന്നതിന്റെ പേരാണ് ആദർശം. ഒന്നുകൂടി പറഞ്ഞുതരാം. ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പരിഗണിക്കുന്നതിന്റെ പേരാണ് ആദർശം. എന്താണ് അതിന് പ്രമാണം? അല്ലാഹു തആല ആദം ഹവ്വ ദമ്പതിമാരോട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. തിന്നലും കുടിക്കലും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ജീവിതങ്ങളെല്ലാം ഒരു വഴി തർത്തീബായി, വീടായി, ജീവിക്കാനുള്ള വഴിയായി. കാബീൽ എന്ന മോനെ ആട്ടിനമേയ്ക്കാൻ പഠിപ്പിച്ചു, ഹാബീൽ എന്ന മോനെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ ആദമും ആ മക്കളും ഹവ്വാവും ആദ്യത്തെ മക്കളും എല്ലാവരും കൂടെ ജീവിതം ഇങ്ങനെ കഷ്ടിച്ച് ദുനിയാവിൽ ജീവിതം ഏർപ്പാടായി വരുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വന്നു. ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആദർശത്തിന്റെ ചർച്ച തുടങ്ങി. അത് നബി അലൈഹി സ്വലം വന്ന ഉടനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയത്. അത് നബി അലൈഹി സ്വലം വന്ന ഉടനെ ഇല്ല, ജീവിതത്തിന്റെ ആദ്യത്തെ തർത്തീബാത്തുകൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആദർശം? ഓ ആദം, ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ. നിങ്ങളിവിടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ, വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ, വിശക്കുമ്പോൾ ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വീടുണ്ടാക്കുമ്പോൾ, കല്യാണം കഴിക്കുമ്പോൾ, അങ്ങനെ ഓരോ വിഷയത്തിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വരും. ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദാ, ചില ഹിദായാത്തുകൾ, ചില നിർദ്ദേശങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഫമൻ തബിഅ ഹുദായ, ഞാൻ പറഞ്ഞു തരുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ മെനക്കെട്ടാൽ ഫലാ ഖൗഫുൻ അലൈഹിം, ഭൂമിയിൽ അവർ പേടിക്കേണ്ടി വരൂല, വലാ ഹും യഹ്സനൂൻ, പരലോകത്തെത്തിയാൽ ദുഃഖിക്കേണ്ടിയും വരൂല. ആദർശത്തിന്റെ തുടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഹവ്വാ ബീബിക്കും മക്കൾക്കും ഹിദായത്ത് പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ ഹിദായത്ത്? മരണത്തിന് ശേഷമുള്ള ജീവിതം റെഡിയായി കിട്ടാൻ, ആഖിറത്തിലെ ജീവിതം റെഡിയായി കിട്ടാൻ. ഇസ്ലാമിന്റെ ആവശ്യം അതാണ്. ഇസ്ലാമിന്റെ ആവശ്യം പരലോകത്തിൽ രക്ഷപ്പെടലാണ്, ദുനിയാവിൽ രക്ഷപ്പെടലല്ല. ദുനിയാവിന്റെ ആവശ്യം പൂർത്തിയാക്കാൻ ഇസ്ലാം ഷർത്തില്ല.
ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദുനിയാവിന്റെ ആവശ്യം പൂർത്തിയാകാൻ ഇസ്ലാം ഷർത്തില്ല, ആഖിറത്തിന്റെ ആവശ്യം പൂർത്തിയാവാൻ ഇസ്ലാം ഷർത്താണ്. കാരണം ദുനിയാവിന് അല്ലാഹു തആല ആവശ്യങ്ങളെയാണ് പരിഗണിക്കുന്നത്, ഖബർ മുതൽ അങ്ങോട്ട് അല്ലാഹു ആദർശത്തെയാണ് പരിഗണിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്നാലും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എനിക്കറിയാം. ബിസ്മില്ലാ. ദുനിയാവിൽ അല്ലാഹു മനുഷ്യരുടെ ആവശ്യത്തെയാണ് പരിഗണിക്കുന്നത്, ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ അല്ലാഹു മനുഷ്യന്റെ ആദർശത്തെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഖബർ മുതൽ അങ്ങോട്ട് അണ്ണപ്പൈ തീർത്ത് ആദർശത്തിന്റെ കണക്ക് ചോദിക്കും അല്ലാഹു തആല. അല്ലാഹു തആല പറഞ്ഞിന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന വൽമജൂസ വല്ലദീന അശ്റകു ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. ഇന്നല്ലദീന ആമനു മുഅ്മിനീങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആൾക്കാർ, വല്ലദീന ഹാദു ജൂതന്മാർ, വന്നസാറ ക്രിസ്ത്യാനികൾ, വസ്സാബിഈന സാബിഅ മതക്കാർ, വൽമജൂസ മജൂസി മതക്കാർ, വല്ലദീന അശ്റകു ജാറത്തിന്റെ മതക്കാർ, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും അവർക്കിടയിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കും യൗമൽ ഖിയാമ. ആദർശപരമായ തീർപ്പ് എവിടെ ഉണ്ടാകുക? ഖിയാമത്ത് നാളിലാണ് ഉണ്ടാകുക. ദുനിയാവിൽ അല്ലാഹു ആദർശപരമായ തീർപ്പ് കൽപ്പിക്കുകയില്ല, മഹ്ശറ അല്ലാഹു വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദർശം എന്നത് ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ചത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ കൽപ്പന എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, എന്റെ ഭാഗത്ത് നിന്ന് ഹിദായാത്തുകൾ വരും. ആ ഹിദായാത്ത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശം അണപ്പൈ തീർത്തു പാലിച്ചോളണം. എങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി, ഇവിടെ പേടിക്കണ്ട, ആഖിറത്തിൽ ദുഃഖിക്കണ്ട. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, എന്റെ നിർദ്ദേശങ്ങളെ കളവാക്കുകയോ എന്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുകയോ ചെയ്താൽ ഉലൈക സ്വഹാബുൻ നാർ, അവർ നരകത്തിൽ തന്നെയായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, കാലാകാലവുമായിരിക്കും. അങ്ങനെ ആദർശത്തെ അല്ലാഹു തആല വിധിച്ചു. ഒന്ന് ഹിദായത്ത്, മറ്റേത് ലലാലത്ത്. ആദർശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഭാഗമായിട്ടാണ് മനസ്സിലാക്കി തന്നത്. ഒന്ന് ഹിദായത്ത്, രണ്ടാമത്തത് ലലാലത്ത്. എന്താണ് ഹിദായത്ത്? എന്താണ് അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന? ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് എന്നോട് മാത്രമേ പറയാവൂ. ഫലാ തജഅലൂ ലില്ലാഹി അന്ദാദാ, അള്ളാഹ്ക്ക് നിങ്ങൾ പകരക്കാരെയോ പാർട്ട്ണർമാരെയോ വസീലകളെയോ ശുഫാക്കളെയോ മുദബ്ബിറുകളെയോ ഒരു കാരണവശാലും ഉണ്ടാക്കി പോകരുത്. ഇതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ കൽപ്പന. ബാക്കിയുള്ളത് മുഴുവനും അനുബന്ധമായ കൽപ്പനയാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമാണ് അടിസ്ഥാനം. നിസ്കാരം വല്ലാഹി അടിസ്ഥാനമല്ല, അടിസ്ഥാനത്തിന്റെ അനുബന്ധം മാത്രമാണ്. ഷഹാദത്തിന്റെ അനുബന്ധം മാത്രമാണ് നിസ്കാരം. ഷഹാദത്തിന്റെ അനുബന്ധമാണ് സക്കാത്ത്. ഷഹാദത്തിന്റെ അനുബന്ധമാണ് നോമ്പ്. ഷഹാദത്തിന്റെ അനുബന്ധമാണ് ഹജ്ജ്. നിസ്കാരത്തിന് വേണ്ടിയല്ല നിസ്കാരം ഷഹാദത്തിനെ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താനുള്ളതാണ്. നോമ്പ് മരിക്കുന്നത് വരെ ഷഹാദത്തിനെ ലൈവാക്കി നിർത്താനുള്ളതാണ്. ഹജ്ജ് മരിക്കുന്നത് വരെ ഷഹാദത്തിനെ ലൈവാക്കി നിർത്താനുള്ളതാണ്. സക്കാത്ത് മരിക്കുന്നത് വരെ ഷഹാദത്തിനെ ലൈവാക്കി നിർത്താനുള്ളതാണ്. ഷഹാദ അത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തിനും ഏതിനും അല്ലാഹ് മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏതൊരു വിഷയത്തിനും മുഹമ്മദ് നബി മാത്രം. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് പകരം വേറെ ഒരാളുമില്ല. വലാ മത്ബൂഅ ബിഹഖ്ഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനുകരിക്കാനും അനുസരിക്കാനും അർഹതപ്പെട്ട ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നുബുവത്ത് നൽകി. എന്തിനാണ് നുബുവത്ത്? പരിശീലനത്തിന് വേണ്ടിയാണ്. സ്വന്തം പരിശീലനവും ഭാര്യ മക്കളെ പരിശീലനവും. റസൂലാക്കിയില്ല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. എന്തുകൊണ്ടാണ് റസൂലാക്കാതിരുന്നത്? ലലാലത്തിന്റെ വഴിയിൽ എത്തിയിട്ടില്ല ആദം നബിയുടെ കുടുംബം. ആദം നബിയുടെ കുടുംബം ലലാലത്തിന്റെ വഴിയിൽ എത്തിയിട്ടില്ല. എന്താണ് ലലാലത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുഫറിന്റെയും ശിർക്കിന്റെയും വഴിയിൽ എത്തിയിട്ടില്ല. മഹാന്മാരെയും ബർക്കത്തും തവസ്സുലും ഒന്നും എത്തിയിട്ടില്ല. അവർക്ക് അല്ലാഹനെ മാത്രമേ അറിയുള്ളൂ. ആദം നബി അത് പൂർണ്ണമായും പരിശീലിപ്പിച്ചു കൊടുത്തു അവർക്ക്, ഹവ്വാക്കും മക്കൾക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കുന്നത് വരെയും ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അവർ കണ്ടിട്ടില്ല. ഹവ്വ അടക്കം മക്കൾ 24, 21, 41 മക്കൾ ഉണ്ടായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരിക്കുമ്പോൾ. 41 മക്കളിലും അല്ലാഹു അല്ലാത്തൊരു ശക്തി അവർക്ക് പരിചയമില്ല.
ഒരു വ്യക്തിയെ പരിചയമില്ല, ഒരു ശൈഖിനെയോ വലിയനെയോ പരിചയമില്ല, ഒരു മലക്കിനെയോ ജിന്നിനെയോ അവർക്ക് പരിചയമില്ല. ആ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രം. ആ തലമുറ അങ്ങനെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മരണത്തിന് ശേഷം ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയാക്കി കൊണ്ടുവന്നു. ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ നബിയാണ്. എന്തുകൊണ്ട് റസൂലായില്ല? ജാറത്തിലെത്തിയിട്ടില്ല സമൂഹം, ഖബറിലെത്തിയിട്ടില്ല സമൂഹം, ശിർക്കിലെത്തിയിട്ടില്ല സമൂഹം, അവർ തൗഹീദിലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ശീസ് നബിക്ക് റിസാലത്ത് കൊടുക്കാതിരുന്നത്. അന്നുബുവത്തു ലിതർബിയ, മുസ്ലിമീങ്ങൾക്ക് തർബിയത്തിനാണ് നുബുവത്ത്. അതേ അവസരത്തിൽ മുശ്രിക്കീങ്ങളെ ദഅവത്ത് ചെയ്യാനാണ് റിസാലത്ത്. അതാണ് മുശ്രിക്ക്. നമുക്ക് വിശദീകരിക്കാം, പെട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എത്താം. പിന്നെയും പണ്ടാര പറഞ്ഞ മാതിരി മസ്കത്ത് എന്നുള്ള വാക്കി ഇവിടെ സീബ് എന്നുള്ള വാക്കി പിന്നെ എവിടെയെങ്കിലും പറയേണ്ടി വരും. എന്നാലും പറയേണ്ടി വരും. എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പിൽ എത്തിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇൽമിലും അറിവിലും ബർക്കത്ത് ചെയ്ത് തരട്ടെ, സമയത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്ത് തരട്ടെ, ആരോഗ്യത്തിൽ അതിനേക്കാൾ ഏറെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് നസീബാക്കി തരട്ടെ. ഇപ്പോൾ ഏകമാണ്, തൗഹീദ് മാത്രമാണ് ഇപ്പോൾ ചർച്ച. ഭൂലോകത്ത് ശിർക്ക് എന്താണെന്ന് ചർച്ചയില്ല, കുഫർ എന്താണെന്ന് ചർച്ചയില്ല. ശൈത്വാൻ രണ്ടുപേരാണ് ആകാശലോകത്ത് തർബിയത്ത് കിട്ടിയത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഹിദായത്തിന്റെ പ്രബോധകൻ, അതിനുവേണ്ടിയുള്ള പരിശീലനമാണ് ആകാശലോകത്ത് വെച്ച് കിട്ടിയത്. ജിന്നിന്റെ പിതാവ് എന്ന നിലയ്ക്ക് ഇബ്ലീസിന് ലലാലത്തിന്റെ പ്രബോധനത്തിനുള്ള തർബിയത്ത് ആകാശത്തിൽ വെച്ച് അല്ലാഹു തആല കൊടുത്തതാണ്. രണ്ടുപേർക്കും കിട്ടിയ തർബിയത്ത് ഒരേപോലെയാണ്. രണ്ടുപേരും ആകാശലോകത്ത് ഒരേപോലെ ജീവിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ നസ്സാൻ. ശൈത്താനുമായിട്ടുള്ള അള്ളാഹുവിന്റെ ചർച്ചകൾ ഒരുപാട് വായിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യേണ്ടിയില്ലല്ലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ തർബിയത്ത് പോലെ ലലാലത്ത് പ്രചരിപ്പിക്കാൻ ഒരാളെ അള്ളാഹു സെലക്ട് ചെയ്തു. അത് ജിന്നുകളുടെ പിതാവായ ഇബ്ലീസാണ്. മനുഷ്യർക്ക് ബനു ആദം എന്ന് പറയും, ജിന്നുകൾക്ക് ബനു ഇബ്ലീസ് എന്ന് പറയും. ആദമിന്റെ മക്കളാണ് മനുഷ്യർ, ഇബ്ലീസിന്റെ മക്കളാണ് ജിന്നുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ കാഫിറും ഉണ്ടാവുമല്ലോ. അതെ, ആദം നബിന്റെ മക്കളിൽ കാഫിറുകളും ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഇബ്ലീസിന്റെ മക്കളിൽ മുഅ്മിനീങ്ങളും ഉണ്ടാവും. ഒന്നും വ്യത്യസ്തമല്ല, എവിടെയും തെറ്റിപ്പോയിട്ടില്ല. അള്ളാഹ്ക്ക് തെറ്റിപ്പോന്ന പ്രശ്നമില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. നബിന്റെ മക്കൾക്കാണ് മനുഷ്യരെന്ന് പറയുന്നത്. വമിൻഹും മുഅ്മിനുൻ വമിൻഹും കാഫിർ. ഇബ്ലീസ് ലഈനാണ്, ശപിക്കപ്പെട്ടവനാണ്. അവന്റെ മക്കളിലും മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഉണ്ടാകും, കാഫിരീങ്ങൾ ഉണ്ടാകും. പക്ഷെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ല. ജിന്നിനെ കാഫിരീങ്ങളെ പറ്റി മാത്രമേ ചർച്ചയുണ്ടായിട്ടുള്ളൂ. മുഅ്മിനീങ്ങളെ പറ്റി അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് മുഅ്മിനീങ്ങളായ ജിന്നുകളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടില്ല സഹാബാക്കൾക്ക്. സഹാബിനെയും കൂട്ടിയിട്ടാണ് ജിന്നിനെ ക്ലാസ് എടുക്കാൻ പോയത്. സഹാബിനെ വഴിക്ക് നിർത്തിയിട്ടാണ് റസൂൽ ഞങ്ങൾ പോയത്. എന്തൊക്കെയോ ശബ്ദം കേൾക്കും, പേടിച്ചൊന്നും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ജിന്നിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. ശബ്ദങ്ങൾ ഒരുപാട് കേട്ട് തിരിച്ചു വന്നു. വഫാത്താകുന്നത് വരെയും ജിന്നിന്റെ സഹാബാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല, ഒരാളെ പോലും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അഷ്റഫുൽ വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ മനുഷ്യന്റെ മാത്രം ഖലീഫയാണ്, വല്ലാഹി ജിന്നിന്റെ ഖലീഫയല്ല. അന്ന് മദീനയിൽ മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ ഖിലാഫത്ത് ആ ജിന്നുകൾക്ക് ബാധകമല്ല. നാളെ ആഖിറത്തിൽ മുഅ്മിനീങ്ങളായ ജിന്നുകളുടെ കാര്യത്തിൽ നീ എന്ത് ചെയ്തു എന്ന് അബൂബക്കർ സിദ്ദീഖിനോട് ചോദിക്കുന്ന പ്രശ്നവും ഇല്ല. അതെ, അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ആയി. ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തന്നെ നമ്മുടെ ഈമാനെ ബാധിക്കുന്ന രോഗമാണ്. അത് വേറെ കാര്യം, അത് വേറെ വിഷയം, വേറെ ചാപ്റ്റർ. അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പോലെ തന്നെയാണ് ശൈത്താനെയും കൊണ്ടുവന്നത്, ഇബ്ലീസിനെയും കൊണ്ടുവന്നത്. ഇബ്ലീസിന്റെ ജോലി ഏൽപ്പിച്ചു അല്ലാഹ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. അല്ലാഹു പറഞ്ഞു, ഞാനാണ് ഹിദായത്തിന്റെ രക്ഷിതാവ്, ഞാനാണ് ലലാലത്തിന്റെ രക്ഷിതാവ്. ഫഹദൈനാഹു നജ്ദൈൻ, രണ്ട് മലം പാതകൾ, ഒന്ന് ഹിദായത്തിന്റെ പാത, മറ്റേത് ലലാലത്തിന്റെ പാത ഞാൻ ഉണ്ടാക്കി തന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ ഹിദായത്തും അള്ളാഹു തന്നെയാണ് തർത്തീബാക്കുന്നത്, ലലാലത്തും അള്ളാഹു തർത്തീബ. യഹ്ദി മൻ യശാ വ യുദില്ലു മൻ യശാ. അപ്പൊ ലലാലത്തും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, ഹിദായത്തും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. അതിൽ വേറെ ആർക്കും ഇടപെടാൻ ഒരു അധികാരവും അള്ളാഹു തആല വിട്ടുകൊടുത്തിട്ടില്ല. അതായത് അതേ സമയത്ത് മനുഷ്യരിൽ ഒന്നാമത്തെ ആളായ നബിയാക്കി. എന്തിന്? ഹിദായത്തിന്റെ പ്രബോധനം ചെയ്യാൻ.
ഷൈത്താനെ അല്ലാഹു തആല ഷൈത്താനാക്കി, ഇബ്ലീസാക്കി. എന്തിന്? ലലാലത്തിന്റെ പ്രബോധനം ചെയ്യാൻ. ലലാലത്തിന്റെ പ്രബോധനം ചെയ്യാൻ ഷൈത്താന്റെ കയ്യിൽ കൊടുത്ത ആയുധം, ആ ഹിദായത്ത് പ്രബോധനം ചെയ്യാൻ ആദം നബിക്ക് കൊടുത്ത ആയുധം അൽ ഈമാനു വൽ അഅ്മാൽ, ഈമാനും അഅ്മാലുമാണ് ആദം നബിക്ക് കൊടുത്ത ആയുധം. ഷൈത്താന് കൊടുത്ത ആയുധം അൽ മാലു വൽ മുൽക്ക്, അധികാരവും പണവും ആണ്. അധികാരവും പണവും വെച്ചുകൊണ്ട് ലലാലത്തിന്റെ ജോലി ഷൈത്താൻ തുടങ്ങും. ഈമാനും അഅ്മാലും വെച്ചുകൊണ്ട് ഹിദായത്തിന്റെ ജോലി ആദം നബിയും തുടങ്ങും. അതെ, ഷൈത്താൻ അവന്റെ ജോലി ഉദ്ഘാടനം ചെയ്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് മക്കളോട്, പേരക്കുട്ടികളോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉപ്പുപ്പാന്റെ ഖബറാണ്. നിങ്ങൾ ഉപ്പുപ്പ ആരാന്നറിയുമോ? ഒന്നാമത്തെ നബിയാണ് നിങ്ങൾ ഉപ്പുപ്പ. ആകാശത്തിൽ നിന്ന് വന്ന ആളാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ്. അള്ളാഹ് നേരിട്ട് ഇൽമു കൊടുത്ത ആളാണ്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. മരിച്ചപ്പോൾ നിങ്ങൾ ഉപ്പപ്പാനെ മറന്നു അല്ലേ? ആ ഉപ്പപ്പാന്റെ ദർജയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഈ ഉപ്പാപ്പാനെ അള്ളാഹ് തന്നിരിക്കുന്നത് തന്നെ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് ആ കബറും പുറത്തു പോയിട്ട് ഇലാഹ നിർത്തി പറഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിക്കാമായിരുന്നില്ലേ? ഷൈത്താൻ അവന്റെ ശിർക്ക് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ആ സമൂഹം കബറിലെത്തിയില്ല. അവന്റെ പിന്നെ കബർ ഇലാഹ നിർത്തിയുമായിട്ട് എത്തിയില്ല ആ സമൂഹം. റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ആദമിന്റെ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 10 തലമുറ പ്യൂർ തൗഹീദിലാണ്. അവർ ശിർക്കിലെത്തിയിട്ടില്ല, അഥവാ ഇലാഹ ഹദ്റത്തിയുമായിട്ട് ജാറത്തിലെത്തിയിട്ടില്ല. കൂട്ടരെ, ജാറമാണ് ശിർക്കിന്റെ അടിസ്ഥാനം. ഹിന്ദുക്കളുടെ അമ്പലമോ ക്രിസ്ത്യാനികളുടെ ചർച്ചോ ശിർക്കിന്റെ അടിസ്ഥാനമല്ല, അനുബന്ധമാണ്. ജാറത്തിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനം, ജാറമാണ് അതിന്റെ ആകത്തുക. ജാറത്തിൽ നിന്നാണ് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ, ജാറത്തിൽ നിന്നാണ് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിസം ഉണ്ടായത്, ജൂതന്മാർക്ക് ജൂതായിസം ഉണ്ടായത്, ആര്യന്മാർക്ക് അമ്പലം ഉണ്ടായത്, ദ്രാവിഡന്മാർക്ക് അമ്പലം ഉണ്ടായത്. മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ ജാറത്തെ അനുകരിച്ചുകൊണ്ടാണ്. വല്ലാഹി, ജാറത്തിന് മുമ്പ് ശിർക്കിന്റെ പേരിൽ ലോകത്തൊന്നും കാണിച്ചു തരാൻ നിങ്ങൾക്ക് ചരിത്രത്തിൽ കഴിയില്ല. ഒന്നും കാണിച്ചു തരാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചു നബിയായിട്ട്. ഷൈത്താന്റെ ജോലി വിജയിച്ചില്ല. ആദമിന്റെ ഖബറിൽ അവരെത്തിയില്ല. ശീസ് അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. രണ്ടാമത്തെ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് ഷൈത്താൻ മക്കളെ മൂന്നാമത്തെ നാലാമത്തെയും തലമുറയെ ഖബറിലേക്ക് ക്ഷണിച്ചു. ഇലാഹ നടത്തി പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ അവരെത്തിയില്ല. ഉപ്പുപ്പ പഠിപ്പിച്ചതിനെതിരാണ്. ഉപ്പുപ്പ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി. ഞാനും എനിക്ക് മുമ്പ് വന്ന മുഴുവൻ നബിമാരും പറഞ്ഞ ഏറ്റവും നല്ല വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. ആദം നബി മുതൽ ഇങ്ങോട്ട് തൗഹീദിന്റെ കട്ടി പറയാൻ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തതാണ്. തൗഹീദിന്റെ 3 പാർട്ട്. ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹ്. രണ്ടാമത്തെ പാർട്ട് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത്. മൂന്നാമത്തെ പാർട്ട് വഹുവ അലാ. അപ്പോഴല്ലേ തൗഹീദ് ഫ്ലാറ്റ് ആവുള്ളൂ. നമ്മൾ ഇന്ന് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പുറം കടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹിനെ സംശയം. സലഫികൾക്ക് പോലും അള്ളാഹിനെ സംശയം വന്നത് അതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അപ്പുറത്തെത്തിയില്ല. നമ്മൾ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ഒന്നെത്തിയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീറിൽ തീരെ എത്തിയിട്ടില്ല. തൗഹീദ് എപ്പോഴാ പൂർത്തിയാകുക കൂട്ടരെ? എൻ്റെ അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലേ? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ എന്നാലും എന്ന വാക്കിന് പ്രസക്തി ഉണ്ടോ? ഒരാൾ റോട്ടിലൂടെ നടന്നു പോവുകയാണ്. ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? അൽഹംദുലില്ലാഹ് ഖൈർ വആഫിയ. എന്നിട്ട് ജീവിത വീരങ്ങളൊക്കെ സുഖല്ലേ? റാഹത്തല്ലേ? സുഖം തന്നെ. ഒരു മോൻ അസുഖം പിടിച്ച് കിടക്കുകയാണ്, കുറേ നാളായി ചികിത്സിക്കുന്നു. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ, നീ വിഷമിക്കണ്ട, വല്ലാഹു യശ്ഫി, അള്ളാഹു തല ഷിഫിയാക്കി കൊടുക്കും. അപ്പോൾ മറ്റാൾ, അള്ളാഹ് ഷിഫിയാക്കും, എന്നാലും ഈ എന്നാലും വല്ലാഹി ശിർക്കിന്റെ ചേരുവയാണ് ഈ എന്നാലും എന്ന പ്രയോഗം. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന വാക്കിന് എന്ത് പ്രസക്തിയാണ്? എങ്കിൽ പിന്നെ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സലഫികളായ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട്, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന് ഉപയോഗിച്ചു പോകരുത്. അത് നമ്മുടെ ഈമാനെ ബാത്തിലാക്കി കളയും. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ബേശക്ക് തീർച്ചയായും എൻ്റെ അള്ളാഹു കഴിവുള്ളവനാണ് എന്നേ പറയാവൂ. എന്നാലും എന്ത് പ്രയോഗിച്ചു പോകരുത്. ഖാലിഖിനെ പറ്റി സംസാരിക്കുന്നിടത്ത് എന്നാലും എന്ന പ്രയോഗമില്ല. മഖ്ലൂക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്നുള്ള വിഷയങ്ങൾ സുഖം തന്നെ. എങ്ങനെ ജീവിക്കുന്നൊക്കെ? ഒരു മോൻ ദുബായിലുണ്ട്,
പിന്നെന്താ വിഷമം? എന്നാലും നിങ്ങൾക്ക് എൻ്റെ പ്രയോഗത്തിന് രീതി മനസ്സിലായല്ലോ. എന്നാലും കുഴപ്പമില്ല. കാരണം മഹ്ലൂക്കിലേക്ക് അവൻ്റെ മോനിലേക്ക് ചേർത്തിട്ടാണ് എന്നാലും പറഞ്ഞിരിക്കുന്നത്. ദുബായിലെ ട്രാഫ്റ്റിലേക്ക് ചേർത്തിട്ടാണ് അവൻ എന്നാലും പറഞ്ഞിരിക്കുന്നത്. മറ്റോ പറഞ്ഞത് അള്ളാഹുലേക്ക് ചേർത്തിട്ടാണ്. വ്യത്യാസമുണ്ട്. അള്ളാഹിനെ പഠിച്ചേ പറ്റൂ കൂട്ടരെ. നമ്മൾ വെറുതെ തൗഹീദ് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് ഗിസിലിട്ടാണ് സംഗതി നടക്കൂല. തൗഹീദ് പഠിച്ചേ പറ്റൂ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ നബിയെ അയച്ചു, ഇദ്രീസ് നബിയെ. ആദം നബിന്റെയും ശീസ് നബിന്റെയും ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ കളിക്കുന്നുണ്ട്. അല്ലാഹു തആല ആ കുടുംബത്തോട് കനിവ് കാണിച്ചു. ഇദ്രീസ് നബിയെ നബിയാക്കി അയച്ചു. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് തർബിയത്ത് നൽകി. തെറ്റിപ്പോകരുത്, ശൈത്താൻ നിങ്ങളെ ഉപദ്രവിക്കും. നമ്മുടെ ബാപ്പാരോട് അന്നേ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഉപ്പാനി ഉമ്മാനി പുറത്താക്കിയത് കാരണക്കാരൻ അവനാണ്. അതുകൊണ്ട് അവനെ സൂക്ഷിച്ചോളണം, അവൻ ശത്രുവാണ്. നാളെ ആഖിറത്തിലും പറയും അനിഅ്ബുദുനി യാ ബനി ആദമ അലം അഹദി ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. ശൈത്താൻ പലതും പറയും, അനുസരിച്ച് പോകരുത് മക്കളെ. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നൽകി, തർബിയത്ത് നൽകി. നബിയാണ്, റസൂലല്ല. എന്തുകൊണ്ട് റസൂലല്ല? ഇലാഹത്തിൽ എത്തിയിട്ടില്ല ആരും. അതുകൊണ്ട് ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 3 ഖബറുകൾ കാണിച്ചുകൊണ്ട് ശൈത്താൻ പരിശ്രമിച്ചു. ഇല്ല, 8ാം തലമുറ 7-8 തലമുറകൾ ഇലാഹത്തിലെത്തിയില്ല. അൽഫാത്തിഹയിൽ എത്തിയില്ല കൂട്ടരെ, എത്തിയില്ല. ജാറത്തിലെത്തിയില്ല കൂട്ടരെ. ശൈത്താൻ ശിർക്കിന് വേണ്ടി ഭൂമിയിൽ ഉണ്ടാക്കിയത് ജാറങ്ങളാണ്, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ശിർക്കിന്റെ കേന്ദ്രം ഖബറാണ്. പിന്നെ ഉള്ളൂ ചർച്ചും അമ്പലവും മറ്റൊക്കെ വരുന്നുള്ളൂ. എല്ലാം വരുന്നത് പിന്നെയാണ്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 3 ഖബർ വെച്ചുകൊണ്ട് കളിച്ചു ശൈത്താൻ. 3 ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ കളിച്ചു. അല്ലാഹു തആല നുബുവത്തിന്റെ തസ്തിക തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. നൂഹ് നബി ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരായ ഉലമാക്കളെ കൊണ്ട് ദഅവത്ത് തുടങ്ങി, തർബിയത്ത് തുടങ്ങി. ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ആലിമീങ്ങൾ, ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് ഇൽമു പഠിച്ച ആലിമീങ്ങൾ, ഷെയ്ഖുകൾ 5 പേര് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നു. അവരെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്, ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് എന്നാണ്. 5 പേര്. വദ്, സുവാഗ്, യൗസ്, യൗഖ്, നസ്ർ. ഇദ്രീസ് നബിന്റെ ശിഷ്യന്മാരാണ് ഇവര്. വലിയ ആലിമീങ്ങളാണ്, ഷെയ്ഖന്മാരാണ്, ഒരുപാട് ശ്രേഷ്ഠതയുള്ളവരാണ്. ദീനുൽ ഇസ്ലാമിന്റെ ആദ്യത്തെ പണ്ഡിതന്മാരാണ്. അല്ല, മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ പണ്ഡിതന്മാരാണ്. നബിമാരെ കഴിച്ചാൽ മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അവരോരോരുത്തരും ഇറാഖിലെ മുസ്ലിമുകൾക്കിടയിൽ ഷൈത്താന്റെ കുതന്ത്രങ്ങളെ കരുതിയിരിക്കണമെന്ന് ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു, ഉപദേശിച്ചുകൊണ്ടേയിരുന്നു, തർബിയത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവരോരോരുത്തരും മരിക്കലായി. ഇറാഖിലെ പൊതു ഖബറിസ്ഥാനിൽ അവരെ കബറടക്കലായി. 5 പേരും മരിച്ചു, കബറടക്കി. 11ാമത്തെ തലമുറയിൽ ഷൈത്താൻ പ്രവേശിച്ചു. ഷൈത്താൻ ഈ 5 ഉലമാക്കളെ കബറ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ ഉപ്പപ്പയല്ലേ ഇവര്, നിങ്ങളെ ഉപ്പപ്പമാരല്ലേ ഇവര്, നിങ്ങളെ ശേഖന്മാരല്ലേ നിങ്ങൾ അവരടുത്തല്ലേ കിതാബ് ഓതി പഠിച്ചത്, നിങ്ങൾ അവരടുത്ത് അവരെ ജീവിതം അവർ ജീവിച്ചിരിക്കെ നിങ്ങൾ അവരെ കണ്ടവരല്ലേ, അവരെ കൂട്ടത്തിൽ ഇരുന്നവരല്ലേ. മരിച്ചു പോയപ്പോൾ നിങ്ങൾ അവരെ വിട്ടുവല്ലേ, മരിച്ചപ്പോൾ അവരെ നിങ്ങൾ തടഞ്ഞുവല്ലേ. നിങ്ങൾ ഇന്ന് നന്ദി കെട്ടവരാ. ഉസ്താദുമാരോടും ശേഖന്മാരോടും കൃപയില്ലാത്തവരല്ലേ നിങ്ങൾ. ഫൻസുബു അൻസാബ, നിങ്ങൾക്കൊരു മരത്തിന്റെ കമ്പ് കൊത്തിക്കൊണ്ടുവന്ന് ആ കബറിന്റെ തലക്ക് നിങ്ങൾക്ക് കുഴിച്ചിടാമായിരുന്നില്ലേ? നിങ്ങൾക്ക് ശേഷം നിങ്ങളെ പേരക്കുട്ടികൾക്ക് അത് മഹാന്മാരാണെന്ന് തിരിച്ചറിയാൻ. ഈ ആയിരക്കണക്കിന് കബറുകളുടെ കൂട്ടത്തിൽ 5 കബറിന് മാത്രം മരത്തിന്റെ കമ്പ് കുഴിച്ചിട്ടാൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് നിങ്ങളുടെ ശിഷ്യന്മാർക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ പേരക്കുട്ടികൾക്ക്. അത്രയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചു. 11ാമത്തെ തലമുറ 5 മഹാന്മാരുടെ കബറിൽ മരത്തിന്റെ കഷ്ണം കൊത്തിക്കൊണ്ടുവന്നിട്ട് കുഴിച്ചിരുന്നതിൽ കലാശിച്ചു, ഇലാഹത്തിലെത്തിയില്ല. 12ാമത്തെ തലമുറയിൽ ശൈത്താൻ പ്രവേശിച്ചു. ഈ കബറിന്റെ തലക്കും ഭാഗത്ത് ചെതലരിച്ചുകൊണ്ടിരിക്കുന്ന മരത്തിന്റെ കുറ്റി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ശൈത്താൻ, ഈ കുറ്റി 5 കബറിന് മാത്രം, ഈ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കബറുകൾക്കൊന്നതില്ല. നിങ്ങളെ ഉപ്പുപ്പമാരെന്താ അത്ര വിഡ്ഢികളാണോ? നിങ്ങളെ മഹാന്മാരായ പണ്ട് കഴിഞ്ഞു പോയവരെന്താ നിങ്ങളെ ഉസ്താദുമാർ അത്ര വിഡ്ഢികളാണോ? ഈ 5 കബറിന് മാത്രം എന്തിനാണ് ഈ മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടിരിക്കുന്നത്? അവകളൊക്കെ ചെതലിരിക്കാൻ തുടങ്ങിയില്ലേ?
നിങ്ങളെ ഉസ്താദുമാരും മഹാന്മാരും ശൈഖന്മാരും ഔലിയാക്കളുമാണ് അവര്. എന്ത് നിങ്ങൾക്ക് മനസ്സിലാകാനല്ലേ നിങ്ങൾ ഉപ്പുപ്പന്മാർ അത് ചെയ്തിരിക്കുന്നത്? അവരൊക്കെ മരിച്ചുപോയില്ലേ? ഈ മഹാന്മാരെ വിട്ടിട്ടാണോ നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾക്ക് ആ കബറുകളെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്വന്തമാക്കാമായിരുന്നില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ ഇവരെ ശുപാർശകരാക്കാമായിരുന്നില്ലേ? അള്ളാഹിന്റെ മുമ്പിൽ ഇവർക്ക് വസീല നടത്താമായിരുന്നില്ലേ ഇവരെ വെച്ചുകൊണ്ട്? 12ാമത്തെ തലമുറ ഇലാ ഹളറത്തിലെത്തിയില്ല. ശൈത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് 4 കല്ലെടുത്ത് വെച്ചിട്ട് ആ കുറ്റി ചെതലിരിക്കാൻ തുടങ്ങിയില്ലേ? ആ കുറ്റി പോയാൽ പിന്നെ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക? ഒരു കല്ലെടുത്തിട്ട് ആ 5 കബറും നിങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്തിലാക്കാമായിരുന്നില്ലേ? 12ാമത്തെ തലമുറ കല്ലെടുത്ത് വെച്ചിട്ട് മനോഹരമാക്കി കലാശിച്ച് ഇലാ ഹളറത്തിലെത്തിയില്ല, ഉറൂസിലെത്തിയില്ല. 13ാമത്തെ തലയിൽ ശൈത്താൻ പ്രവേശിച്ചു. ഈ ആയിരക്കണക്കിന് കബറുകളെ കൂട്ടത്തിൽ ഇറാഖിലെ പൊതു കബറിസ്ഥാനിൽ ആയിരക്കണക്കിന് കബറുകളെ കൂട്ടത്തിൽ ഈ 5 കബർ മാത്രം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പപ്പന്മാർക്ക് എന്താ ഭ്രാന്താണോ? അവരൊക്കെ ആലിമീകളല്ലേ? നിങ്ങൾക്ക് എന്താ അവരെ പറ്റി മതിപ്പില്ലേ? അവരൊക്കെ കഴിഞ്ഞു പോയ മഹാന്മാരല്ലേ? അവർ ചെയ്തതല്ലേ ഇത്? അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ വന്നിട്ടല്ലേ അള്ളാഹിനോട് ചോദിക്കാറ്? അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെയല്ലേ അവർ വന്നിട്ട് കുമ്പിടാറ്? നിങ്ങൾ ഇതെല്ലാം അവഗണിച്ച് കളക്കുകയാണോ? 13ാമത്തെ തലമുറ ഇലാ ഹളറത്തിലെത്തി. ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായ ശിർക്ക് നടന്നത് മഹാന്മാരായ ഔലിയാക്കളുടെ ഖബറിസ്ഥാനിലെ മീസാങ്കലിന്റെ മുമ്പിലെത്തിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിലെ കൂട്ടരെ സൂറത്തു നൂഹിൽ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബഅസ അല്ലാഹു ഇലൈഹിം നൂഹൻ റസൂലാ. ഇപ്പോഴാണ് റസൂൽ വന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ നിർത്താൻ പോകാം, തല മുടക്കുന്നുണ്ട്. റസൂലാ ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ. ഇതുവരെ വന്നത് മുഴുവനും ആരാണ്? നബിമാരാണ്. ആദം നബി നബിയാണ്, റസൂലല്ല. ഇദ്രീസ് നബി നബിയാണ്, റസൂലല്ല. ശീസ് നബി നബിയാണ്, റസൂലല്ല. ഇപ്പൊ റസൂല് വന്നു. എന്താ റസൂല് വന്നത്? ഖൗമ് ശിർക്കിലെത്തി. ഇനി അവർക്ക് ദഅവത്ത് കൊടുക്കണം. ഖുർആൻ ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. അല്ലാഹു തആല പറഞ്ഞു, നാം നൂഹിനെ ആ ഖൗമിലേക്ക് റസൂലാക്കി നിയോഗിച്ചു. എന്തിന്? അൻ അൻദിർ ഖൗമക്, ഓ നൂഹേ, നിന്റെ ഖൗമിന് നീ മുന്നറിയിപ്പ് കൊടുക്കണം. മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മുഴുവൻ മുർസലീങ്ങളുടെയും കാലഘട്ടത്തിലുള്ള ജീർണതകൾ പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ലൂത്ത് നബിന്റെ കാലഘട്ടത്തിലുള്ള ജീർണത അറിയാം. ഷുഐബ് നബിന്റെ കാലഘട്ടത്തിലുള്ള ബിസിനസ് സംബന്ധമായ ജീർണത അറിയാം. ഫറോവാന്റെ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ ജീർണത നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൂദ് നബിന്റെയും സാലിഹ് നബിന്റെയും കാലഘട്ടത്തിൽ, ആദിന്റെയും സമൂദിന്റെയും കാലഘട്ടത്തിലെ ജീർണത അല്ലാഹു തആല വിശദീകരിച്ചു തന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ ജീർണതകൾ. നൂഹ് നബി വന്ന ഖൗമിനുള്ള ജീർണതയായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ജാറമല്ലാതെ. നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കാൻ തയ്യാറായിക്കും. ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതെ, നിങ്ങൾക്ക് എൻ്റെ ശബ്ദം അലോസ്രം, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളല്ല കേട്ടോ, ഞാൻ ലോകത്തോടാണ് സംസാരിക്കുന്നത്. മഹാഭൂരിപക്ഷത്തിലുള്ള ഷിയാക്കൾക്കും വല്ലമാർക്കും മൗലവിമാർക്കും എൻ്റെ വാക്കുകൾ അസ്വസ്ഥമാകുന്നു എനിക്കറിയാം. ഞാൻ മരിക്കുന്നത് വരെ ഇതേ കോലത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അസ്വസ്ഥമായി ചത്തുകൊണ്ടേയിരിക്കും. ആ തെറ്റക്കാരി ചാകുന്നതും കേട്ടിട്ടില്ലേ? സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അല്ലാഹു തആല ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് ഹിദായത്ത് നൽകും. ആ ഹിദായത്ത് നൽകിയ ന്യൂനപക്ഷത്തെയും കൊണ്ട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകും. ഞാൻ ഈ ഷഹാദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കും. അല്ലാഹു തആല വിചാരണ ചെയ്യും. ഹക്കും ബാത്തിലും അവിടെ തെളിയും. ഇവിടെ ഹക്കും ബാത്തിലും തെളിയുകയില്ല. ഈ ദുനിയാവ് ദാറുൽ അമൽ, ആഖിറം ദാറുൽ ജസാ. ദുനിയാ ദാറുൽ അമൽ, ദുനിയാവ് പ്രവർത്തിക്കാനുള്ള സ്ഥലമാണ്. വല്ലാഖിറത്തു ദാറുൽ ജസാ, ആഖിറം പ്രതിഫലം കിട്ടാനുള്ള സ്ഥലം. അല്ലാഹ്, നീ മരിക്കുന്നത് വരെ ഈ തൗഹീദ് ലൈവാക്കി നിർത്തുകയും മരണത്തിന് ശേഷം ഈ യോഗ്യതയുമായി നിന്നെ മുമ്പിൽ നിന്നെ കണ്ടുമുട്ടാൻ അവസരമുണ്ടാക്കുകയും നിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം ഞങ്ങളെ ഒക്കെ നീ ചേർത്ത് തരികയും ചെയ്യണേ അല്ലാഹുവേ. നമ്മുടെ ദുആ. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അൻദിർ ഖൗമക്, നിന്റെ ജനങ്ങൾക്ക് നീ മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ വരുന്നതിന് മുമ്പ് നിന്റെ ജനത്തെ തിരുത്തിക്കോളൂ നൂഹേ എന്ന്. എന്താണ് നൂഹ് നബി തിരുത്താനുള്ള തെറ്റ്? വല്ലാഹി, അവർ നിസ്കരിക്കുന്നവരാണ്. നൂഹിന് ആദമീ ശരീഅത്തനുസരിച്ച് നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അവർ ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരാണ്. അതിൽ പള്ളിയിലെ ഇമാമിങ്ങളുണ്ട്, മൗലാനമാരും ശൈഖുനമാരുമുണ്ട്, വലിയ വലിയ തഖ്വയുള്ളവരുണ്ട്, വലിയ വലിയ ജീവിതമുള്ളവരുണ്ട്, അഡ്രസ് ഉള്ളവരുണ്ട്. എന്നിട്ടും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ കൊടുത്ത ഒറ്റൊരു കാരണത്താൽ മാത്രമാണ് ഈ 5 ഔലിയാക്കളുടെ ജാറത്തിൽ ഇലാഹദത്തി പറയുന്ന മൗലാനമാർ, ഇലാഹദത്തി പറഞ്ഞ ശൈഖുനമാർ അവർ നശിക്കാൻ പോകുകയാണ്. മുന്നറിയിപ്പ് കൊടുക്കും ബഹുമാനപ്പെട്ട നൂഹ് നബി അല്ലാഹു തആല പറഞ്ഞു, അൻ അൻദിർ ഖൗമക മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം. അല്ലേ സൂറത്ത് നൂഹ്? പഠിച്ചോളൂ, നോതിൽ പഠിക്കാൻ തുടങ്ങിക്കോളൂ. എന്ത് കാര്യത്തിലാണ് ഇൻദാർ, എന്ത് വിഷയത്തിലാണ് ഈ മുന്നറിയിപ്പ്? നൂഹ് നബിയുടെ ഖൗം എന്ത് തെറ്റാണ് ചെയ്തത്, അവരെന്ത് തോന്നിവാസമാണ് ചെയ്തത്? പഠിച്ചോളൂ. വല്ലാഹി ജാറത്തിൽ പോയി ഇലാഹദറത്തി പറഞ്ഞു എന്നല്ലാതെ വേറെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ ഒരു തെറ്റും കാണാനുമില്ല. ഓരോ മുസ്ലിങ്ങളെ കാലഘട്ടത്തിലുള്ള ഖൗമിന്റെ തോന്നിയവാസങ്ങൾ ഖുർആനും ഹദീസും ചർച്ച ചെയ്തിട്ടുണ്ട്. നൂഹ് നബിന്റെ കാലത്തുള്ള തോന്നിയവാസം ഒറ്റൊരു തോന്നിയവാസം മാത്രമാണ്. ഔലിയാക്കളുടെ ഖബറും പുറത്ത് പോയിട്ട് ഇലാഹദറത്തി പറഞ്ഞു തോന്നിയവാസം. അതാണ് ഏറ്റവും വലിയ കടുപ്പപ്പെട്ട തോന്നിയവാസം, ഏറ്റവും വലിയ കടുപ്പപ്പെട്ട തോന്നിയവാസം. സകല തോന്നിയവാസത്തെക്കാൾ വലിയ തോന്നിയവാസം, ധിക്കാരം, അഹങ്കാരം, ജുർമ്, തെമ്മാടിത്തം. അതാണ് ജാറത്തിൽ പോകുന്നതിനെ പറ്റി പറയാൻ പറ്റും. ഏറ്റവും മുജ്രിമീങ്ങൾ മലയാളത്തിൽ ഡിക്ഷണറി ഒക്കെ തെമ്മാടികളെന്ന് അർത്ഥം കിട്ടും. ഇന്ന കദാലിക നജിസിൽ അല്ല, അല്ലാഹു തആല പറഞ്ഞു ഇന്ന മിനൽ മുജ്രിമീന മുന്തഖിമൂൻ. മുന്തഖിമൂൻ, ഞാൻ അവരെ കെട്ടുകെട്ടുത്ത ശിക്ഷ കൊണ്ട് പഠിപ്പിക്കുന്നു പറഞ്ഞു അല്ലാഹു തആല സൂറത്തുൽ സജ്ദയിൽ. മുജ്രിമീങ്ങൾ അല്ലാഹു തആല ഏറ്റവും വലിയ ജുർം എന്താണ്? ജാറത്തിൽ പോക്കാണ്. ഖുർആൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തു, ഒരുപാട് ദഅവത്ത് ചെയ്തു. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും വമാലക്കും മിൻ ഇലാഹിൻ ഗൈറു. എൻ്റെ നിങ്ങൾ റബ്ബായ അല്ലാഹ്ക്ക് മാത്രമേ നിങ്ങൾ ദുആ അർപ്പിക്കാവൂ, അല്ലാഹനെ മാത്രമേ ഇടപെടിപ്പിക്കാവൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹല്ലാത്തൊരു ഇലാഹ് വേറെ നിങ്ങൾക്കില്ല. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി ഇലാഹ് എന്ന് പരിചയപ്പെടുത്തിയത് ആരെ പറ്റിയാണ്? വല്ലാഹി ആയ 5 ജാറങ്ങളെ പറ്റിയാണ്. അല്ലാതെ വേറൊരു ബിംബമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അമ്പലമോ വേറെ തരത്തിലുള്ള ക്ഷേത്രമോ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഈ 5 ജാറങ്ങളല്ലാതെ. ഇവിടെ അല്ലാഹു തആല ഇലാഹ് എന്ന് പരിചയപ്പെടുത്തിയത് ഈ ജാറങ്ങളെയാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ വാക്കുകൾക്ക് അവർ വില കൊടുത്തില്ല. നൂഹ് നബി അവർ കല്ലെറിഞ്ഞു, ഒരു ഭ്രാന്തൻ എന്ന് പറഞ്ഞു, അവർ സാഹിർ എന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്വസ്ഥനായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നേരെ കൈ നീട്ടി, ലാ തദർ അലൽ അർളി മിനൽ കാഫിർ റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും ഞാൻ ദഅവത്ത് ചെയ്തു. ഈ ജാറത്തിൽ നിങ്ങളെ പോലെ ഈ ശൈഖന്മാർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഈ മരിച്ചുപോയവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അല്ലാഹനെ മാത്രം വിളിക്കും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറഞ്ഞവരാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കിൻ, ആ ഷഹാദത്ത് നിങ്ങൾ ജീവിതത്തിൽ പുലർത്തിൻ. നിങ്ങൾക്ക് ഒരു സംഗതിക്കില്ല. ഞാൻ രാവും പകലും പറഞ്ഞു അല്ലാഹുവേ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അവർ ഓടുകയാണ് ഞാൻ പറയുമ്പോൾ, ഞാൻ തൗഹീദ് പറയുമ്പോൾ അവർ ഓടുകയാണ്. അല്ലാഹുവേ ഞാൻ കുല്ലമാ ദഅഉതുഹും ലിയഗ്ഫിർ ലിതഗ്ഫിറ ലഹും, അവർക്ക് നീ പുറത്തു കൊടുക്കാൻ, ഈ ജാറത്തിൽ പോയ തെറ്റ് നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരോട് ദഅവത്ത് ചെയ്യുമ്പോഴെല്ലാം ജഅലു അസാബിഅഹും ഫി ആദാനിഹിം, അവർ അവരുടെ വിരൽ ചെവിയിലിട്ടിട്ട് ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല നബി അല്ലാഹുവേ. വസ്തഗ്സൗ സിയാബഹും, അവർ മുഖത്ത് തുണിയിട്ടിട്ട് ഓടുകയാണ് അല്ലാഹുവേ. വസ്തക്ബറു ഇസ്തിക്ബാറ, അവർ അഹങ്കാരികളും കിബ്രന്മാരും തോന്നിവാസികളുമാകുകയാണ് അല്ലാഹു. ഖുർആനല്ലേ കൂട്ടരെ? ഇന്നലെ എങ്ങാനും നടന്ന സംഭവം പറയുമ്പോൾ ഇല്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ഇന്നലെ എങ്ങാനും നടന്ന സംഭവം ഏതാണ്ട് 10-12,000 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഇത്. ഇന്നലെ എങ്ങാനും നടന്ന കേരളത്തിൽ എവിടെയോ ഇന്നലെ എങ്ങാനും നടന്ന പോലെ തോന്നില്ലേ അതിന്റെ സംഭവം? എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ട നൂഹ് നബി പറഞ്ഞു, ഞാനും പറഞ്ഞ് നിർത്തിത്തരാം. അവസാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഏ അല്ലാഹ്, ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ ഒരു കാഫിറിന്റെയും വീട് നീ ബാക്കി വെക്കല്ലേ അല്ലാഹ്, കംപ്ലീറ്റ് നീ കാലിയാക്കണേ അല്ലാഹുവേ. ഇവിടെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. കൃത്യമായി നിസ്കരിക്കുന്നവർ, കൃത്യമായി നോമ്പ് വെക്കുന്നവർ, കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവർ, മൗലാനമാർ, ശൈഖുനമാർ, പണ്ഡിതന്മാർ എല്ലാവരും ഉള്ളൊരു സമൂഹം ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചു. അതെ, ജാറത്തിൽ പോകുക എന്നുള്ള തോന്നിയവാസം ചെയ്തവരെയാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്. എന്നല്ലാതെ വേറെ ഏതെങ്കിലും മതം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നൂഹ് നബിക്ക് ശേഷമല്ലേ മുഴുവൻ മതങ്ങളും ലോകത്തുണ്ടായത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷമല്ലേ ദ്രാവിഡ മതം ഉണ്ടായത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ശേഷമല്ലേ ആര്യമതം ഉണ്ടായത്? മൂസ നബിക്ക് ശേഷമല്ലേ ജൂതമതം ഉണ്ടായത്? ഈസ നബിക്ക് ശേഷമല്ലേ ക്രിസ്ത്യാനി മതം ഉണ്ടായത്?
അഷ്റഫുൽ ഖൽക്കിന് ശേഷമല്ലേ ഷീഈ മതം ഉണ്ടായത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്ന സമയത്ത് ലോകത്ത് ഏതെങ്കിലും ഒരു മതം നിങ്ങൾക്ക് ചരിത്രത്തിൽ തെളിയിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സംസ്കാരം? എന്തെല്ലാം സംസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു. അതെ, ഈസാ അലൈഹി സ്വലാത്തു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരത്തെ ആ കാലഘട്ടത്തെ പരിചയപ്പെടുത്തി നസാറാക്കള്. അതിന് മോഡേൺ ഹിസ്റ്ററി എന്ന് പേര് വിട്ട്, അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല, കടന്ന സമയം അങ്ങ് പോകും. മോഡേൺ ഹിസ്റ്ററിക്കാരൻ പേരിട്ട് ഡാർക്ക് ഏജ് എന്ന്, അല്ലേ? നിങ്ങളൊക്കെ പഠിച്ചല്ലേ BA-ക്കും MA-ക്കും പഠിക്കുമ്പോൾ ഡാർക്ക് ഏജ്. അതേസമയത്ത് ഈസാ നബിന്റെ കാലഘട്ടത്തിൽ അവർ പേരിട്ടത് ഗ്രീക്ക് റോമൻ സംസ്കാരം, പരിശുദ്ധമായ സംസ്കാരം, അല്ലേ? അതിന് മുമ്പ് നിങ്ങൾ എന്താ പേരിട്ടത്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ എന്താ പേരിട്ടത്? നൈൽ നദീ തട സംസ്കാരം. നല്ല സംസ്കാരം. അതിന് ഇബ്രാഹിം നബിന്റെ കാലഘട്ടത്തെ പറ്റി നിങ്ങൾ പേരിട്ടത് ബാബിലോണിയൻ സംസ്കാരം, അല്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ പേരിട്ടത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം. ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ നസാറാക്കളെ പേരിട്ട് ഈസ്റ്ററിന്റെ പേരും പറഞ്ഞിട്ട് ഡാർക്ക് ഏജ് എന്ന്, അല്ലേ? ഏറ്റുപാടിയില്ലേ നാം? അതൊക്കെ എഴുതിയിട്ടല്ലേ നാം BA-യും പാസ്സായത് ഹിസ്റ്ററിയിൽ? മുസ്ലിം ഹിസ്റ്ററി പഠിച്ചിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന കള്ളത്തരം പറയുന്നവരാണ് നാം. പഠിച്ചത് മുസ്ലിം ഹിസ്റ്ററി, സർട്ടിഫിക്കറ്റ് ഇസ്ലാമിക് ഹിസ്റ്ററി. എന്ത് ബന്ധമാണ് മുസ്ലിം ഹിസ്റ്ററിക്ക് ഇസ്ലാമിക് ഹിസ്റ്ററിയുമായിട്ട്? എന്ത് ബന്ധമാണ് മുസ്ലിം ഹിസ്റ്ററിക്ക്? മുസ്ലിം ഹിസ്റ്ററിയിൽ അക്ബർ ദ ഗ്രേറ്റ് അല്ലേ പഠിച്ചത്? ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അക്ബറിനെ പോലത്തെ കാട്ടുകള്ളം പോലെ ഇവരുണ്ടോ? ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ദ ഗ്രേറ്റ് ആണോ അക്ബർ? കള്ളനല്ലേ? ഇസ്ലാമിനെ കൊന്ന കൊലയാളിയല്ലേ? എന്നിട്ടും നാം ദ ഗ്രേറ്റ് എന്ന് പഠിച്ചിട്ടല്ലേ MA-യും BA-യും പാസ്സായത്? മുസ്തഫ കമാൽ തുർക്കിയിലെ ഇസ്ലാമിനെ തന്നെ കൊന്നു കുഴിച്ചിട്ടില്ലേ? ആ മുസ്തഫ കമാൽ അത്താതുർക്കായില്ലേ നമുക്ക്? ആയില്ലേ? എന്താ അടിസ്ഥാനം? ബ്രിട്ടീഷുകാരൻ കുത്തിക്കുറിച്ചിട്ട കള്ളക്കഥകളെ ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ട് പഠിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ നാം? തിരിച്ചറിവുണ്ടായോ നമുക്ക്? പോട്ടെ, ഇതൊക്കെ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, 40-30 കൊല്ലം മുമ്പേ പറയാൻ തുടങ്ങിയതാണ് ഈ സമുദായത്തോട്. റായും വിചാരിക്കേണ്ട സെൽഫി സ്റ്റേജിൽ വന്നതിന് ശേഷമായി ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. ഉന്നയിക്കേണ്ട 40 കൊല്ലത്തോളം മുമ്പ് തലശ്ശേരിയിലെ മെഹ്റാബ് മെമ്പറിൽ വെച്ചും കണ്ണൂർ കാമ്പസാറിലെ മെമ്പറിൽ വെച്ചൊക്കെ പറഞ്ഞ 80കളിലും 90കളിലും. ഉമ്മത്ത് കേട്ടോ ഇല്ലെന്ന് നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞ വാക്ക് റഖീബും അതീദും എഴുതി വെക്കാതെ ഒരു വാക്കും ഈ നാവിൽ നിന്ന് പുറത്തു വരികയില്ല. മതി. വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, വേറെ ഒന്നും ചിന്തിക്കുന്നുമില്ല, വേറെ ഒന്നും ആലോചിച്ചിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ഇത് പറയുക. ഇപ്പോൾ അൽഹംദുലില്ലാ സലഫിയത്തിന്റെ സ്റ്റേജിൽ, KNM-ന്റെ സ്റ്റേജിൽ മാഷാ അല്ലാഹ് തൗഹീദും റിസാലത്തും പറയാൻ അവസരം തന്നപ്പോൾ കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ അല്ലാഹു തആല അവസരം തന്നു. അല്ലാഹു തആല ഖൈറിൽ നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞു, ഓ നൂഹ്, ദഅവത്തിന്റെ ജോലി നിർത്ത്. അടുത്ത ഡ്യൂട്ടി ഇസ്രായേൽ ഫുൽക ബിവഹ്യിനാ വഅയ്യുനിനാ. ഞാൻ പറയുന്ന സ്ഥലത്ത് ഒരു കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിക്കുകയായിരുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് കൊടുത്ത നൂഹ് നബി എത്രത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ജയിച്ചു എന്ന് അല്ലാഹുക്ക് അറിയണം. എന്നിട്ട് വേണം നൂഹ് നബിന്റെ ദുആയി ഉത്തരം കൊടുക്കാൻ. നൂഹ് നബി ദ്വാരക്കുമ്പോൾ തന്നെ ഉത്തരം കൊടുക്കലല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ തൗഹീദ് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പഠിക്കണം. അല്ലാഹു തആല പറഞ്ഞു കപ്പൽ ഉണ്ടാക്കാൻ. എന്തിന്, എങ്ങനെയെന്ന് ചോദിച്ചില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി 100 മാർക്കോടെ ജയിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ച സ്ഥലത്ത് കൽപ്പിച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് കപ്പലിന്റെ പണി വരച്ചു. ഏതാണ്ട് 300 കൊല്ലത്തോളം എടുത്തു കപ്പൽ പൂർത്തിയാക്കാൻ എന്ന് ഇമാം തബരിയെ പോലെയുള്ള മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു കപ്പലിന്റെ പണി പൂർത്തിയായി. അല്ലാഹ്, ഞാൻ പൂർത്തിയാക്കി നിന്റെ കൽപ്പന അനുസരിച്ച്. എന്തിനാണെന്ന് ചോദിച്ചില്ല, എങ്ങനെയെന്ന് ചോദിച്ചില്ല. അല്ലാഹ് പറയുന്നു, നൂഹ് നബി പ്രവർത്തിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കൽപ്പന വന്നു, ഓ നൂഹ്, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച 70 പേരോ 80 പേരോ ഇല്ലേ, അവരോട് സകല സാധനങ്ങളും എടുത്തിട്ട് ഈ കപ്പലിൽ വന്ന് താമസിക്കാൻ പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കഥ പറയാൻ എളുപ്പാ. നിങ്ങളൊന്ന് തസബുറാക്കി നോക്കരുത്. ആ കാലഘട്ടമായിട്ട് നിങ്ങളെ മനസ്സൊന്നും അങ്ങോട്ട് പോട്ടെ. ആ ജനങ്ങൾ ആ സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി ടൈഗ്രീസിന്റെ തീരത്ത് നിന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് 2000 അടി ഉയരത്തിലുള്ള പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോന്ന രംഗം നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കി. പൂർത്തിയാക്കി, നൂറ്റാണ്ടുകളെ കൊണ്ട് പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു ചോദിച്ചില്ല എങ്ങനെയാണ് അല്ലാഹുവേ, എങ്ങനെയാണ് അവർ വരിക, എന്താണ്, ഒന്നും ചോദിച്ചില്ല. അല്ലാഹ് കൽപ്പിക്കുന്നു, നൂഹ് നബി പ്രവർത്തിക്കുന്നു. 100 മാർക്കോടെ നൂഹ് നബി ജയിച്ചു. മൂന്നാമത്തെ ജോലി, കാടുകളിൽ നിന്നും മലകളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈൻ, ഈ രണ്ട് ഇണകളെ മൃഗങ്ങളിൽ നിന്ന്
ഒരാണാട് ഒരു പെണ്ണാട്, ഒരാൺ പശു ഒരു പെൺപശു കപ്പലിലേക്ക് കയറ്റാൻ. ഒരു കോയിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പൂർത്തിയാക്കി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജോലി കംപ്ലീറ്റ് പൂർത്തിയാക്കിയില്ലേ? ഖുർആനാണ് വിട്ടത്, കഥയല്ല, നോവലല്ല ഇത്. എന്തിനാ ഇത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രത്തോളം തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയണം. നമുക്ക് പ്രശ്നം പരിഹരിക്കണം അല്ലേ? ജൂതന്റെ സകല സുന്നത്തും 24 മണിക്കൂർ അടുക്കള തൊട്ട് അങ്ങാടി വരെ പ്രവർത്തിക്കുക, എന്നിട്ട് പ്രശ്നം അല്ലാഹ് ഓട്ടോമാറ്റിക്കായിട്ട് പരിഹരിച്ചു തരിക? ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹു തആല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിമീങ്ങളുടെ തൗഹീദ് പരിശോധിക്കാനാണ്. അതിന് ജയിച്ചാൽ അല്ലാഹ് ഇടപെടും, ജയിച്ചില്ലേ ഇതിങ്ങനെ നീണ്ടു പോകും, കഷ്ടതകളും ദുരിതങ്ങളുമായിട്ട് മുന്നോട്ട് പോകും മുസ്ലിം ഉമ്മ. സംഭവിക്കുക. മൂന്നാമത്തെ ജോലി 200 മാർക്കോടെ ജയിച്ചു ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു തആല പറഞ്ഞു നൂഹ് നബിയോടോ, നൂഹ് നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യാൻ പോകുകയാണ്. 3 ദിവസത്തെ കാല അവധി ഞാൻ കംപ്ലീറ്റ് മുക്കിക്കൊല്ലാൻ പോവുകയാണ്. ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഞാൻ നീ ദുആ ചെയ്തതുപോലെ ഈ ഖൗമിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങിയാൽ, പിന്നെ എൻ്റെ ഉപ്പയാണ്, അതെൻ്റെ ഉമ്മയാണ്, അതിൻ്റെ മോനാണ്, അതിൻ്റെ പെങ്ങളാണ്, ആവലാതി വന്നിട്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല. ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു. ഈ ജാറക്കാരായ കുരുത്തം കെട്ട വർഗത്തിന്റെ കാര്യത്തിൽ ഞാനും നീയുമായിട്ട് ഇനി സംഭാഷണമില്ല നൂഹേ. ഖുർആൻ ഫലാ തുഖാതിബിനി, എന്നെ നിങ്ങൾ അഭിമുഖീകരിക്കരുത്. ഫില്ലദീന ളലമു, ഈ കുരുത്തം കെട്ട ജാറക്കാരുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ അഭിമുഖീകരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ, അവരെ ഞാൻ മുക്കിക്കൊല്ലാൻ പോകുകയാണ്. ഖുർആനല്ലേ വിട്ടരെ? ഇടപെട്ടില്ലേ അല്ലാഹു തആല പ്രശ്നത്തിൽ? എപ്പോഴാണ് ഇടപെട്ടത്? ആ മുസ്ലിമീങ്ങൾ 70-80 മുസ്ലിമീങ്ങളും നൂഹ് നബിയും തൗഹീദ് തെളിയിച്ചപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ തെളിയിച്ചപ്പോൾ, മുഹമ്മദി നൂഹി റിസാലത്തിന് കൊടുത്ത ഷഹാദ തെളിയിച്ചപ്പോൾ അല്ലാഹു പ്രശ്നത്തിൽ ഇടപെട്ടു. പിന്നെ എല്ലാം നൊടിയിട കൊണ്ടാണ് കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 3 ദിവസം, 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസമായി. അവസാനത്തെ ദിവസം ആകാശം ഇരുണ്ടു, ഭൂമി ഇരുണ്ടു, ആകാശവും ഭൂമിയും തിരിച്ചറിയുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങി, പെയ്തു, യൂഫ്രട്ടീസ് നിറഞ്ഞു, ടൈഗ്രീസും നിറഞ്ഞു. ആകാശവും ഭൂമിയും വെള്ളമിറങ്ങി, ആകാശത്തിൽ നിന്ന് വെള്ളം താഴോട്ട്, ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലോട്ട്, എല്ലാം കൂടി ഒന്ന് ടൈഗ്രീസും യൂഫ്രട്ടീസും നിറഞ്ഞ് കവിഞ്ഞ അവസാനം എല്ലാമായി അവസാനം വെള്ളം എടയെത്തി. ഫയ്യ തജ്രി ഫീ മൗജിൻ കജിബാൽ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി വെച്ച മലയിലെത്തി. ആ മലയിൽ വെള്ളം എത്തിയപ്പോൾ വഹിയ തജ്രി ഫീ മൗജിൻ കൽജിബാൽ. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കപ്പല് മലയോളം വലിയ തിരമാലന്റെ മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി. നൂഹ് നബി കാണുകയാണ് മൗലാനമാര് ചത്തു തീരുന്നത്, ശൈഖുനമാര് ചത്തു തീരുന്നത്, ജാറങ്ങൾ തകിട് പൊടിയാകുന്നത്, സകലതും നശിച്ചില്ലാതാകുന്നത് നൂഹ് നബി കാണുകയാണ്. ആ കൂട്ടത്തിൽ നൂഹ് നബിന്റെ മോൻ മുങ്ങിച്ചാകുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യർകം മഅനാ ഫലാ തകും മഅൽ കാഫിരീൻ. പൊന്നുമോനെ, ഈ ജാറത്തിന്റെ ആൾക്കാരായ കൊടിയ കാഫിരീങ്ങൾ ചാകുമ്പോൾ എന്റെ മോൻ ചാകണ്ട, എന്റെ മോൻ തൗഹീദിന്റെ കപ്പലിലേക്ക് വാ. അപ്പൊ ആ മോൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തൗഹീദിന്റെ കപ്പലിലേക്കില്ല. ഇത് വന്നിട്ടില്ലേ ശൈഖുന നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിൽ പോകാൻ തയ്യാറാണ്. കേട്ടിട്ടില്ല കുഞ്ഞാടുകൾ പറയുന്നത്? അത് തന്നെയാണ് അതിന്റെ പാരമ്പര്യമാണത്, അതിന്റെ പാരമ്പര്യമാണ്. ഓ ബാപ്പാ, ജാറത്തിനെ വിട്ടുകൊണ്ടൊരു കളിയില്ല, തങ്ങന്മാരെ വിട്ടുകൊണ്ടൊരു കളിയില്ല. ഞാൻ ഈ മലയിൽ മുങ്ങിയാൽ അടുത്ത മലയിലേക്ക് രക്ഷപ്പെടും. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത മലയിൽ ഞാൻ കയറും. എന്നാലും നിങ്ങളെ കപ്പലിൽ ഞാനില്ല മോനെ. അപ്പം ബഹുമാനപ്പെട്ട നൂഹ് നബി പറഞ്ഞു ബാപ്പാ മോനോട്, മോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം. ഇന്നത്തെ ദിവസം എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല മോനെ, എവിടെയും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മോനെ. അല്ലാഹു തആല ഇടപെട്ടു. ഫഹാല ബൈനഹുമൽ മൗജ്. മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല. നൂഹ് നബിന്റെയും മോന്റെയും ഇടയിൽ ഭയങ്കരമായൊരു തിരമാല മറയായിട്ട് വന്നു. ഓ നൂഹ്, ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. നിങ്ങളുടെ മോൻ കാഫിരീങ്ങളെ കുറിച്ചാൽ ഇവിടെ ലാ തകും മഅൽ കാഫിരീൻ. മോനെ, നീ കാഫിരീങ്ങൾ ഒന്നിച്ച് ചാണ്ട മോനെ. ഇവിടെ കാഫിർ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? സംഗതി നിസ്സാരമല്ല. ചില സെൽഫികളും ചോദിക്കുന്നു എന്നോട്, ഉസ്താദെ ഇത്ര കട്ടി വേണോ, ഇത്ര കടുപ്പം വേണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ, നിങ്ങളെ തൗഹീദ് എവിടെയോ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയാണ്. തൗഹീദ് ഡാമേജ് ഇല്ല, അമലുകളുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആവാം ശരീഅത്തനുസരിച്ച്. നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ? ഇരുന്നിട്ട് നിസ്കരിക്കാം. ഇരുന്നിട്ടും കഴിയുന്നില്ലേ? കിടന്നിട്ട് നിസ്കരിക്കാം. റമദാൻ മാസമാണ്, സുക്കടുണ്ടോ? നോമ്പ് പിന്നെ മാറ്റാൻ മതി ഇല്ലേ? ഇതെല്ലാം വിട്ടുവീഴ്ചകളല്ലേ? തൗഹീദിന്റെ കാര്യത്തിൽ വല്ലാഹി ഒരു വിട്ടുവീഴ്ചക്കും അല്ലാഹു തയ്യാറല്ല. അതാണ് നമുക്ക് ഈ പഠിപ്പിച്ച ഒന്നാമത്തെ അഖ്ബാർ.
ഫഹാല ബൈനഹുമൽ മൗജ്, തിരമാല അവർക്കിടയിൽ, ബാപ്പാന്റെ മോന്റെ ഇടയിൽ തിരമാല മറയായിട്ട് നിന്നു. വകാന മിനൽ മുഗ്റഖീൻ, ആ മോൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാറത്തിന്റെ ആൾക്കാരെ, ശിർക്കിന്റെ ആൾക്കാരെ, കുഫറിന്റെ ആൾക്കാരെ ഒന്നടങ്കം കൈകാര്യം ചെയ്തു ഭൂമിയെ ശുദ്ധിയാക്കി. വസ്തവത്ത് അലൽ ജൂദി, അല്ലാഹു തആല ആകാശത്തോട് പറഞ്ഞു, യാ സമ യാ അർദു ബിലഇ മാക്കി, ആ ഭൂമിയോട് പറഞ്ഞു, ഭൂമി നിന്റെ വെള്ളം നീ വിഴുങ്ങിക്കൊള്ളുക, നീ പുറത്തേക്ക് കൊണ്ടുവന്ന വെള്ളം നീ വിഴുങ്ങിക്കൊള്ളുക. വയാ സമാഉ അഖ്ലിഇ, ഓ ആകാശമേ നീ ഇറക്കിയ വെള്ളം നീ വലിച്ചുകൊള്ളുക. രണ്ടും ഒന്നിച്ച് നടന്നപ്പോൾ പെട്ടെന്ന് വെള്ളം തീർന്നു. വസ്തവത്ത് അൽ ജൂദി, ജൂദി പർവ്വതത്തിൽ നൂഹ് നബിന്റെ കപ്പൽ നങ്കൂരമിട്ടു. 70 പേര് 80 പേര് അവരെ കപ്പലിൽ നിന്നിറങ്ങി ജീവിതം ആരംഭിച്ചു. ദീനുൽ ഇസ്ലാമിന്റെ 1-ാം അധ്യായം അവിടെ അവസാനിച്ചു. 2-ാമത്തെ അധ്യായം നൂഹ് നബിന്റെ കപ്പലിൽ നിറങ്ങിയവരിൽ നിന്ന് തുടങ്ങുകയാണ്. ആ അധ്യായം വേണം ഇനി എടുത്താൻ. ഇബ്രാഹിം നബിയിൽ നിന്ന് ഈസ നബിയിലേക്ക്, മൂസ നബി, ഈസ നബി, അഷ്റഫുൽ ഖൽക്കിലേക്ക്, അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് 2023 അല്ല 2024. അതെ, അല്ലാഹു തആല ചരിത്രത്തെ അഖ്ബാറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ജാറങ്ങളെ വെച്ചുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ജാറങ്ങളുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക. ലലാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം ജാറങ്ങളെയും കൂടി സമീപിക്കുക. ഇതാണ് ഹിദായത്ത് ലലാലത്തിന്റെ അടിസ്ഥാനം. ബാക്കിയുള്ളത് മുഴുവനും ഹിദായത്തിന്റെയും ലലാലത്തിന്റെയും അനുബന്ധങ്ങളാണ്. ദീനുൽ ഇസ്ലാമിന്റെ പേര് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? അവാമിറുകൾ, ഇഹ്സാനുകൾ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ അനുബന്ധമാണ്. എന്തെല്ലാം കാര്യങ്ങൾ തടഞ്ഞിട്ടുണ്ടോ അത് ജാറം എന്ന ശിർക്കിന്റെ അനുബന്ധമാണ്. ഈ രീതിയിൽ നാം നമ്മുടെ തൗഹീദിനെ സംരക്ഷിക്കണം. അതെ, നമുക്ക് പറയാനുള്ളത് ലോകത്തോട് ഇവിടുത്തെ 99-98% ലോകത്തിലെ മിമ്പറുകൾ ഷിയാക്കളെ കയ്യിലാണ്, മെഹ്റാബുകൾ ഷിയാക്കളെ കയ്യിലാണ്. വളരെ കുറച്ച് ശതമാനം മാത്രമേ സലഫികളെ കയ്യിലുള്ളൂ. ലോകത്ത് 2 വ്യവസ്ഥിതിയാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. ഒന്നിക്കൽ സലഫിയ അല്ലെങ്കിൽ ഷിയ. മൂന്നാമത്തെ ഒരു പരിപാടിയില്ല. മൂന്നാമത്തെ പരിപാടി നപുംസകൻ, ആണും പെണ്ണും കെട്ടത്, അതിനെപ്പറ്റി ചർച്ചയില്ല. ജബ്ബാർ മാഷ പോലെ അതിനെപ്പറ്റി ഇവിടെ ചർച്ചയില്ല. ഒന്നിക്ക് ഷിയ അല്ലെങ്കിൽ സലഫിയ. മഹാഭൂരിപക്ഷം മിമ്പറുകളും നിങ്ങളെ കയ്യിലാണ്, മെഹ്റാബുകൾ നിങ്ങളെ കയ്യിലാണ്, മഹല്ല് ജമാഅത്തുകൾ നിങ്ങളെ കയ്യിലാണ്. കേരളം എടുക്കിൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ചു നോക്കിയാൽ 90-98% ഷിയാക്കളെ കയ്യിലാണ്, ജാറക്കാരുടെയും തരീഖത്തുകാരുടെയും കയ്യിലാണ്. അവരാണ് മിമ്പർ കൈകാര്യം ചെയ്യുന്നത്, അവരാണ് മെഹ്റാബ് കൈകാര്യം ചെയ്തത്. നമുക്ക് പറയാനുള്ള ദഅവത്ത് എന്താണ്? യുദ്ധകാലാടിസ്ഥാനത്തിൽ നാം ഷഹാദത്തിലേക്ക് തിരിച്ചു വരണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാം ഷഹാദത്തിലേക്ക് ഉമ്മത്തിനെ തിരിച്ചു കൊണ്ടുവരണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു, ഇന്ന് രാത്രി മുതൽ ഞാൻ ജീവിച്ച് തെളിയിച്ചോളാം, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ൻ ഇല്ലല്ലാഹ്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി അങ്ങോട്ട് എൻ്റെ അല്ലാഹ് മാത്രം, അല്ലാത്ത വേറെ ആരും ഞാൻ പരിഗണിക്കൂല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് എങ്ങനെയാണ് നീ പ്രാവർത്തികമാക്കുക? മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്, അതും ഞാൻ പ്രാവർത്തികമാക്കാൻ തയ്യാറാണ്. ഈ 2 ഷഹാദ ഇന്ന് രാത്രി മുതൽ പ്രാവർത്തികമാക്കാൻ ലോകം തയ്യാറായാൽ അല്ലാഹു തആല ദുഡിയിട കൊണ്ട് ഈ ഉമ്മത്തിന്റെ പ്രശ്നം പരിഹരിച്ചു തരും. അല്ലാഹുവിന്റെ വഅദയാണ്. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് മുതൽ അങ്ങോട്ടുള്ള വിഷയം നമുക്ക് ഇനി ഇതേപോലെ അല്ലാഹു തആല കാണാൻ അവസരം തന്നാൽ, തൗഫീഖ് തന്നാൽ നമുക്കെന്താണ് ബാക്കി പറയാം. അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഷഹാദ അത് ഡാമേജ് സംഭവിച്ചു പോകാതെ, ഡിസ്മിഷൻ സംഭവിച്ചു പോകാതെ, സസ്പെൻഷൻ സംഭവിച്ചു പോകാതെ ലൈവായി നിർത്തുകയും മരിക്കുന്ന നേരത്തെ ഷഹാദ അല്ലാഹനെ ഏൽപ്പിക്കുകയും മരിച്ചതിന് ശേഷം ബർസഖിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ആ ഷഹാദ തിരിച്ചു വാങ്ങുകയും എന്നിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ ഷഹാദ അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അള്ളാന്റെ സ്വന്തക്കാരായി കാലാകാലം അവന്റെ അടുത്ത അഹിലുള്ളയായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം, അതിനെന്ത് വേണമോ അത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് തൗഫീഖ് തരികയും ചെയ്യട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.